ഹലോ ഹായ് വെൽക്കം ടു ഏതോ നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പേജുകൾ കൂടെ ഫോളോ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഗോളിലേക്ക് നടന്നു നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പോട്ടിഫൈ ആപ്പിൽ ഉള്ളവർ അവിടെയും പോയി ഫോളോ ചെയ്യുക. യൂട്യൂബിലെ എപ്പിസോഡുകൾ വരുന്നതിന് മുമ്പ് സ്പോട്ടിഫൈയിലാണ് ആദ്യം വരുന്നത്. ചില എപ്പിസോഡുകൾ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ്സായി മാത്രം മാറാറുമുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മസ്തിഷ്ക മരണം, ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനാണ്. ആക്ച്വലി ഇതൊരു പാർട്ട് 1 എന്നോ പാർട്ട് 2 എന്നോ വിളിക്കാവുന്ന ഒരു എപ്പിസോഡാണ്. കാര്യം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ്. അതിനു മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, ഒരു എപ്പിസോഡ് എന്താണേലും മസ്തിഷ്ക മരണം കണ്ടിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് മസ്തിഷ്ക മരണത്തെക്കുറിച്ചും അതുപോലെ ഡയറക്ടർ കൃഷാന്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു എലീറ്റ് സിനി ഫയൽസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്, അതായത് അദ്ദേഹത്തിൻ്റെ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകൾ അവരുടെ മുമ്പ് അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന പടം ഏതാണെന്ന് ഞാൻ നോക്കും. അപ്പം അതനുസരിച്ച് അവരെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ കൂടെ ആവാം എന്നുള്ള രീതിയിൽ. അപ്പം ഈ എപ്പിസോഡ് തുടങ്ങിയപ്പം സിനിമയെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് ഈ എലീറ്റ് സിനി ഫയൽസ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഡിസ്കഷൻസ്, അതിൻ്റെ സൈഡുകൾ എല്ലാം പറഞ്ഞപ്പോൾ ഒരു സെഷനായിട്ട് അങ്ങനെ വെക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നീട് അത് തന്നെ ഒരു മഹാപ്രസ്ഥാനമായി മാറി. അത് തന്നെ ഒരു എപ്പിസോഡായി മാറിയത് കൊണ്ട് ഇത് സിനിമയെക്കുറിച്ച് മാത്രം, മസ്തിഷ്ക മരണത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിലേക്ക് പിന്നെ ഇതിൽ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുമ്പ് എല്ലാ എപ്പിസോഡുകളിലും പറയാൻ മറക്കുന്ന ഒരു കാര്യം, ഇതൊരു സ്പോയിലർ ഫിൽഡ് ടോക്കായിരിക്കും. മസ്തിഷ്ക മരണം കണ്ടിട്ടില്ലാത്തവർ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. OTTയിൽ അവൈലബിൾ ആണ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. കണ്ടതിന് ശേഷം നമ്മുടെ ഡിസ്കഷനിലേക്ക് വരിക. അതല്ല, സ്പോയിലറൊന്നും എനിക്ക് വിഷയമല്ല, ഞാനത് കേൾക്കും, എന്നിട്ട് ഞാൻ പോയിരുന്ന് പടം കാണും എന്നുള്ള എന്നെപ്പോലെ അങ്ങനത്തെ മൂഡിലുള്ളവരാണെങ്കിൽ വരൂ, നമ്മൾക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യുന്നു നമ്മുടെ ചാനലിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മിസ് UDC കുമാരി. വെൽക്കം ടു ദി ഷോ. മുമ്പത്തെ ഇൻട്രോ ഇതുപോലെ തന്നെയായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി എ ലോങ് ഡേ അല്ല, കാരണം നമ്മള് മറ്റേ എപ്പിസോഡ് ഇച്ചിരി ലോങ് എപ്പിസോഡാണ് കേട്ടോ. ഒരു 3 അതെ hours എപ്പിസോഡാണ്. അതെ, ഇനിയിപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കുറച്ചൊന്നൊരു എങ്ങനെ കളിച്ചാലും ഒരു 2.5 മണിക്കൂർ 2 എന്തായാലും മണിക്കൂർ കാണും. ലോങ് ഡേ. അപ്പം അപ്പം യെസ്, മസ്തിഷ്ക മരണത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ട്, മസ്തിഷ്ക മരണം ഞാൻ തിയേറ്ററിൽ പോയാണ് കണ്ടത്. നേരത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞായിരുന്നു. മസ്തിഷ്ക മരണം തിയേറ്ററിൽ പോയി കണ്ടു. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ കണ്ട സമയത്താണ് ഞാനും ഇങ്ങനെ റിയലൈസ് ചെയ്യുന്നത്. അതായത് മസ്തിഷ്ക മരണം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ദിഗുവിൻ്റെ കൂടെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ കണ്ടു. ഇപ്പം രണ്ടാമത് ഞാൻ OTTയിൽ ഞങ്ങൾ ഒന്നിച്ച് നെറ്റ്ഫ്ലിക്സിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ കൃഷാന്തിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് സൗണ്ടിന് ഭയങ്കര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൗണ്ട്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയുള്ള സൗണ്ട് പാറ്റേൺസ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഓഡിയോ, അതായത് പാൻ ചെയ്യുന്ന രീതിയിൽ തിയേറ്റേഴ്സിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. അത് ഞാൻ അന്നേരം റിയലൈസ് ചെയ്തതല്ല, ലൈക്ക് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ, അയ്യോടെ ശരിയാ, തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവനോട് പറഞ്ഞായിരുന്നു, ഓഡിയോയ്ക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്, അതായത് സൗണ്ട് ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസം
വ്യത്യാസമുണ്ട് നെറ്റ്ഫ്ലിക്സിലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് എഫക്ട്സിന്റെ കാര്യം ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു അന്നേരം അദ്ദേഹം പറഞ്ഞപ്പം. അതായത് ഹ്യൂജ് ഡിഫറൻസ്, ആന ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇറ്റ്സ് വെരി ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് തിയേറ്ററിൽ കാണുന്നതും അതുപോലെ നെറ്റ്ഫ്ലിക്സിൽ കാണുന്നതും തമ്മിൽ. സോ ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് ഇൻ തിയേറ്റേഴ്സ്, ഇറ്റ്സ് ഭയങ്കര ഒരു നഷ്ടമാണ് കേട്ടോ. കാരണം അത് നല്ല നല്ല പടമാണ്. ഇറ്റ്സ് ലൈക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യാനുള്ള ക്വാളിറ്റി ഒക്കെ ഉള്ള പടമാണ്. ഇറ്റ്സ് നൈസ്. അത് എന്താണ് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിന്റെ വലിയ ഗാഥകളായിട്ട് പറഞ്ഞ ഇതാണ്. അതായത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള മറ്റേ കപ്പ് ഓഫ് ടീയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഐ ലൈക്ഡ് ഇറ്റ് പേഴ്സണലി, ദിഗു ലൈക്ഡ് ഇറ്റ് പേഴ്സണലി. പക്ഷെ നമ്മുടെ ചാനലിലുള്ള വേറെ രണ്ടുപേരും ഇത് കാണാൻ ശ്രമിച്ചിട്ട്, നമ്മുടെ ചക്രവാണിയണ്ണനും ഡോക്ടറും കാണാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. യെസ്, അദ്ദേഹത്തിനും നടന്നില്ല. അവര് രണ്ടുപേരും ഈ ഉദ്യമം ഉപേക്ഷിച്ച് ആയുധം വെച്ച് കീഴടങ്ങി. പറഞ്ഞത് ആദ്യത്തെ 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. ചക്രവാണി ഒരു 10 to 15 മിനിറ്റ്സ് വരെ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് കാണാൻ പറ്റിയില്ല. അവന്റെ ഇത് കാണാൻ പറ്റിയില്ല, കാണാൻ തോന്നിയില്ല. അതെ, അത് എനിക്കറിയത്തില്ല, അത് അവർക്ക് എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ ഫോർ മീ ആൻഡ് ദിഗു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ടപ്പോഴാണേലും, അതായത് ഞങ്ങളൊരു സെക്കൻഡ് വാച്ചിലാണ് ഇത് കാണുന്നത്. നോർമലി ഞങ്ങൾ എന്താ ചില പടങ്ങൾ നമുക്ക് രണ്ടാമത് കാണുമ്പോൾ ഇച്ചിരി ഒരു വിരസത തോന്നാറുണ്ട്. ഇപ്പം ആട് ഞങ്ങൾ ആട് 3 രണ്ടാമത് കാണാൻ ശ്രമിച്ചപ്പോൾ ഇച്ചിരി നമ്മൾ ശ്രമിച്ചായിരുന്നു. ആട് 3 ആയിരുന്നു, അത് വേറെ ഏതെങ്കിലും പടമായിരുന്നു? ആട് 3 അല്ല, ആട് 3 ഇറങ്ങുന്നത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട്. പക്ഷെ റീസെന്റ് ഇറങ്ങിയ ഏതോ ഒരു പടം ഇതുപോലെ നമ്മള് എന്താ OTT ഇറങ്ങി റീവാച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇച്ചിരി ഒരു വിരസത തോന്നിയ ഒരു സാധനം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് തിയേറ്ററിൽ വി എൻജോയ്ഡ് ഇറ്റ് ലൈക്ക് ടോട്ടലി. പക്ഷെ അത് OTT വന്ന് നമ്മളത് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി റീവാച്ച് ചെയ്ത സമയത്ത് നമുക്കതിങ്ങനെ ഭയങ്കര ഒരു ഡ്രൈ അല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഒരു രണ്ടാമത്തെ വട്ടം കാണാനുള്ളതുണ്ടോ എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് കിട്ടി. ഐ തോട്ട് ഇറ്റ് വാസ് ആട് 3, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ആട് 3. ഓ ആണോ? അപ്പൊ നമ്മള് തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങി ഉടനെ ചെയ്ത എപ്പിസോഡ്. ഓക്കെ, എനിവേസ്, അപ്പൊ ഏതോ ഒരു എപ്പിസോഡ്, ഐ ഡോണ്ട് റിമെമ്പർ വിച്ച് ഇറ്റ് വാസ്. എനിവേസ്, അപ്പൊ അത് ആ ഒരു സാധനം ഞങ്ങൾക്ക് പക്ഷെ ഇതിന് തോന്നിയില്ല ഇതിപ്പോ കണ്ടോണ്ടിരുന്നപ്പോ. വി ആർ വെരി ഹുക്ക് ടു ഇറ്റ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. അതുമല്ല, ഇപ്പൊ നമ്മൾ OTT കാണുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ പടം OTT കാണുമ്പോഴത്തേനുള്ള ഗുണം, നമുക്കിത് പോസ് ചെയ്ത് ഇതിന്റെ ചെറിയ ചെറിയ ടെക്സ്റ്റുകളും സ്ക്രിപ്റ്റുകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എഴുതിയെടുക്കുകയും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കുറച്ചും കൂടെ ഓപ്പൺ ആണല്ലോ. നമുക്കത് പോസ് ചെയ്ത് കാണാം എന്നുള്ള ഒരു ഇത്. ബട്ട് സ്റ്റിൽ ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ് ടു വാച്ച് ദിസ്. ഇപ്പൊ ഇല്ല, ബട്ട് തിയേറ്ററിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളിത് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ്. കാരണം നല്ല ഒരു പടം, തിയേറ്റർ കാണാനുള്ളതുണ്ടായിരുന്നു ഈ പടം. പിന്നെ പടം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ എ ഫ്യൂ വേർഡ്സ് പടം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആക്ച്വലി ലവ് ദ ഫിലിം. പിന്നെ ബട്ട് ഇറ്റ് ഈസ് നല്ല പടമാണോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഐ ഹാവ് എ വെരി മിക്സ്ഡ് ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അത് ഞാൻ ദിഗുവിനോടും പറഞ്ഞതാണ്. നമുക്ക് എപ്പിസോഡ്, അതായത് കണ്ടിറങ്ങി കഴിഞ്ഞപ്പം, കണ്ടോണ്ടിരിക്കുമ്പം മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾക്ക്, അതായത് കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കല്ല, ഫസ്റ്റ് ബ്രേക്ക് ആകുമ്പം ദിഗുവിന് മെസ്സേജ് അയക്കുന്നതിന്റെ ഒരു പാരമ്പരികമായിട്ടുള്ള ഒരു സാധനമാണ്. ഐ ക്യാൻ ഡു ദാറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് മൈ എക്സസൈസ്. അപ്പം ഞാനിത് കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേന് ഐ ബി ലൈക്ക്, ദിഗു ഞാനിത് കണ്ടോണ്ടിരിക്കുക, ദെൻ ഹീൽ ബി ലൈക്ക് എന്ന് ചോദിക്കും. അപ്പൊ എന്നിട്ട് വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഫ്രഷ് മെമ്മറി പോവാതിരിക്കാൻ വേണ്ടി, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ദിസ് ഇസ് വാട്ട് ഐ ഫെൽറ്റ് എന്ന് ഉള്ള ആ ഒരു ഫീലിംഗ് എനിക്ക് പോവാതിരിക്കാൻ വേണ്ടി ഐ കൈൻഡ് ഓഫ് ഡു ദാറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് മൈ എക്സസൈസ്. അപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ദിഗുവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എടാ ഞാനിത് കണ്ടോണ്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞു. ആൻഡ് ദെൻ ഐ വാസ് ടെല്ലിങ് ഹിം ദാറ്റ് ഇത് നമ്മൾ ചെയ്യണം, പക്ഷെ ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി കോംപ്ലെക്സ് ഇൻ ദാറ്റ് സെൻസ്. നല്ല പടമാണെന്ന് ചോദിച്ചാൽ നല്ല പടമാണ്, പക്ഷെ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് സംസാരിച്ച് നമുക്കത് അതിപ്പോൾ ഇതൊക്കെ അഴിച്ചെടുത്ത് വേണം ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എങ്ങനെ നിനക്ക് ഡ്രാഗോ കാര്യങ്ങളോ എല്ലാം നിനക്ക് തോന്നിയായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയില്ല. എൻഗേജിംഗ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്പീഡി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇവന്റ്സ് എല്ലാം പെട്ടെന്ന് അൺഫോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡ്രാഗോ അങ്ങനെ, കാരണം ഒത്തിരി ഇൻഫർമേഷൻ തരാനുണ്ടല്ലോ, നമുക്ക് തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് അതിനകത്ത് നിന്ന് തരുന്നുണ്ടല്ലോ ഓരോ സീനിനകത്ത്. വേൾഡ് അതിന്റെ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുകൊണ്ട്
ഉം. അതാ എനിക്ക് ഇവന്മാര് ഈ 10 മിനിറ്റ് 15 മിനിറ്റില് മസ്തിഷ്ക മരണം സംഭവിച്ചു, അല്ലെ എന്താ പറയുന്നത്, എനിക്ക് പിന്നെ കാണാനായിട്ടുള്ള ഇത് തോന്നിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഫസ്റ്റ് 10 to 15 മിനിറ്റ്സിൽ തന്നെ നമ്മളെ ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം അവിടെ എങ്ങനെ ഇത് ഞാനോടത്ത് ഇനിയിപ്പോ എങ്ങനെ ഈ അവസാനം മറ്റേ രജിഷയുടെ മറ്റേ കോട്ട് സീനിന്റെ അവിടെ വന്നപ്പോ വല്ലതും ആണോ ഇനി ബുദ്ധിമുട്ട് ആ. വന്നേ എന്നുള്ള ഒരു, പക്ഷെ ഇത് ആ. അത്രയും പോലും എത്തിയില്ല. തുടക്കത്തിൽ തന്നെ ഇതെന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയാ അത് അല്ല, എനിക്കങ്ങോട്ട് രജിഷയുടെ കോട്ട് സീൻ വരെ എത്താമെങ്കിൽ പടം കണ്ടു തീർക്കാമല്ലോ, കാരണം അത് തീർക്കാൻ അറ്റമാണല്ലോ. അവസാനമാണല്ലോ. അതെ. അവിടെയാണല്ലോ മാനിക് ഡിപ്രഷൻ, സൈക്കോട്ടിക് എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നത്. തീർച്ചയായും. അല്ല, അപ്പം സൈക്കോട്ടിക് എക്സ്പ്രഷൻ അതിന് മുന്നേ വന്നായിരുന്നു. ആ യെല്ലോ ഡ്രസ് ഇട്ട് ഡാൻസ് കളിച്ചപ്പോ ഡാൻസ് വന്നായിരുന്നു. കളിക്കുന്നതിനും അതെ, അത് പലയിടത്തായിട്ട് വരുന്നുണ്ട്. ആ, ശരിയാണ്. തീർച്ചയായും. അപ്പം എനിക്കിത് വളരെ പൾസൈഡിങ് ആൻഡ് എന്താ റോട്ട്. പറയുന്നത്, എറോട്ടിക്, ഡീപ്ലി ഡിസ്റ്റർബിങ് ആയിട്ടാണ് മുസാവർ. തോന്നിയത്, മുസാഫറിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ. അപ്പം yeah, അങ്ങനത്തെ ഒരു ഇതാണ് തോന്നിയത്. ഞാൻ തിയേറ്ററിൽ എനിക്ക് മിസ്സായി, തിയേറ്ററിൽ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മുടെ എൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ജില്ല വിട്ട് മാറിപ്പോയി പടം കാണുന്നത്. ഇതൊക്കെ നമ്മൾ മറ്റേതിൻ്റെ അകത്തും പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം എനിവേസ്, അപ്പം അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത്. അപ്പം ഒ ടി ടിയിൽ കണ്ടപ്പോഴേ എനിക്ക് വളരെ എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. കുമാരിയിലൂടെ ഇരുന്ന് കണ്ടപ്പോഴും, പക്ഷെ കുമാരിയിലൂടെ ഇരുന്ന് കണ്ടപ്പോൾ രണ്ടാമത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ പ്ലോട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേൾഡും ക്യാരക്ടേഴ്സും ഒക്കെ ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഇതിൽ കാസ്റ്റിങ്ങിൽ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ആദ്യത്തെ കാഴ്ചയിലും തോന്നിയായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ നിരഞ്ജിൻ്റെ മുമ്പത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈം അല്ല, അതോ ഇനി കണ്ടിട്ടുണ്ടോ ഇവനെ അങ്ങനെ ആ, ശ്രദ്ധിക്കാത്തതാണോ? പോയ. ആ. കാര്യം ഈ കാരണം അത് മറ്റേ ദിവ്യപ്രഭയുടെ ആ. കാര്യം പറഞ്ഞപ്പോഴേ, ആ, അതെ, അതെ, അതെ. ആ. പുള്ളിക്കാരി വേറെ ഏതൊക്കെയോ പടങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പുള്ളിക്കാരിനെ എവിടെയും കണ്ട ഓർമ്മയില്ല. ഇത് നമുക്കറിയാവുന്ന നോട്ടബിൾ ആയിട്ടുള്ള പടങ്ങളിലൊക്കെ പുള്ളിക്കാരി അഭിനയിച്ച ഈ അവരുടെ മൂവീസ് ഫിൽമോഗ്രഫി എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നോട്ടബിൾ ആയിട്ടുള്ള കുറേ പടങ്ങളിലൊക്കെ ഉണ്ട് പുള്ളിക്കാരി. പക്ഷെ അതിലൊന്നും പുള്ളിക്കാരിനെ എവിടെ രജിസ്റ്റർ ചെയ്തതായിട്ട് എൻ്റെ മെമ്മറിയിലില്ല. എനിക്ക് പുള്ളിക്കാരിനെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ മറ്റേ എന്തുവായിരുന്നു ആ ഉം. പടത്തിൻ്റെ പേര്? ഓൾ അതിന്റെ പേര് ലൈറ്റ്സ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പക്ഷെ ആ പുള്ളിക്കാരി ഒരു നമുക്ക് അറിയാവുന്ന ലോക്പാൽ, മുംബൈ പോലീസ്, ഇതിഹാസ, ബയ്യ ബയ്യ എനിക്കറിയത്തില്ല. അത് ഇതിലട്ടെ. ബയ്യ ബയ്യ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് അനുഭവിച്ചതാണ്. പിന്നെ ടേക്ക് ഓഫ്, തമാശ, നിഴല്, മാലിക്, ഇങ്ങനത്തെ കുറെ അത് നല്ല വലിയ ഞങ്ങൾ പടങ്ങൾ നമുക്ക്. ചോദിക്കുകയും ചെയ്തു, മാലിക്കിൻ്റെ ഉം. അകത്ത് എവിടെയാണെന്ന് ആ, എനിക്ക് അതെ, ഓർമ്മയുണ്ടോയെന്ന് അതെ, അതെ. ആ, ഞാൻ കുമാരി എന്നോട് ചോദിച്ചു ചോദിച്ചു. അവനോട്. ആ, അതെ. അതാണ് പ്രശ്നം. ഇതാണ് പുള്ളിക്കാരി ഇങ്ങനത്തെ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ കനി കുസൃതീനെയൊക്കെ ഞാൻ ആ, വേറെ പിന്നെ പടങ്ങളിലൊക്കെ നോട്ടീസബിൾ കണ്ടിട്ടുണ്ട്, ആണ്. ഉം. നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരിയുടെ അങ്ങനെ എൻ്റെ മൈൻഡിലില്ല. എനിക്കൊന്ന് ഈ പുള്ളിക്കാരിയുടെ കുറച്ചും കൂടെ ഒരു നമ്മള് മുഖം നമ്മുടെയൊക്കെ ഒരു നോർമൽ നെക്സ്റ്റ് ഡോർ നെയ്ബർ ടൈപ്പ് ഒരു മുഖമാണല്ലോ. ഒരു ഒരു അത്ര ഫെമിലിയർ ഫേസ് ആണല്ലോ. നമ്മൾ ഈ മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ, സൺഡേ ഹോളിഡേയ്സിലെ നായികയല്ലേ, നമ്മുടെ ശ്രുതി രാമചന്ദ്രനാണോ? അല്ല, അല്ല, അല്ല അല്ല, അല്ല അല്ല, അത് നമ്മുടെ ആദ്യത്തെ പെണ്ണല്ലേ? നമ്മുടെ സൂര്യയുടെ ഐശ്വര്യ പടത്തിലുള്ള. ലക്ഷ്മി. അല്ല, അല്ല, സൂര്യയുടെ പടത്തിലുള്ള നായകനില്ലേ, എന്താ എന്റെ പേര്, സൺഡേ ഹോളിഡേയിൽ അവളല്ലേ? സൂരരെ പൊട്രു, അതിനകത്തിലെ നായിക എന്താണ് അവളുടെ പേര്? ഓ, അവളാണ് ഇത്. അപർണ, അപർണ അപർണ, ബാലമുരളി. അപർണ ബാലമുരളി. ആ, പുള്ളിക്കാരിക്ക് ഈ ഒരു 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 ഫേഷ്യൽ, അതായത് നെക്സ്റ്റ് ഡോർ ഗേൾ നെക്സ്റ്റ് ഡോർ ടൈപ്പ് ഒരു 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 ഫീച്ചേഴ്സ് ഉള്ള ആ ഉള്ളായിരുന്നല്ലോ പണ്ടത്തെ ആ ഒരു രീതി, പുള്ളിക്കാരിയുടെ ഒരു ലുക്ക്. അപ്പൊ അതുപോലെ ചിലപ്പോ ആയതുകൊണ്ടായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോയത്. പക്ഷെ കനി കുസൃതി ഷീ ലുക്സ് വെരി ഡിഫറെന്റ്, വെരി യുണീക്ക് ആയിട്ടുള്ള ഒരു ലുക്കാണ്. പെക്യുലർ അതുകൊണ്ട് ആണ്. അതെ, എനിക്കത്. നമ്മൾ ഓർത്തിരിക്കും. ആ. എന്താണേലും ഈ നിരഞ്ജിൻ്റെ അപ്പം അതുപോലെ വേറെ പുള്ളിയുടെ പടങ്ങൾ എൻ്റെ മൈൻഡിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു പുള്ളിയുടെ ഇതൊന്നും. കൃഷാന്തിൻ്റെ തന്നെ ആകെ പുരുഷപ്രേതവും ഇതും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഉം. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ എൻ്റെ ഇതിൽ പുള്ളിയുടെ ഫസ്റ്റ് പടം എന്നുള്ള രീതിയിലാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇതിൽ ഞാൻ കാണുന്നത്. അപ്പം അതിൽ വോയിസ് ആക്ടിങ്, ഡബ്ബിങ് ഗംഭീരം, നല്ല പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. പക്ഷെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഇതൊന്നും പുള്ളിയുടെ മുഖത്ത് വരുന്നില്ല. അല്ല, എന്തോ എവിടെ ഒരു
അതായത് വിഷ്വലിനും ഓഡിയോയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്ന പോലെ നമ്മൾ ഈ ഡബ്ബിംഗ് പടമൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ പക്ഷെ വരത്തില്ല. ഉണ്ടല്ലോ അതുപോലെ ലിപ് ഒരു സിങ്ക് ഉണ്ട്. ആ. എനിക്കിത് ഭയങ്കര ഇതിനകത്ത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. അത് തിയേറ്ററിൽ കണ്ടപ്പോ അത് ഫുൾ എക്സ്പാൻഷനിലാണല്ലോ കാണുന്നത്. അതായത് ലിപ് സിങ്ക് ഉണ്ട് ശരിക്കും. ശരിക്കും ലിപ്പ് കറക്റ്റ് ആണ്, സിങ്ക് ആണ്. പക്ഷേ എക്സ്പ്രഷൻ സിങ്ക് ആവുന്നില്ലെന്ന് പറയുന്ന സാധനം. അതാണ്. എനിക്ക് അത് നമുക്ക് തോന്നും ലിപ്പ് സിങ്ക് ആവുന്നില്ലെന്ന്. അപ്പൊ പക്ഷെ ഞാൻ ഇപ്പൊ ഈ OTTയിൽ കണ്ടപ്പോ ഞാനിതിങ്ങനെ പോസ് ചെയ്ത് ദിഗുവിന്റെ കൂടെ കാണും. അപ്പം പോസ് ചെയ്ത് ഞാൻ നോക്കുന്നുണ്ട് ലിപ് സിങ്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഇവനോടും ചോദിച്ചു എടാ ലിപ് സിങ്ക് ആവുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ ലിപ് സിങ്ക് ആവുന്നുണ്ട്. പക്ഷേ ഉം, എന്തോ ഒരു ലേറ്റൻസി ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് നമുക്കിങ്ങനെ വരും. അതാണ്. അപ്പം അന്നേരം ഞാൻ ആദ്യം ഓർത്തത് പുള്ളിക്ക് വേറെ ആരോ ഡബ് ചെയ്തിട്ട്, കാര്യം ഈ വോയിസ് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് ഫെമിലിയർ. തോന്നി. എവിടെയൊക്കെ കേട്ടിട്ടുള്ള പോലെയുള്ള ഒരു ഫീലിംഗ്. നമ്മളത് വേറെ ആരെങ്കിലും ഡബ് ചെയ്തതാണോ എന്നുള്ള രീതി. കുമാരി ഇതേ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളത് സെർച്ച് ചെയ്ത് നോക്കി. അന്ന് പക്ഷെ അപ്പം അവൻ്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ പുള്ളിയുടെ തന്നെ ശബ്ദമാണെന്നുള്ളതാണ് തിരിച്ചറിയാൻ സാധിച്ചത്. അപ്പം പുള്ളി തന്നെ ആയിരിക്കും ചെയ്തത്. അപ്പം പുള്ളിയുടെ അങ്ങനെ ഒരു ഇതുണ്ട്. ആം, എനിക്ക് രജീഷയുടെ ഇതിലാണ് മെയിനായിട്ട് തോന്നിയത്. അതായത് ഫിദ സോമൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, എന്താ പറയുന്നത്, അവരുടെ വേൾഡില് ഭയങ്കര എന്താ ഹോട്ടാണ്, ഷെക്സിയാണ്. ഹോട്ടാണ്. അതെ, നമ്മുടെ അണ്ണൻ പറയുന്ന പോലെ ഹോട്ടാണ്, ഷെക്ഷിയാണ്. അപ്പം ആ ഒരു അത്രയും എന്താ പറയുന്ന ഒരു മാദക സുന്ദരി എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ, അതും അവരുടെ ആ മറ്റേ കോമളത്താമര സോങ് ഒക്കെ ജനങ്ങളുടെ ഹൃദയത്തിലങ്ങ്, അതും അതായത് ജെൻഡർ ഭേദം അന്യേ അതെ അതെ. ആൾക്കാർക്ക് വികാരങ്ങൾ ഉണർത്തുന്ന ഒരു ഒരു അതില് സുന്ദരിയായിട്ടാണ് കാണുന്നത്. പാരലൽസ് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഡയറക്ടറിന്റെ ഇന്റർവ്യൂല് അത് പറയുന്നുണ്ട്. അല്ലാണ്ട് തന്നെ നമ്മള് ശ്രദ്ധിച്ചായിരുന്നു. സിൽക്ക് സ്മിതയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സിൽക്ക് സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന്റെ റെഫറൻസസ് യൂസ് ചെയ്തിട്ടുണ്ട് സിൽക്ക് സ്മിതയുടെ. അപ്പൊ ഉം. സിൽക്ക് സ്മിതയെ വെച്ചിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ അവര് ബിൽഡ് ചെയ്തിരിക്കുന്നെന്നുള്ളൊരു ഫീലിംഗ്. അങ്ങനെയാണോ ബിൽഡ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരും. ആഹ്. പക്ഷെ അത്തരം ഒരു അത്ര ആ ഒരു ഒരു വശ്യത നമുക്ക് എനിക്കും കിട്ടിയില്ല, കുമാരിക്കും കിട്ടിയില്ല എന്നാണ് കുമാരി പറഞ്ഞത്. അങ്ങനത്തെ അതൊരു ഒരു ചെറിയ പ്രശ്നമല്ലേ. അത് മാത്രമല്ല, ആ ഒരു വശ്യതയുടെ മാത്രമല്ല, പുള്ളിക്കാരി ഈ സൈക്കോട്ടിക് എപ്പിസോഡുകൾ കാണിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അങ്ങനത്തെ ഇതൊക്കെ കാണിക്കുന്ന സീക്വൻസുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ എവിടേക്കോ, അതും ഈ എന്താ പറയുന്നത്, ഇവര് മറ്റേ ബോഡി കുഴിച്ചിടാനായിട്ട് പോകുമ്പോൾ, ക്ലിന്റ് മാർത്താണ്ഡന്റെ ബോഡി കുഴിച്ചിടാൻ പോകുമ്പോൾ പുള്ളിക്കാരി ഇവനെ തെറി പറയുന്നതും അവന്റെ മനസ്സിലെ വിഗ്രഹം ഉടയുന്ന സമയമുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും എന്തോ ഒരു എവിടേക്കോ എങ്കയോ ഒരു തകരാറുള്ളത് പോലത്തെ ഒരു ഒരു ഫീലിംഗ് ആണ്. പുള്ളിക്കാരുടെ ആക്സന്റിന്റെ ഇതാണോ, എന്തോ ഒരു അറിയത്തില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തോ ഒരു ചേർച്ചയില്ലായ്മ ഉള്ളതുപോലെ. ഉം. അപ്പം പലരും ഈ ദിവ്യപ്രഭയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ദിവ്യപ്രഭ ഓവറായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് അവരുടേത് അങ്ങനെ അത്ര വലിയ അതും ഇതായിട്ടൊന്നും. സൈഡില് രജീഷ ഉള്ളത്. ഇവര് നിൽക്കുവാണല്ലോ, മെയിൻ ആള് തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആള് തന്നെ. കാര്യം ഫിദ സോമനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇത്. സത്യത്തിൽ അതെ ഇത് അതെ. ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് മാത്രമല്ല, ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് ഫിദ സോമൻ എന്ന് പറയുന്ന രീതിയിൽ സൈമന്റെ പുള്ളിക്കാരിയാണല്ലോ മെയിൻ. മെമ്മറിയിലെ ഫിദ സോമന്റെ കഥയാണല്ലോ. അതെ അതെ. കഥയാണ്. അതെ അതെ. പുള്ളിക്കാരിയാണ് മെയിൻ ഇതിൻ്റെത്. അപ്പം മെയിനായിട്ടുള്ള ആളില് തന്നെ നമുക്കൊരു ചെറിയ പന്തികേട് തോന്നുവാണെങ്കിൽ അതൊരു ശരി ഇഷ്യൂ ആണ്. ബുദ്ധിമുട്ടാണ്. അതെനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ കുമാരിയുടെ കൂടെ ഇരുന്ന് റീവാച്ച് ചെയ്തപ്പോഴാണ് ഇവള് പിന്നെയും പിന്നെയും, അതായത് ഓരോരോ സാധനങ്ങൾ എടുത്ത് കാണിച്ച് വെറുപ്പിച്ച് പണ്ടാറടക്കുന്നത്. അപ്പൊ കൂടുതൽ നമുക്കിങ്ങടെ ഒരു അല്ല അത് അതെ. നോട്ടീസ് ചെയ്യുന്നു. അതിന്റെ ഒരു കാര്യം എന്താന്ന് അറിയോ? ഞാൻ നോർമലി ഫിലിംസ് കാണാൻ പോകുമ്പോ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് അറ്റ്‌ലീസ്റ്റ് ഒരു വർഷമായിട്ട് ഞാൻ തിയേറ്ററിൽ പോകുമ്പോ ട്രെയിലേഴ്സ് കാണാറില്ല. ആകെ കിട്ടുന്ന എനിക്കുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരോടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ ചക്രപാണി, ദിഗു, ഞാനുമായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അതിൽ നിന്ന് എനിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ്, അതായത് ഇവര് ജിബ്രിഷ് സംസാരിക്കുന്ന ഒരു പരിപാടി ഇവർക്കുണ്ട്. ആ ജിബ്രിഷുകളെല്ലാം ചകഞ്ഞു മാറ്റി എനിക്ക് മനസ്സിലാവുന്ന ഇൻഫർമേഷൻ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതാണ് എനിക്കൊരു പടം കാണാൻ പോകുന്നതിന് മുന്നേ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. പക്ഷെ ഈ മസ്തിഷ്ക മരണത്തിനെ കുറിച്ച് നമുക്കങ്ങനെ വലുതായിട്ട്
അങ്ങനെ ഒരു ഡിസ്കഷൻ ഒന്നും നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലാണേലും അങ്ങനെ നടന്നില്ല. ബിക്കോസ് അവരതിനങ്ങനെ വലുതായിട്ട് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവര് പോയതും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല, ഈ ഈ പടത്തിനെ കുറിച്ച് കൂടുതൽ പ്രൊമോഷൻ കിട്ടിയത് രജിഷയുടെ ഐറ്റം സോങ് ഉണ്ടെന്നുള്ള അതാണ് ഞാൻ രീതിയിലാണ്. പറയാൻ വന്നത്. അതായത് ഐറ്റം സോങ്ങിന്റെ പ്രോബ്ലം നടന്നു. അതായത് ഐറ്റം സോങ്ങിന്റെ പ്രോബ്ലം ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ കാണുന്ന ഇന്റർവ്യൂവില്, അതായത് അന്നേരം രജീഷ ഇതിനൊരു ഒരു ആൻസർ എന്നുള്ള ഒരു റിപ്ലൈ എന്നുള്ള ഒരു നിലയ്ക്ക് പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, അതായത് ഞാൻ ഇതിനെ ഈ ഐറ്റം സോങ് ഞാൻ അങ്ങ് നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഐറ്റം സോങ് ചെയ്യത്തില്ല, ആ ഒരു കോൺസെപ്റ്റിന് ഞാൻ അഗേൻസ്റ്റ് ആണ്. കാരണം അത് ആ പടത്തിൽ ആവശ്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആട് 3 ചെയ്ത സമയത്ത് അത് പറഞ്ഞു, എന്നാൽ ആ ഐറ്റം സോങ് അവിടെ ആവശ്യമില്ലായിരുന്നു. ഇറ്റ് വാസ് യൂസ്ലെസ്. ഇറ്റ്സ് ബിൻ എന്താ ഈ മലയാളം ഇൻഡസ്ട്രി അതിനെ ഒത്തിരി അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറും ഇല്ല. ഈ ഒരു ഐറ്റം സോങ് കൾച്ചർ അത്ര അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറും ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു ആട് 3യുടെ സമയത്ത്. അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ബട്ട് ഹർ ഡാൻസ് വാസ് എക്സ്ട്രോർഡിനറി. അത് എപ്പോഴും ഞാൻ പറയും, ഇറ്റ് വാസ് നൈസ് ആൻഡ് ഭയങ്കര ഗ്രേസ്ഫുൾ, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അപ്പൊ കമ്മിങ് ബാക്ക്, രജീഷ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു. അതായത് ഐറ്റം സോങ്സ് ആർ യൂസ്ലെസ് ആൻഡ് അതൊരു ഫീമെയിൽ ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ ആണ് ആൻഡ് ഐ എം അഗാൻസ്റ്റ് ഇറ്റ് എന്നായിരുന്നു പുള്ളിക്കാരിയുടെ ആദ്യത്തെ നേരത്തെ ഇന്റർവ്യൂവിലുള്ള സ്റ്റേറ്റ്മെന്റ്. അതിന് അഗേൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഓപ്പോസിറ്റ് പോകുന്ന രീതിയിൽ ഇപ്പം പുള്ളിക്കാരി ഒരു ഐറ്റം സോങ് ചെയ്തു. അപ്പൊ അതിനുള്ള റിപ്ലൈ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഐറ്റം സോങ് ഈ കഥയുടെ തന്തുവിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഐറ്റം സോങ് ആണ് ഈ പടത്തിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ ഹോൾ ഫിലിം. അത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു റീസണിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ജസ്റ്റ് വാസ് ലൈക്ക്, ഓക്കെ, ദാറ്റ് ഈസ് എ ഗുഡ് റീസൺ ഫോർ യു ടു ചേഞ്ച് യുവർ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് വാസ് ഗ്രേറ്റ്. അതായത് ഞാൻ ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണ് ടു ജസ്റ്റിഫൈ മൈ ക്യാരക്ടർ, അല്ലെങ്കിൽ ടു മേക്ക് ഇറ്റ് അതായത് കാണുന്ന അതായത് എന്റെ നാട്ടുകാർക്ക് ബിലീഫ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും ഈ ആണെങ്കിൽ പോലും ക്യാരക്ടറിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി അത് ചെയ്യാൻ ഞാൻ ഞാൻ എന്തും തയ്യാറാണ്. ചെയ്യും എന്നുള്ളത് ഭയങ്കര നല്ല ആറ്റിറ്റ്യൂഡാണ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഐ ഹവ് എവർ സീൻ. അത് ഭയങ്കര നല്ലൊരു സ്ട്രേറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ടർ എന്ന്. എന്നുള്ള രീതിയിൽ അത് പലപ്പോഴും ആവശ്യമാണ്. അൺലെസ് ആൻഡ് അതെ. അൺടിൽ അത് എന്താ പറയുന്നത്, ഇപ്പോൾ സമൂഹത്തിന് അങ്ങേയറ്റം ദോഷകരമാകുന്ന ആ, രീതിയിലുള്ള ആ. സാധനമാണെങ്കിൽ നമുക്കൊരു ദാറ്റ് ഈസ് എത്തിക്കൽ അനദർ തിങ്. റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെ, 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 അതെ. പക്ഷെ അതിപ്പം ഇപ്പം ഞാൻ നമ്മുടെ എന്താ പറയുന്നത്, ഞാൻ ജീവിതത്തിൽ പുകവലിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ചെയ്യാറില്ല. ഞാൻ ജീവിതത്തിൽ ഒരു കള്ളനും കൊലപാതകയും ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ ക്യാരക്ടറിന്റെ ഇതിൽ ഉം. അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ട വരികയാണെങ്കിൽ ഒബ്വിയസ്ലി സി ഞാനത് ചെയ്യാൻ തയ്യാറാവണം. ദിസ് ഈസ് വെയർ ഐ ഗോ അഗേൻസ്റ്റ്. ഐ മീൻ, ഞാൻ ഈ ബോഡി ഷേമിങ്ങിന്റെ കാര്യം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ദേ ആർ ഹ്യൂമൻ ബീങ്സ്, ദേ ഹാവ് ദെയർ ഓൺ ലൈഫ്. എന്താണ് അവർക്ക് അവരുടെ ശരീരമായി അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അവർക്ക് എക്സ്പ്രസ് ചെയ്യാം എന്ന് പറയുന്ന കാര്യം. ബട്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഓൾവേസ് ടോക്ക് അബൌട്ട്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും ഡിസ്കഷനിലുള്ള കാര്യമാണ്. ആൻഡ് ഐ ഓൾവേസ് തിങ്ക് അബൌട്ട് ദിസ്. അതായത് ഇപ്പം ബോളിവുഡിലുള്ള നടന്മാർ, അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ ഉള്ള നടന്മാർ, ദേ ബിൽഡ് ദെയർ ബോഡി. അത് ഞാൻ നടന്മാരുടെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേ ആർ ദ വൺസ് ഹൂ ഓബിയസ്ലി പെണ്ണുങ്ങളും അവർ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ദേ എക്സസൈസ്, ദേ എന്താണ് അവർ ജിമ്മിൽ പോയി കിടന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നു, ബൾക്കി ആവാതിരിക്കാൻ നോക്കുന്നു. അവരുടെ ക്യാരക്ടറിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു റോളിന് വേണ്ടി അവർ ഒരുപാട് പരിശ്രമിക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദങ്കലിന് വേണ്ടി മാസീവായിട്ട് ഹ്യൂജ് ആയി മാറിയ അമീർ ഖാൻ ആ അതിന്റെ യങ്ങർ വേർഷൻ ചെയ്യാൻ വേണ്ടി ഹി റെഡ്യൂസ്ഡ് ഹിസ് വെയിറ്റ് ആൻഡ് ഭയങ്കരമായിട്ടും എന്താണ് മാസ്കുലർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. ഇപ്പൊ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടന്നു. നമ്മുടെ പൃഥ്വിരാജ് ആട് ജീവിതത്തിന് വേണ്ടി അത് ചെയ്തു. ടോവിനോ ഹാസ് ബീൻ മെയിൻറ്റെയിനിങ് ഹിസ് ബോഡി ഫോർ എ ലോങ് ടൈം ആൻഡ് ദാറ്റ് ജസ്റ്റിഫൈസ് ഹിസ് റോൾസ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റോളുകൾ ഇപ്പം ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. അതായത് ഹി ഹാസ് വൺ ഓഫ് ദ മോസ്റ്റ് പെർഫെക്റ്റ് സൂപ്പർ ഹീറോ ബോഡീസ്. അതായത് ആ ഒരു സ്യൂട്ടിനകത്ത് കയറിയപ്പോൾ ഹി വാസ് പെർഫെക്റ്റ് ഫോർ ദാറ്റ് സ്യൂട്ട്. മറ്റേ നമ്മുടെ മിന്നൽ മുരളി സ്യൂട്ടിന്. അപ്പം എന്താ അതെന്ന് പറയുന്നത്, ആസ് എൻ ആക്ടർ ദാറ്റ് ഈസ് യുവർ ജോബ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇറ്റ്സ് യുവർ ജോബ് ഡിസ്ക്രിപ്ഷൻ. അത് മെയിൻറ്റെയിനിങ് യുവർ വാട്ട് എവർ ഈസ് റിക്വയർഡ് ഫോർ ദ ഫിലിം. Doing that for the film is something that is required from you, that is asked from you. അത് അവിടെയാണ് ഈ ബോഡി പോസിറ്റിവിറ്റിയോട് എനിക്ക് ഫുള്ളി യോജിക്കാൻ പറ്റാത്തത്. ദിസ് ഈസ് സംതിങ് ദാറ്റ് വി മെൻഷൻഡ് ഏർലിയർ ഓൾസോ. ഈ
കായംകുളം കൊച്ചുണ്ണി ചെയ്ത സമയത്ത് ഐ ആം എ നിവിൻ പോളി ഫാൻ ആൻഡ് എ ബ്ലൈൻഡ് ഫാൻ അറ്റ്ലീസ്റ്റ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് പീപ്പിൾ വെയർ ലൈക്ക് നിവിൻ പോളിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചത് ആവശ്യമില്ലാത്ത കാര്യം, അത് അദ്ദേഹം അതിന് ചേരുന്നില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. സോ ഐ ജസ്റ്റിഫൈഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, അറ്റ്ലീസ്റ്റ് ഐ ജസ്റ്റിഫൈഡ് ഹിം സെയിങ് ദാറ്റ് കായംകുളം കൊച്ചുണ്ണി ഈസ് ആക്ച്വലി എന്താ പറയുന്നത്, ഇച്ചിരി ഒരു ബഫ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ഹീസ് നോട്ട് എ മാസ്കുലിൻ മാൻ. അവരൊരു നമുക്ക് അവിടെ, കായംകുളം, ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. ഐ കം ഫ്രം അറൌണ്ട് ദ ഏരിയ, മാവേലിക്കരക്കാരിയാണ് ഞാൻ. സോ ഐ കം ഫ്രം അറൌണ്ട് ദ ഏരിയ ആൻഡ് ഐവ് സീൻ പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ഹിം. ആ കായംകുളംകാരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് പിക്ചേഴ്സ് ഡ്രോൺ ഓഫ് ഹിം ആർ നോട്ട് ലൈക്ക് മസ്കുലർ ആയിട്ടുള്ള അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു ലീൻ ആയിട്ടുള്ള ഒരാളല്ല. ഹീസ് ലൈക്ക് എ നോർമൽ കേരളൈറ്റ് ബോഡി ഉള്ള ഒരാളാണ്. ആൻഡ് ദെൻ ഐ യൂസ് ടു ജസ്റ്റിഫൈ നിവിൻ പോളി വിത്ത് ദാറ്റ്. പക്ഷെ അത് പ്രശ്നം എന്താ അറിയോ, അദ്ദേഹം ആക്ഷൻ സീക്വൻസസ് ചെയ്യുന്ന സമയത്ത് ഐ വാസ് സഫക്കേറ്റിംഗ് വിത്ത് ഹിം. അദ്ദേഹം ഓടുന്ന സമയത്ത് അദ്ദേഹത്തിന് അണയ്ക്കുമ്പം എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. പക്ഷെ ലാലേട്ടൻ അറ്റ് ദ സെയിം ടൈം, അദ്ദേഹത്തിന് നല്ല വണ്ണമുണ്ട്, പക്ഷെ അദ്ദേഹം അത് അനായാസമായിട്ട് ചെയ്തു. വി വർ ലൈക്ക് വാട്ട് ദ ഹെൽ മാൻ, നിങ്ങൾക്ക് ഇത്ര പ്രായമല്ലേ, നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മൾ അത്ഭുതപ്പെട്ടു. സോ ദിസ് ഈസ് ഇറ്റ്സ് എ വെരി ടച്ചി സബ്ജക്ട് ആൻഡ് ഇറ്റ്സ് വെരി, എന്താ പറയുന്നത്, എനിക്കറിയാം, സെൻസിറ്റീവാണ്. ഭയങ്കര സെൻസിറ്റീവ് സബ്ജക്റ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ആക്ച്വലി അക്നോളജ് ഇറ്റ്. അതായത് നമ്മൾ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും കുഴപ്പമില്ല സിനിമയ്ക്ക് വേണ്ടി. ബിക്കോസ് അത് നിങ്ങളുടെ കാരണം നമ്മുടെ റോളിനെ ബാധിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ആ ഇത് ഘടന മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും ആ നമ്മുടെ ആക്ടിങ്ങിലും അതിനനുസരിച്ചുള്ള ബ്രീത്തിങ് വ്യത്യാസം വരും. ഇഷ്യൂസ്, അതെ 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 അതെ, അത് എങ്ങനെ പോയാലും ഇപ്പം ഇപ്പം വണ്ണം വെക്കുവോ ആണെങ്കിലും അല്ലെങ്കിൽ തീരെ മെലിഞ്ഞു കുറവാണെങ്കിലും, പോവുകയാണെങ്കിലും ഒക്കെ അതെ അതെ അതിൻ്റെ അതെ. ഒരു ദ വേ വി ക്യാരി അവർ സെൽസ്, നമ്മുടെ ബ്രീത്ത് ചെയ്യുന്നതിലും എല്ലാത്തിലും ആ ഒരു വ്യത്യാസം വരും. അപ്പം അത് നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു റോളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് എവിഡൻ്റ്ലി നമുക്കറിയാം അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. നല്ല ഇതുള്ളതല്ല, ആയാസമുള്ളതല്ല, ശാരീരിക ആയാസമുള്ള ഫിസിക്കൽ വർക്ക് ചെയ്യേണ്ടത്. എനിവേസ്, അപ്പോൾ കമ്മിങ് ബാക്ക് ടു രജീഷ, ഐ ജസ്റ്റ് ലവ്ഡ് ഹർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ഇതിനു വേണ്ടി എൻ്റെ ഐഡിയോളജീനെയാണ്, അതായത് ഞാൻ ഇത്ര നാൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജീനെ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ബിക്കോസ് ഫോർ ദ ഫിലിം ദിസ് ഇസ് നീഡഡ് ആൻഡ് ഐ ജസ്റ്റ് ലവ്ഡ് ഹർ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ദാറ്റ്. ആ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ ഐ വെന്റ് ആൻഡ് വാച്ച് ദ ഫിലിം ബിക്കോസ് ഓഫ് ദിസ് ഇന്റർവ്യൂ. ഈ ഒറ്റ ഇന്റർവ്യൂ കാരണം മാത്രമാണ് ഞാൻ ഈ പടം പോയി കണ്ടത്. അല്ലെങ്കിൽ ഈ പടത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അങ്ങനെ അറിയാത്ത പടം പോയി കണ്ട് എനിക്ക് പണി കിട്ടുന്നത് കുറച്ച് പരിപാടി കൂടുതലാണ് റീസെന്റ്. ഞാൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വൃത്തിട്ട പടം പോയി കണ്ടായിരുന്നു. ഇത് പടം ഇസ് നോട്ട് ദാറ്റ് ബാഡ്, പക്ഷെ എന്താ എന്റെ പേര് ഓർക്കുന്നില്ല, ഡെർബി. ഓ കർത്താവേ, എന്തിന്റെ ആവശ്യമായിരുന്നു എനിക്ക്. ഈ ഡെർബി കണ്ടിട്ട് അടുത്ത ദിവസം ഞാൻ ആടിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആടല്ലല്ലോ, വാഴയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വാഴ 2-ന്. ആൻഡ് ഡെർബി കണ്ട ക്ഷീണത്തിൽ വാഴ 2 കാണണമെന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. അത്രയും നല്ല മനോഹരം, ഡീപ്ലി ഡിസ്റ്റർബിങ് ആയിരുന്നു. ഡീപ്ലി ഡിസ്റ്റർബിങ്. എന്നറിയാം, പടത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കണ്ടിട്ടുണ്ട് സാധാരണ അവസ്ഥയിലാണെങ്കിൽ ഞാനത് കാണത്തില്ല, എനിക്കത് ബുദ്ധിമുട്ടായി പോയി ഇച്ചിരി. എനിവേസ്, അപ്പം ഞാൻ അങ്ങനെ പോയി റാൻഡമായിട്ട് പടം പോയി കാണാതിരിക്കാൻ ഇപ്പൊ റീസെന്റ് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എനിവേസ്, ഐ വെന്റ് ഫോർ ദ ഫിലിം ആൻഡ് അവര് പറഞ്ഞത് കറക്റ്റാണ്. രജീഷ അവളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കറക്റ്റ് സാധനമാണ്. അതായത് ഈ ഒരു ഐറ്റം ഡാൻസ് ആണ് ഈ പടത്തിനെ ഓടിക്കുന്നത്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് ഈ ഒരു ഐറ്റം സോങ് ആണ്. കറക്റ്റ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ ഈ പറഞ്ഞ പോലെ കോമളത്താമര, ആ ഒരു ഡാൻസ്, ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്, ഇറ്റ്സ് വെരി സെക്സി ആൻഡ് ഇറ്റ്സ് സപ്പോസ് ടു എന്താണ്, അട്രാക്ട് മെൻ, വിമൻ. അത് സെക്ഷൽ ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ പോലും ഇല്ലാതെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന, പ്രായമോ സെക്ഷൽ ഓറിയന്റേഷനോ ജെൻഡർ ബയസുകളോ ഇല്ലാതെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡാൻസ് ആണ്. ആൻഡ് അതാണ് പിന്നീട് ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞില്ല, സ്പോയിലർ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് പിന്നീട് ഇവരുടെ ഒരു ടേപ്പ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ പെണ്ണാണ്, എന്താ കൊച്ചു വലിയ തന്ത അങ്ങനൊന്നും ഇല്ലാതെ, അത് എന്താ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന മോറൽ സയൻസ് സയൻസ് പഠിപ്പിക്കുന്ന മോറൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ വരെ പോയിട്ട് 500 500 മണിക്കൂർ മണിക്കൂർ 500 മണിക്കൂർ കണ്ട് അടിച്ചു പോകുന്ന അവസ്ഥ. അതായത് ടേപ്പ് അടിച്ചു പോകുന്ന, സെറ്റ് കത്തിപ്പോകുന്ന, സോഫ കത്തിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പൊ അങ്ങനത്തെ അങ്ങനെയാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. പുള്ളിക്കാരി എന്താ പറയുന്നത്,
ഷീസ് ബിക്കമിങ്, അത് പുള്ളിക്കാരിയും പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമാണ്, മൈ ബോഡി ഈസ് എ കമ്മോഡിറ്റി ആൻഡ് ഐ എം സെല്ലിങ് ഇറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. So the problem is that for your body to become a commodity that attracts so many people, അത് ഇത്രയും എന്താണ് അതും പ്രായവും എന്താണ് സെക്ഷൽ ഓറിയന്റേഷനും ജെൻഡറും പറഞ്ഞു. ഇത് മാത്രമല്ല, അതായത് ബോർഡേഴ്സ്, ബൗണ്ടറീസ് പോലും ഇത് കടന്നിട്ടുണ്ട്. അതായത് ദർ ഇസ് അറബ് ചാനൽസ് കാണിക്കുന്നുണ്ട്, എന്താണ് അതുപോലെ ഇംഗ്ലീഷ് ചാനൽസ്, ഫ്രഞ്ച്, പിന്നെ ഏതാണ്ടൊക്കെ അവാർഡ്, ഓസ്കാർ, അസ്കാർ എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഏതാണ്ടൊക്കെ പല ഭാഷാഭേദവുമാണ് ഇത് കാണിക്കുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് എ വെരി ഹോട്ട് ആൻഡ് സ്പൈസി തിങ് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്ത് സിനിമ എടുത്താലും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആ ഡാൻസ് സീക്വൻസുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അതിൽ പിക്ക് ഔട്ട് ചെയ്യാറുണ്ട്. കാരണം ബിക്കോസ് ഐ എൻജോയ് വാച്ചിങ് ഡാൻസസ് ആൻഡ് കുറച്ചൊരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഐ എൻജോയ് വാച്ചിങ് ഇറ്റ് ആൻഡ് അനലൈസിങ് ദീസ് തിങ്സ് ഒക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫെൽറ്റ് ദാറ്റ് കൂടെ അഭിനയിച്ച പുള്ളിയുടെ പേരെന്നായിരുന്നു അറിയാവോ? സഞ്ജു ശിവറാം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ സഞ്ജു ശിവറാമിന്റെ ഡാൻസ് കുറച്ചുകൂടെ സെക്സി ആയിട്ട് തോന്നി. It might sound offensive because കൃഷാന്തിന്റെ ഇന്റർവ്യൂവില് നമ്മുടെ RJ റാഫി ആയിട്ടുള്ള ഇന്റർവ്യൂവില് സംസാരിക്കുന്ന സമയത്ത്, അത് പടം ഇറങ്ങുന്നതിന് മുന്നാണ് ഉള്ള ഇതിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് പുള്ളി ചോദിക്കുന്നുണ്ട്, ഈ ഐറ്റം ഡാൻസിൻ്റെ എങ്ങനെയാണ് രജിഷനെ കൺവിൻസ് ചെയ്തേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പം, അങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു, വില്ലിങ് ആയിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഐറ്റം ഡാൻസിൻ്റെ ഇതിന് മുമ്പ് ചെയ്യത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആകെപ്പാടെ പിന്നെ പുള്ളിക്കാരി ഒരു കൺസേൺ പ്രകടിപ്പിച്ചത്, പുള്ളിക്കാരിക്ക് അങ്ങനെ ഡാൻസ് അങ്ങനെ വലിയ വശമില്ല, അപ്പം അത് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ശരിയാവുമോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചായിരുന്നു. പിന്നെ ഇവരത് അതിനനുസരിച്ച് അവരത് കോർഡിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിരുന്നത്. അപ്പം കുമാരി ഇത് സൂചിപ്പിച്ചപ്പോൾ അത് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം, പുള്ളിക്കാരി അതിലൊരു നല്ല ഞാന് പുള്ളിക്കാരിയെ അല്ല ഞാൻ അറ്റാക്ക് ചെയ്യാൻ, അത് ആരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമല്ല. ഐ എം ട്രൈങ് ടു ടോക്ക് അബൌട്ട് ദ ക്യാരക്ടർ. നമ്മൾക്ക് കൺവിൻസിങ് ആയ രീതിയിൽ ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കണം എന്നുള്ളതാണല്ലോ പുള്ളിക്കാരിയുടെ കർത്തവ്യം എന്ന് പറയുന്നത്. പുള്ളിക്കാരി അത് തന്നെയാണല്ലോ ശ്രമിക്കുന്നത്, അതാണല്ലോ പുള്ളിക്കാരി ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടെ ഉദ്ദേശിച്ചത് നേരത്തെ ഇന്റർവ്യൂവില്. അപ്പം പുള്ളിക്കാരി ഡാൻസ് ചെയ്ത് നമ്മളെ വീഴ്ത്തണം, അത് ഞാൻ ഇവനോട് ഞാൻ പറയായിരുന്നു. അതായത് ഇവരെ യൂസ് ചെയ്ത സിൽക്ക് സ്മിത എന്ന് പറയുന്ന റെഫറൻസ് തന്നെ നമുക്ക് എടുക്കാം. ആ റെഫറൻസിൽ ഞാനിങ്ങനെ ഇവനോട് പറയാം, ഒട്ടും എന്ന് പറഞ്ഞാൽ സെക്സി രീതിയിലുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. ഒരാൾക്ക് സെക്സി ആവണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സംതിങ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ്, അതും ഒരു രീതിയിലുള്ള എന്നാ പറയുന്നത്, ഒരു ആക്ടിങ് ടാലന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഇപ്പം ലാലേട്ടൻ ഡസ് ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ മമ്മൂക്ക എന്ന് നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ടു എക്സ്റ്റെന്റ്. പക്ഷെ ലാലേട്ടനേക്കാളും നല്ല ശരീരം, അതായത് കുറച്ചും കൂടെ ഈ പഴയ റോളുകൾ, എന്താണ് നമ്മുടെ യുദ്ധ റോളുകളൊക്കെ ചെയ്യാൻ, ഒരു ചെയ്യാൻ മമ്മൂക്കയാണ് ബെറ്റർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർക്കും അവരുടെ അവനവൻ്റെതായ ലിമിറ്റേഷൻ. ഇപ്പം മമ്മൂക്കയ്ക്ക് ഏത് ആക്സൻസ് വേണമെങ്കിലും എടുക്കാനുള്ള കഴിവുണ്ട്. പല മലയാളം അത് ഞാൻ പറയാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു. പക്ഷെ പുള്ളി അതിന് മുന്നേ കൊച്ചിൻ ആക്സന്റ് ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു. തുറുപ്പുവിലാൻ്റെ അകത്തില് എറണാകുളം അല്ലായിരുന്നു, അത് നല്ലായിരുന്നു, നൈസ്. എനിക്ക് തിരുപ്പൂല ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിവേസ്, അപ്പൊ ഓരോരുത്തർക്ക് അവനവൻ്റെതായ കഴിവുണ്ട്. ആൻഡ് ദെൻ ആ കഴിവുകൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം ഡാൻസ് ചെയ്യാൻ കഴിവില്ല എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം. അത് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഇവർ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആയിട്ടുള്ള സിൽക്ക് സ്മിതയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എല്ലാവരും പറയാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ
ലാലേട്ടന്റെ കൂടെ ഉള്ള ഏഴിമല പൂഞ്ചോല. ഏഴുമല പൂഞ്ചോലയായിരിക്കും. ഞാൻ ആ എക്സാമ്പിൾ അല്ല എടുക്കുന്നത്. ഐ വുഡ് ഓൾവേസ് ഗോ ഫോർ പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല, അഥർവത്തിലെ പാട്ട്. ഷീസ് ഫുള്ളി ഡ്രസ്ഡ്, ഷീസ് ലൈക്ക് ഒരു സാധാരണ ഡ്രസ്സിലാണ് നിൽക്കുന്നത്, ആൻഡ് ഷീസ് ഹോൾഡിങ് എ കൊട്ടവഞ്ചി ആൻഡ് ഷീസ് ഡാൻസിങ് ഫോർ എ സെമി ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് സോങ്. ആ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുഴയോരത്ത് പൂത്തോണിയെത്തിന എന്ന് പറയുന്ന ഒരു പാട്ടാണ്, നല്ല പാട്ടാണ്. അപ്പം ഔട്ട് ഓഫ് ബ്രെത്ത് ആക്ച്വലി, കഴിഞ്ഞ ഒരു 3 മണിക്കൂർ സംസാരിക്കായിരുന്നുണ്ട്. അപ്പം അപ്പം അതിനകത്തില് ആ പാട്ട് അതൊരു സെക്സി പാട്ടേ അല്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു പുഴത്തീരത്ത് നിന്നൊരു ചേച്ചി ഡാൻസ് ചെയ്യുവാണ്, ബട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെക്സി ആയിട്ട് തോന്നും. ഇവർ യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ സിൽക്ക് സ്മിത, ഷീസ് വെരി അട്രാക്റ്റീവ് ആൻഡ് ഷീസ് വെരി സെക്സി, ആൻഡ് ദാറ്റ് ഇസ് ഇപ്പം ഞങ്ങളുടെ അമ്മയൊക്കെ പറയും സിൽക്ക് സ്മിതയുടെ ശരീരം കൊണ്ടല്ല പുള്ളിക്കാരി സെക്സി ആവുന്നത്, ഹെർ ഫേസ് ഇറ്റ് സെൽഫ് ഇസ് സോ അട്രാക്റ്റീവ് ആൻഡ് സോ മെസ്മറൈസിങ് ദാറ്റ് ആൾക്കാർക്ക് ശരീരം ഒന്നും കാണണ്ട, അവരുടെ മുഖം കണ്ടാൽ മതി. ഷീസ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് സെൻസ്, ഷീസ് വെരി അട്രാക്റ്റീവ് ആൻഡ് അല്യൂറിങ് ആൻഡ് അട്രാക്റ്റീവ് ഇൻ ദാറ്റ് സെൻസ്. കണ്ണുകളിൽ തന്നെ ഒരു ആ എന്തോ ഒരു നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ എന്തോ ഒരു ഉണ്ട്. ഇതുണ്ട് പുള്ളിക്കാരിയുടെ കണ്ണുകൾക്ക്, ഒരു പവറുണ്ട്. മുടിയാണെങ്കിൽ ഐ ലവ് ഹെർ ഹെയർ, ഷീസ് വെരി ബ്യൂട്ടിഫുൾ ഹെയർ. അപ്പം അങ്ങനെ കുറെ ഭയങ്കര പല ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ പുള്ളിക്കാരിയുടെ മുഖത്ത്. അപ്പം അപ്പൊ അവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ അതാണ്. അപ്പൊ ആ എക്സാമ്പിളിനെ വെച്ചിട്ട് അതായത് സിൽക്ക് സ്മിത ആയിരുന്നു ഈ റോളിനെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ പെർഫെക്റ്റ്. അത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, സിൽക്ക് സ്മിത ആണ്, പെണ്ണ്, എന്താ കൊച്ച് തന്ത വലിയവൻ അങ്ങനൊന്നും ഇല്ല, അല്ലെങ്കിൽ പെണ്ണും പിള്ള അമ്മച്ചി അമ്മാവൻ അങ്ങനൊന്നും ഇല്ല, അല്ലെങ്കിൽ സായിപ്പ് മദാമ്മ അങ്ങനൊന്നും ഇല്ല. ആർക്ക് കണ്ടാലും ഷീസ് ലൈക്ക് ഓക്കെ, കോമള താമര കളിക്കുമ്പോ വാവ്. അതൊരു വലിയ ചോദ്യമായിട്ട് തന്നെ പടം കണ്ട സമയത്തൊക്കെ ഞങ്ങളെങ്ങനെ ചോദിച്ചു, ആരായിരിക്കും പക്ഷെ പകരം ആരെയാണ് മലയാളത്തിൽ നിന്ന് അങ്ങനെ This കാസ്റ്റ് is ചെയ്യുക? not something that we are not going against രജീഷയ്ക്ക് അഗേൻസ്റ്റ് ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഷീ ഈസ് ആപ്റ്റ് ഫോർ ദിസ് റോൾ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അത് കണ്ടോണ്ടിരുന്നപ്പോ തന്നെ ഞാൻ പുള്ളിക്കാരിക്ക് ആലോചിച്ചു. ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ് എന്താണേലും. പല ഇതിലൊക്കെ എന്താ പറയുന്നത്, യൂഷ്വൽ ആ ഒരു പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ നിന്ന് എന്തായാലും പുറത്ത് വന്ന ഒരു റോളും കുറെ അത് ശ്രമിച്ചിട്ടുണ്ട്. പുറത്ത് വന്നാൽ മാത്രം പോരല്ലോ. അതിപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ലോകക്കകത്തില് കല്യാണി പ്രിയദർശന്റെ ലോക കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ട പടം ഏതാണെന്ന് അറിയാം? മറ്റേ ഒരു ഫുട്ബോൾ കമന്ററി കമന്ററി. പറഞ്ഞു. അതാണ് ഞാൻ കണ്ട പടം. പക്ഷെ ഫുട്ബോൾ കമന്ററി ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ബ്രോഡാഡിക്കകത്തില് അങ്ങനത്തെ ഒരു സട്ടിൽ റോളൊക്കെ അഭിനയിച്ചിട്ട് പുള്ളിക്കാരി വന്നിട്ട് നമ്മളെ കൺവിൻസ് ചെയ്ത് പുള്ളിക്കാരി യക്ഷിയാണെന്ന്, അതെ, പുള്ളിക്കാരിക്ക് ആക്ഷൻ ചെയ്യാൻ ആക്ഷൻ പറ്റും, സീക്വൻസുകളും അടിപൊളിയായിട്ട് പൊളി ചെയ്യാന്നുള്ള നമുക്ക് എന്ന് നമുക്ക് തോന്നി. ഇത് തോന്നി. കൊള്ളാം. യെസ്. എന്താ ഒരു പെണ്ണ് വന്നിട്ട് അടിച്ച് അവന്റെ കെണ്ട ഇപ്പൊ പൊട്ടിക്കുമ്പോ അത് കൊള്ളാം, നൈസ്, പറ്റും എന്ന് ആരെങ്കിലും നമുക്ക് എന്നോട് തോന്നി. വന്നിട്ട് പറയാണ് കല്യാണി പ്രിയദർശൻ ഇതുപോലെ ഭയങ്കര ആക്ഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു, ഒന്ന് പോയടാ അവിടുന്ന് എന്ന് നമുക്ക് പറയാം. കാര്യം നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, അതെ. പക്ഷെ അത് നമ്മളെ സൂപ്പറാണ്, നമുക്ക് ഫീൽ ചെയ്തു, നമുക്ക് ഗുസ്ബംസ് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കത് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. യെസ്. അത് കാരണം ഇതിന് മുന്നേ ജോജുവിന്റെ കൂടെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള പടം, അത് ബോക്സിംഗ് ഞാൻ പടമാണ്. കണ്ടിട്ടില്ല കേട്ടോ. അതിപ്പോ കണ്ട ആരോടോ ഞാൻ അന്നേരം ചോദിച്ചായിരുന്നു, പുള്ളിക്കാരിക്ക് എങ്ങനെ ആക്ഷൻ. ചക്രവാണി പറഞ്ഞായിരുന്നു ഇങ്ങനെ അതിന്റെ അകത്ത് നന്നായിട്ടുണ്ടെന്ന്. ചക്രവാണിയോടായിരുന്നോന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ, അത് കൺവിൻസിങ് ആയിട്ട് പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റിയോ, ആക്ഷൻ അല്ലേ, പുള്ളിക്കാരിയെ കൊണ്ട് പറ്റിയോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ അത് ആ ചോദിച്ച എനിക്ക് തന്നെ അടിക്കാൻ തോന്നി ഇത് ലോക കണ്ടപ്പോഴത്തേനും, ബിക്കോസ് ഷി വാസ് സോ കൺവിൻസിങ്. ഷി ഡിഡ് ഇറ്റ്. നമ്മളെ വിശ്വസിപ്പിച്ചു പുള്ളിക്കാരി യക്ഷിയാണ് എന്നുള്ള കാര്യത്തിൽ. ആൻഡ് അതാണ് ഡിഫറെന്റ് റോൾ എടുത്തു എന്നുള്ളത് ഓക്കെ. പക്ഷെ ഡിഫറെന്റ് റോൾ എടുത്ത് അത് അത് ബലിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്തിലെ കാര്യം അത് മറ്റേ എന്നുള്ളത്. പയ്യൻ പറഞ്ഞ പോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ഗണത്തിൽ എനിക്ക് പുള്ളിക്കാരിയുടെ മാക്സിമം പുള്ളിക്കാരി ചെയ്തു എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ല, കാര്യം അത് ആക്ച്വലി കുറെ ഓഡിയൻസിന് അത് കൺവിൻസിങ്ങും സെക്സി ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളിക്കാരി പ്രശ്നം പെർഫെക്റ്റ് സെൻസ്. ആയിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലര് ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു, അതായത് മെയിൽ ആക്ടറിന്റെ, അതായത് നിരഞ്ജന്റെ ഇത് അത്ര അങ്ങോട്ട് വന്നില്ല, പക്ഷെ രജിഷ ഗംഭീരമായിരുന്നു, സൂപ്പറായിട്ട് ചെയ്തു എന്ന് ഫീൽ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അത് പലർക്കും അങ്ങനെ, ഗംഭീരായിരുന്നു. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ പുള്ളിക്കാരിയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആ ഒരു അവതാരം കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്.
പക്ഷേ ഉണ്ടാവും. ഞാൻ കൂടുതലും കേട്ടത് ഈ ഒരു ഇതാണ്. നമ്മളൊക്കെ ഒരു മൈൽഡ് ആയിട്ടാണ് പറയുന്നത്. അതൊരു ഓക്കെ, അത് ഒരു മിഡ് എക്സ്പീരിയൻസ് ആ, ആയിരുന്നു. ആ, ചിലര് തീരെ ഇതായി മിസ്കാസ്റ്റ് ആയിരുന്നു എന്നുള്ള ആ. രീതിയിൽ അങ്ങനെ അത്രയും ഇതില് പറയുന്ന ആളുകളും ഉണ്ട്. കാരണം പുള്ളി എന്താണ് ഇത് വേറെ ഈ ഇന്റർവ്യൂവിനകത്തില് പുള്ളി പറയുന്നത് അതായത് കൃഷാന്ത് ഇതിന്റെ ഡയറക്ടർ പറയുന്നത് രജീഷയുടെ ജൂണാണ് ആദ്യം കണ്ട പടം. ജൂൺ കണ്ടിട്ടാണ് പിന്നെ ബാക്കിയുള്ള മധുരമനോഹരം ആദ്യം കണ്ടു. കണ്ടിട്ട് അതിലെ കോമഡി ഭയങ്കരമായിട്ട് അതിനകത്ത് തന്നെ വർക്കായി. പുള്ളിക്കാരി അങ്ങനെ വലിയ കോമഡി ഒന്നും പറയുന്നൊന്നും ഇല്ലേ? ഇല്ല. ഞാനത് ഇല്ല. കണ്ടിട്ടില്ല. അതിന്റെ കോമഡി ആളെന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ നിന്ന് എനിക്ക് ഷറഫുദ്ദീൻ. വരുന്നത് ഷറഫുദ്ദീനാണ്. അപ്പം എന്തുവാ അപ്പൊ അതിനകത്തില് പുള്ളിയാണ് കോമഡി അല്ല, അതൊരുമാതിരി സിറ്റുവേഷണൽ ട്രാജഡി നടക്കുവാണ്. പക്ഷെ അത് നമുക്ക് കോമഡി ആയിട്ട് തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രത്യേക സിറ്റുവേഷൻ ആണ്. ഇറ്റ്സ് വെരി നൈസ്, വെരി ഹ്യൂമറസ് അല്ല, ഒരു ഡാർക്ക് ഹ്യൂമറാണ്. സിറ്റുവേഷണൽ ഡാർക്ക് ഹ്യൂമർ ആണ് ആക്ച്വലി അത്. പക്ഷെ അത് എക്സാക്ട്ലി ഡാർക്ക് ഹ്യൂമർ നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഒരു മനുഷ്യന്റെ വൃത്തികെട്ട അവസ്ഥ നമുക്ക് കാണുമ്പോൾ നമുക്ക് ചിരി തരുന്ന ഒരു നമ്മളിലെ പ്രത്യേക, സാഡിസ്റ്റുകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അതായത് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫീമെയിൽ കോഴിത്തരം എന്നുള്ളതാണ് അതിന്റെ സ്പോയിലറും കൂടെ ആയിരുന്നു കേട്ടോ, ഇനി കണ്ടിട്ടില്ലെങ്കിൽ. അപ്പൊ ഈ അപ്പൊ പുള്ളി പറഞ്ഞത് ആദ്യം അത് കണ്ടു, പിന്നെ പുള്ളിക്കാരിയുടെ ഒരു സീരീസ് ഓഫ് പടങ്ങളെല്ലായിരുന്നു പുള്ളി ഇരുന്ന് കണ്ടു. ജൂണിലൊക്കെ കോമഡിയൊക്കെ നന്നായിട്ട് പുള്ളിക്ക് വർക്കായി. ജൂണ് അപ്പൊ ഞാൻ ഇങ്ങനെയുള്ളോട് പറഞ്ഞു, പുള്ളിക്കാരിയുടെ ഹ്യൂമർ സെൻസ് പുള്ളിക്ക് വർക്കായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ പടത്തിന്റെ ഡയറക്ടറും എഡിറ്ററും VFX ഡിസൈൻ അങ്ങനെ പല മേഖലകളിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഈ നമ്മളിപ്പോ ഞങ്ങള് ബാലയ്യ പടങ്ങൾ, ഞാൻ ഇവളെ ഒരു പടമാണ് കാണിച്ചത്. നമ്മുടെ ഒരെണ്ണം മതിയായിരുന്നു അഖണ്ഡയാണ് എന്നെ കാണിച്ചത്. കൺവേർട്ട് ചെയ്യാൻ. ഒരെണ്ണത്തിന്റെ അഖണ്ഡ ആവശ്യമില്ല. കാണിച്ച് അതിനുശേഷം കുറച്ച് പടങ്ങൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോ ബാലയ്യയുടെ ഏത് പടം കണ്ടാലും നമുക്ക് ഓക്കെ ആണെന്നുള്ളൊരു അതുപോലെ പിന്നല്ലേ ജയ് ബാലയ്യ, അതുപോലെ ജയ് ബാലയ്യ. അതുപോലെ രജീഷയുടെ ഇങ്ങനെ ഒരു 5-6 പടം ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഭീരമായിട്ട് തോന്നി. അതും പുള്ളി പറയുന്നത്, പുള്ളി എഡിറ്ററും കൂടെ ആയതുകൊണ്ട് മറ്റു പല ആക്ടേഴ്സിന്റെയും അവരുടെ ബാഡ് ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനെ ഇത് വരുന്ന സ്ഥലത്ത് പുള്ളി അത് കട്ട് ചെയ്ത് കളയേണ്ട വരാറുണ്ട്. പക്ഷെ രജീഷയുടേതിന് പുള്ളിക്ക് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മറ്റേ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേത് ഇപ്പൊ ഒരു സ്പെക്ട്രം ആണെങ്കിൽ അതിങ്ങനെ പൊങ്ങിയും താന്നും വേവ് പോലെ വരുന്ന രീതി, ബാഡ് ആക്ടിങ്ങും ഗുഡ് ആക്ടിങ്ങും പെർഫെക്റ്റ് സാധനം എല്ലാം വരുമായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരേ സാധനം തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ബാഡൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓക്കെയാണ്. അതുകൊണ്ട് പുള്ളിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല. അല്ല, ഈ പറഞ്ഞ പോലെ ഒരു ബാലയ്യ എഫക്ട് പോലെ ഒരു രജിഷ എഫക്ട് പുള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഈ പടങ്ങളെല്ലാം തീർച്ചയായും കണ്ട് അന്യായ ഹ്യൂമർ അതാവാനാണ് സെൻസ് ആണ്. ചാൻസ്. ഇപ്പൊ ഈ ഞഞ്ഞാ പിഞ്ഞ എന്നുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, മറ്റാരോ ആണ്, പുള്ളിയുടെ ക്രൂവിലുള്ള ആ വേറെ ആരോ ആണ് ആ ഒരു സജഷൻ പറഞ്ഞു. പറഞ്ഞത്. അത് രജീഷ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് തോന്നി. എനിക്കത് കണ്ടപ്പോ അങ്ങനെ ഒന്നും ഫീൽ തോന്നിയില്ല. ചെയ്തില്ലായിരുന്നു കേട്ടോ. അത് പക്ഷെ നമുക്ക് രജീഷയോടുള്ള ബയസോ അങ്ങനത്തെ അല്ല കാര്യമൊന്നും അല്ല അല്ല. അല്ല കാര്യം അല്ല അതൊരു പുള്ളിക്കാരിയുടെ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയില്ലെന്നുള്ളതാണ്. അത് ആ ഒരു ഫുൾ സിനാരിയോ എനിക്ക് കോമഡി ആയിട്ട് പ്രത്യേകിച്ചൊന്നും അങ്ങനെ വികാരമൊന്നും ഇപ്പൊ ഈ സൃഷ്ടിച്ചു. ജൂണൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാര്യം എനിക്ക് അയ്യോ, ജൂണിന് കുറച്ച് കണ്ടപ്പോ തന്നെ കാണാതിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. മതിയായിരുന്നു എനിക്ക്. അത് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇങ്ങനത്തെ പാസം, ക്രിഞ്ച് അങ്ങനത്തെ സാധനം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നീ ഒരു ഡാഡീസ് പയ്യെ ലിറ്റിൽ പ്രിൻസസ് അല്ലായിരുന്നു. ജൂൺ അതൊക്കെ അവർക്കാണല്ലോ ഇഷ്ടപ്പെട്ടത്. അത് ലിറ്റിൽ പ്രിൻസസ് ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഇച്ചിരി പാടാ. ഇതാണേലും അപ്പം അറിയില്ല. അങ്ങനെയൊക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് പക്ഷെ നല്ല മ- പാട്ടുകളുണ്ട് കേട്ടോ ജൂണില്. എനിക്ക് തേൻ കിളി എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാട്ടാണ്. ഉം. അപ്പൊ പിന്നെ ഈ പുള്ളിക്കാരിയാണ് ഒരു മെയിൻ ഇതായിട്ട് നമുക്കങ്ങനെ കാസ്റ്റിങ്ങിന്റെ മറ്റ് ഇവരുടെയൊക്കെ പെർഫോമൻസസ് ഒക്കെ നോക്കിയാൽ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആയിരുന്നു. ഉം. അങ്ങനെ എനിക്ക് പിന്നെ ദിവ്യപ്രഭയുടെ ഒന്നും അങ്ങനെ വലിയ ഇതായിട്ട് അങ്ങനെ അവരൊന്നും എനിക്ക് അത്രയും കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഈ ഈ അതായത് നായകനുണ്ട് നിരഞ്ജൻ എന്നല്ലേ പുള്ളിയുടെ പേര്? നിരഞ്ജ് നിര നിരഞ്ജ് 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 ഓക്കെ, നിരഞ്ജ്, സോറി. അപ്പൊ ഇനി നിരഞ്ജനാണോ നിരഞ്ജായത് അതറിഞ്ഞൂടെ കേട്ടോ. അതിന് അറിയത്തില്ല. നിരഞ്ജനാണ് കിടക്കുന്നത്. പുള്ളിയുടെ ആക്ച്വലി പുള്ളി ഒരു മിസ്കാസ്റ്റ് ആയിരുന്നോന്ന് എനിക്കറിയത്തില്ല. പുള്ളി അങ്ങനെ മാറ്റണം എന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് കാര്യം പുള്ളിയുടെ വോയിസ് വോയിസ് പെർഫോമൻസ് ഭയങ്കര അതിഗംഭീരമായിരുന്നു. നല്ലതാ. ഞാൻ ഇവനോട് പറയുമായിരുന്നു, കണ്ണടച്ചിരുന്ന് നീ പടം കാണ്, നിനക്ക് ചിരിക്കാൻ തോന്നും അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. കാരണം അത് നല്ല
ശബ്ദം കൊണ്ട് നമ്മളെ ചിരിപ്പിക്കാൻ ഒരു കഴിവുണ്ടല്ലോ. അത് അവൻ ഭയങ്കര എക്സലന്റ് ആണ് അവൻ. കാരണം നമുക്ക് പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ പുള്ളിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പുള്ളിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ മുഖത്തോട്ട് നോക്കരുത് നമുക്ക് മനസ്സിലാവില്ല. അതാ അവിടെ ഒരു അത് അത് ഇങ്ങനെ ഒരു ഇതൂടെ പറഞ്ഞു. അതായത് പടം തുടക്കത്തീന്ന് അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നതനുസരിച്ച് ആ. അതില് കുറച്ച് വ്യത്യാസങ്ങള് വരുന്നുണ്ട്. അപ്പൊ ഉം. ഞാനോർത്ത് ഇനിയിപ്പം തുടക്ക ഭാഗത്തൊക്കെ ഇവൻ കുറച്ച് സട്ടിലായിട്ട് വെക്കുന്ന രീതിയിലായിരിക്കും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവന് ഈ വൈകാരികത പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടല്ലോ. എന്നിട്ടും വലിയ അപ്പം പ്രകടനമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. അവനൊരു തോന്നിയത്. ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ, അവിടെ ആ, എന്നുള്ള ആ. രീതിയിൽ. എനിക്കിത് ഒരുമാതിരി ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ഷൂട്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. കാരണം ആദ്യത്തെ അഭിനയം പ്രത്യേകിച്ച് അഭിനയമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ അങ്ങോട്ട് ബെറ്ററായി വന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അത് തോന്നിയത്. നമ്മളതിനെ അങ്ങട് യൂസ്ഡ് ആയി മാറിയതാണോ എന്ന് അതും അറിയാൻ പാടില്ല. എനിക്കറിഞ്ഞൂടാ കേട്ടോ. കാരണം ഇത് ഞാൻ ഈ വോയിസിന്റെ കാര്യം പ്രത്യേകിച്ച് നമുക്ക് അതിന്റെ ഡ്രാസ്റ്റിക് ഡിഫറൻസ് മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയാമോ? അതായത് ഈ ക്യാരക്ടർ മറ്റേ കൊലപാതകം ചെയ്തു സൈമൺ. എന്ന് ആ ആ ആ, അല്ല സൈമൺ അല്ല, നമ്മുടെ നിരഞ്ജന്റെ ക്യാരക്ടർ എന്താണ് ബിമൽ എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്, ബിമൽ. അപ്പം ബിമല് ഇവിടെ വന്ന് പെടുകയാണ്. അതായത് ഈ ഗെയിമിനകത്തില് ഈ പുള്ളിക്കാരി കൊന്നിട്ടിരിക്കുന്ന മുറി വന്ന് പെടുകയാണ്. അതേ സിനാരിയോ തന്നെ സൈഡില് ഈ അതാ ഞാൻ പറഞ്ഞ ഷാജി സൈമൺ. ഷാജിയേട്ടൻ ഷാജിമോനാണ് സൈമൺ ആയത്. സൈമൺ ആയത്. അതെ അതെ, കറക്റ്റ്. എനിക്ക് ഇച്ചിരി കൺഫ്യൂസ് ആയി, സോറി. അപ്പൊ ഈ ഷാജിയേട്ടൻ എന്ന് പറയുന്ന ഈ സൈമൺ, സൈമൺ, എന്താണ് ഇതേ സിനാരിയോയില് ആ മുറിയിൽ വന്ന് പെടുന്നുണ്ട്. അപ്പം ഇവര് ഒരേ ആക്ഷൻസ് ആണ് ചെയ്യുന്നത്. കാരണം ഷാജിയുടെ അല്ലെങ്കിൽ സൈമണിന്റെ മെമ്മറിയാണ് എന്താണ് ബിമൽ ആ ബിമല്. സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു കോൺട്രാസ്റ്റ് കാണാൻ പറ്റും ഇവര് തമ്മിൽ. ഇവര് സെയിം ആക്ഷൻസ് ചെയ്യുന്നതുകൊണ്ടും സെയിം ഡയലോഗ്സ് പറയുന്നത് കൊണ്ടും നമുക്ക് ഇവര് തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് കിട്ടും. കാരണം അല്ലാതെ കോൺട്രാസ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോ ഇവര് രണ്ടുപേരും എന്തേലും മണ്ണെണ്ണ ഉണ്ട് സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇവര് ഈ സൈമണിന്റെ മെമ്മറിയിലോട്ട് കേറുന്നവർക്ക് പല ആൾക്കാരെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ, ഡിങ്കപ്പൻ. ഡിങ്കപ്പൻ ഡ്യൂഡിനെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ബിമലിന്റെ വൈഫിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ മോറൽ ഈ സയൻസ് മോറൽ സാറ്. സയൻസ് ടീച്ചർ ആ ഡ്യൂഡ് കേറുന്നുണ്ട്. മറ്റേ അവിടുത്തെ വർക്കർ. ഈ ഭയ്യ അവൻ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, അവൻ കേറുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല. അപ്പൊ ഇങ്ങനെ കുറെ പേര് കേറുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ആൽഫയൊക്കെ നമുക്ക് കേറുന്നുണ്ട്. ആൽഫ കേറുന്നുണ്ട്. ശരി. അങ്ങനെ കുറെ പേര് കേറുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ആക്ഷൻ ആണ് നമുക്ക് കമ്പയർ ചെയ്യാൻ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡയലോഗ്സ് കമ്പയർ ചെയ്യാൻ കിട്ടും ഈ ഒരു റൂമിനകത്തുള്ള ഈ കൊലപാതക സീനിൽ. അപ്പൊ ഇവിടെ ഞാനിത് കണ്ടോണ്ടിരുന്നപ്പോ ഇവനോട് ഇങ്ങനെ പറയുമായിരുന്നു. മറ്റേ എന്താ, എടാ ഇത് എന്താ നീ ആ സൈഡിൽ നിന്ന് പിടിക്കും, നമുക്ക് പൊതിഞ്ഞെടുക്കാം എന്ന് പുള്ളിക്കാരി പറയുമ്പോ പൊതിഞ്ഞെടുക്കാൻ എന്തോന്ന് ഷവർമ്മ. ഷവർമ്മയോന്ന് ചോദിക്കുന്നത് അല്ലേ? അത് മറ്റവന്റെ അതിന്റെ ഡെലിവറിയാണ്. വിമലിന്റെ നല്ലത്. ഡെലിവറിയാണ് കറക്റ്റ്. അത് നമുക്ക് ആ മോഡുലേഷൻ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ആ വോയിസ് മോഡുലേഷൻ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ അതേസമയം മറ്റേ പുള്ളി പറയുമ്പോൾ ഓക്കെ, അതൊരു ഡയലോഗ് പുള്ളി. പക്ഷെ പുള്ളിയുടെ ആക്ഷൻസ് ഒക്കെ നല്ലതാണ്. പുള്ളിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി കൊള്ളാം. പുള്ളി ഒരു നല്ല പോയിട്ടാണ്. എക്സ്പ്രഷൻ വൈസ് ഇവൻ പെർഫെക്റ്റ് ആയി. മറ്റേത് വോയിസ് ഡയലോഗ് വൈസ് വൈസ് വിമൽ. അവനാണ് പെർഫെക്റ്റ് ആയത്. എനിക്ക് ഇവന്റെ മറ്റേ സാധനം ഭയങ്കര ഇഷ്ടം. അവനെ കണ്ടു കഴിഞ്ഞാൽ കാമക്കണ്ണുള്ള ഒരുത്തന്റെ പേര് അശ്വത്തിന് പ്രശാന്ത് രോമം അലക്സ് എടുത്ത് തലയിലൊട്ടിച്ച പോലെ ഇരിക്കും. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പോലത്തെ വിഗാന്ന് പറഞ്ഞ് അന്യായിട്ട് വരുന്നു. അയ്യോ! എനിക്ക് വയ്യ. അതാ ഞാൻ പറഞ്ഞെ. അപ്പൊ ഇങ്ങനത്തെ വോയിസ് വെച്ചിട്ട് ചെയ്യുന്ന മോഡുലേഷൻ ചെയ്യുന്ന പരിപാടി എക്സ്ട്രാ ഓർഡിനറിലി ഗ്രേറ്റ്. അതൊരു 4K എന്താണ് ശ്രവ്യ മികവില് നിങ്ങൾക്ക് കാണാം. ദൃശ്യ മികവല്ല, ശ്രവ്യ മികവ്. കാരണം കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് 4K ഒന്നല്ല. ഒരു 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 480 720 ഇല്ല, 480 320p എന്നൊക്കെ പറയുമ്പോ 320 അത്രയില്ല. കുഴപ്പമില്ല. ഒരു 480 അത്രയൊക്കെ, ഒരു 720 എത്തിയിട്ടില്ലെന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ലെജൻഡ് ശരവണനിലും മഹേഷ് ബാബുവിനിൽ നിന്ന് ഒരു പൊടിക്ക് മഹേഷ് ബാബുവിനേക്കാളും മഹേഷ് ബാബുവിനൊന്നും അതായത് മഹേഷ് ബാബുവിൽ നിന്ന് പോരുകയും ചെയ്തു, എന്നാല് ഇങ്ങടെ എത്തിയുമില്ല എന്ന് ഇല്ല. പറയുന്ന ഒരു അവസ്ഥയിലാണ്. കറക്റ്റ്. അങ്ങനത്തെ ഒരു അവസ്ഥയില്. അപ്പൊ കാസ്റ്റിംഗ് വൈസ് ഇത് എനിക്ക് ഇച്ചിരി ഇതാണ്. എനിക്ക് ഈ പുള്ളിയെ ചേഞ്ച് ചെയ്യണമെന്നില്ല. കാരണം എനിക്ക് ആ പുള്ളിയുടെ വോയിസിന്റെ സാധനം എനിക്ക് ആ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വോയിസ് ആക്ടിങ് സൂപ്പർ, അടിപൊളി. പക്ഷേ കാരണം നമ്മൾ ഈ ഫസ്റ്റ് സീക്വൻസിൽ
അവര് ഫുഡ് കഴിക്കാൻ പോയിരിക്കുമ്പഴത്തേനും ഞാൻ അതിനോട് രണ്ടാമത്തെ വട്ടം കണ്ടപ്പോ ഞാനിങ്ങനെ പറയായിരുന്നു. അവര് ഫുഡ് കഴിക്കാൻ പോയിരിക്കുമ്പഴത്തേനും പുള്ളിയുടെ മോന്തയ്ക്കകത്തെ എക്സ്പ്രഷൻ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. പക്ഷെ പുള്ളിയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ, ആ ഒരു കൊച്ച് പോയതിന്റെ സങ്കടം, പിന്നെ ഈ നീ എന്ത് ഈ കഴിക്കുന്നെ? ഇവനെന്ത് എപ്പഴും കഴിച്ചോണ്ടിരിക്കുന്നെ? പാൻഡയാണോ? അങ്ങനെന്തോ പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ വോയിസില് പുള്ളി കോമഡി കൊണ്ടുവരുന്നുണ്ട്, ഡിപ്രഷൻ കൊണ്ടുവരുന്നുണ്ട്. നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. മുഖത്ത് നാ 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 അതില്ല. അത് അതിന്റെ അവസ്ഥയാ. അപ്പൊ എനിക്കറിഞ്ഞൂടാ. ചേഞ്ച് ചെയ്യണംന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് അത് പുള്ളി ആക്ടിങ്ങിൽ ഇംപ്രൂവ് ആവാനുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. അതാണ്. പക്ഷെ ഒരു നല്ല കാസ്റ്റിംഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ്. ഒബ്വിയസ്ലി സുരേഷ് കൃഷ്ണയൊക്കെ ഡിങ്കപ്പൻ ആസ് യൂഷ്വൽ പെർഫെക്റ്റ്. പെർഫെക്റ്റ്. അങ്ങനത്തെ എന്താ നമ്മുടെ സീനിയർ കാസ്റ്റിനെ ഞാൻ പറയുന്നില്ല. നന്ദു പൊതുവാളൊക്കെയാണ്. എന്നുവെച്ചാൽ നന്ദു പൊതുവാൾ ജഗദീഷ് നന്ദു ആണേലും നന്ദു ആണേലും നല്ലായിരുന്നു. ജഗദീഷ് നൈസ്. ഈവൻ ആ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ ആക്ടേഴ്സും അത്യാവശ്യം നല്ലതായിരുന്നു. എല്ലാരും ആണ്. അവനവന്റെ റോളിന് വേണ്ടത്രയൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം അതായത് ഇവൻ കൊള്ളാം എന്ന് തോന്നിയത് വിഷ്ണു വക്കീല്. അഗസ്ത്യയും അടിപൊളിയായിരുന്നു. വക്കീലല്ലേ? വക്കീല്. വക്കീല്. ആ പുള്ളി സൂപ്പറായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ആ വക്കീലിനോട് ഇവൻ കൊള്ളാം. ഇവനെ ഏൽപ്പിച്ച് കഴിഞ്ഞാ എനിക്ക് ജയിലിൽ പോണ്ട വരൂല്ല എന്ന് തോന്നുന്ന പുള്ളിയുടെ വൈബ്. കോമഡികളെല്ലാം നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്തു. പുള്ളി ചെയ്തു. പറഞ്ഞ അതെ, അതെ, ഇതൊക്കെ. അതെ. നല്ലായിരുന്നു. അപ്പം അങ്ങനെ. അപ്പൊ അതാണ് കാസ്റ്റിംഗ് വൈസ് എനിക്ക് തോന്നുന്നു അവര് രജീഷയിലാണ് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി പോയത്. ബട്ട് എന്താ പറഞ്ഞാ അങ്ങനെ ആ പുള്ളിക്കാരിയോട് എനിക്കൊരു ഹെയ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ പുള്ളിക്കാരിക്ക് ഈ റോള് പുള്ളിക്കാരി അങ്ങ് പുൾ ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. കൊളമാക്കി എന്നുള്ള ഇതല്ല. ആ ക്യാരക്ടർ അവരുദ്ദേശിക്കുന്ന പൂർണ്ണതയിൽ അതിന്റെ എത്തിച്ചില്ല. കംപ്ലീറ്റ് എഫക്റ്റിൽ എത്തിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കൊളവാക്കിയോ ഇല്ലയോ? ഇല്ലാന്നും പറയാൻ പറ്റൂല. കാരണം അവസാനത്തെ സൈക്കോട്ടിക് സീൻ കണ്ടപ്പോ ഞാൻ മോണലോഗൊക്കെ ചില മസ്തിഷ്ക ഇച്ചിരി മരണം സംഭവിച്ചു. ബുദ്ധിമുട്ടുകൾ, ചെറിയ അത് ഇച്ചിരി അത് അവര് തന്നെ ഡയറക്ടർ തന്നെ മോക്ക് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ആ ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഇതിനകത്തിൽ നിന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു. മോണാക്ട് പോലെ ഉണ്ട് കണ്ടിട്ട്. ഇത് എന്തോന്ന് ഇത് അവര് ഓവറായി മോണോ ആക്ട് പോകുന്നത്. പോലെ ഉണ്ടെന്ന് പറഞ്ഞു. വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടർ ഇതെന്ത് കഥകളി എന്നുള്ള രീതിയിൽ കഥകളി എന്ന് പറയുന്നത്. പറയുന്നു. കഥകളി തുടങ്ങിയെന്ന് അങ്ങനെ. അത് ഇവന്മാരിത് പറയുന്നതിന് മുമ്പേ ദിഗു ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതെന്ത് സ്കൂൾ നാടകത്തിലെ ഞാൻ മോണാക്ട്. പറഞ്ഞു കലോത്സവത്തിനൊക്കെ ഈ മോണാക്ട് കാണിക്കത്തില്ലേ, അതുപോലെ ഉണ്ട്. അതായിരുന്നു. അത് തന്നെ ഇവര് ന്യൂസിന്റെ ഇതിന്റെ അകത്ത് അത് അറിഞ്ഞുകൊണ്ട് ഇവര് പിന്നീട് വെച്ച വല്ലതും ആണോന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ നിനക്ക് ശാന്തി ബാലകൃഷ്ണന്റെ ഇതിലും ഒരു ഇത് വന്നതാണ്. ന്യൂസിന്റെ ഇതിന്റെ അകത്ത് അവളുടെ ആക്സന്റ്. നമ്മുടെ ലോകയുടെ എഴുത്തുകാരി അല്ലേ? പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ എനിക്ക് തോന്നി അവര് കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ആക്കാൻ വേണ്ടി ആക്സെൻച്വേഷൻ കൂട്ടിയതാണോ അതോ പുള്ളിക്കാരി സാധാരണ സംസാരിക്കുമ്പോൾ അങ്ങനെ മലയാളം ഇങ്ങനെ ഈ ഒരുമാതിരി വായിക്കത്തി കൊള്ളാത്ത പോലെയാണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം നിങ്ങളുടെ ഡിക്ഷനെ ഞാൻ കുറ്റം പറയാൻ പാടില്ല. ഇനി അങ്ങനെയല്ല ഈ പടത്തിന് വേണ്ടി നിങ്ങൾ ഇച്ചിരി ആക്സെൻച്വേറ്റ് ആക്കിയതാണെങ്കിൽ നല്ല നല്ല ബോറായിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഇത് 20 വർഷത്തിൽ നടക്കുന്ന കാര്യമാണ്. ഒരു 20 ഇയേഴ്സ് പ്ലസിൽ നടക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ഒരു അതായത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് വെച്ച് നോക്കണ്ട. സാധാരണ ഒരു ഞാൻ ഇച്ചിരി വിയേർഡായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ നോർമലായിട്ട് ഇപ്പം സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ദിഗുവിന്റെ സംസാരവും അതായത് മലയാളത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദിഗുവിന്റെ മലയാള സംസാരവും ഒരു 20 വർഷം മുന്നേ ജീവിച്ചിരുന്ന ഒരു 20 വയസ്സുകാരൻ, അതായത് ഇപ്പം 40 വയസ്സുള്ള ആളും സംസാരിക്കുന്നത് തമ്മിലുള്ള മലയാളത്തിന്റെ വാക്കുകൾക്ക് വ്യത്യാസം കാണും. പക്ഷെ മലയാളത്തിന്റെ ഈ ഒരു ചൊവയുടെ കാര്യമല്ല. അതാ ഇംഗ്ലീഷ് ചൊവയല്ല പുള്ളിക്കാരി കൊണ്ടുവരുന്നത്. വേറെ എന്തോ മലയാളത്തിനെ ചെയ്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് കേറ്റിയ ഒരു അതായത് രീതിയിലാണെങ്കിൽ ഒരുമാതിരി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, ഉറുമിയില് നിത്യ മേനോന്റെ പ്രസന്റ് ടൈമിലെ ക്യാരക്ടർ ഇല്ലേ, കോർപ്പറേറ്റിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ഇതുപോലത്തെ ഒരു സിമിലർ എന്തോ ഒരു ഹൈറ്റൻഡ് സത്യം പറഞ്ഞാൽ ആക്സന്റ്. ഞാനത് ഓർക്കുന്നില്ല അതിന്റെ ആക്സെന്റ് എന്തായിരുന്നു. ഇത് എനിക്ക് അറിയത്തില്ല. ഒരുമാതിരി വായിക്കകത്തില് വേറെന്തോ എന്തോ വായിക്കകത്ത് ലിസ്പ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് പ്രോബ്ലം ഉള്ള ഒരു ഇതുണ്ട്. അതായത് എസ് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ അവർക്ക് ഇതിന്റെ അകത്ത് മമ്മൂട്ടിയെ പോലെ കാപ്പാനയ്ക്കകത്ത് അങ്ങനെയല്ല, എന്തോ സാ വരത്തില്ലല്ലോ പുള്ളിക്ക്. വരത്തില്ല. അതുപോലെ അതിനെയാണ് ലിസ്പ് എന്നാണ് അതിനെ പറയുന്നത്. ആ ഒരു സ്പീച്ച് പാറ്റേൺ പ്രോബ്ലത്തിനെ. അത് സാംസൺ എന്ന് പറയുന്നത്, സാംസൺ നല്ല സഫ് ആ. പുള്ളിയായിരുന്നു. പുള്ളിയായിരുന്നു. അതുപോലത്തെ എന്തോ ഒരു സ്പീച്ച് പ്രോബ്ലം ഉള്ള പോലത്തെ ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. ഇനിയിപ്പോ ഈ സാമുവൽ ക്യാരക്ടർ ജാക്സന് ലിസ്പ് ഉണ്ട്. ഓ ആണോ?
ആ. ആ അത് ശരിക്കും. അത് ഉണ്ടായിരുന്നു. അത് ചേഞ്ച് ചെയ്യാൻ അതിനെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് പുള്ളി മറ്റേ പുള്ളിയുടെ ഫേമസ് വാക്ക് ഒരെണ്ണമുണ്ടല്ലോ. എംഎഫ് ആ മദർ ഹാ ഹാ മദർ ട്രക്കർ. അത് അത് അങ്ങനെ പറഞ്ഞ അത് വെച്ചിട്ടാണ് അതിന്റെ ആ ഒരു ഇതിനെ അത് വെച്ച് പുള്ളി പറഞ്ഞു ഓവർകം പഠിച്ച് നന്നാക്കിയതാണ്. ആ അത് വെച്ചിട്ട് പുള്ളി അത് ഇത് ഓ ഓവർകം ചെയ്തു ഓ എന്നുള്ള പൊളി. രീതിയിൽ. ആ അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. നൈസ് അതിനി ഇൻഫർമേഷൻ. ഏതവനെങ്കിലും ഈ മറ്റേ രമണൻ കണ്ട സ്വപ്നം ഇന്റർസ്റ്റെല്ലാർ അല്ല മറ്റേ ഇൻസെപ്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു പുള്ളി എന്നെ പറഞ്ഞ ഒരു ഇതിന്റെ അകത്ത് നിന്നാണ്ട് ഞാൻ എവിടെയോ കണ്ട ഇതാണ്. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. പുള്ളിയുടെ ആ ലിസ്പ് പുള്ളി ഇങ്ങനെ ഇത് ഓവർകം ചെയ്തു എന്നുള്ള. മാറ്റി. ആ ഓക്കെ ഓക്കെ. ഉം. ആ അപ്പൊ എനിവേസ് അപ്പം അതുള്ള എന്തോ ഒരു സ്പീച്ച് പ്രോബ്ലം ഉള്ള പോലത്തെ ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. അത് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി അതാണ് ഉദ്ദേശിച്ചതെന്ന്. എനിക്ക് തോന്നുന്നത് ഒരു 20 ഇയേഴ്സ് പ്ലസ് കഴിയുമ്പോഴത്തേനും ആൾക്കാര് ഇംഗ്ലീഷ് കയറി വന്ന് ഇങ്ങനെ ആകുന്നതായിട്ട് പുള്ളിക്കാരി ഇച്ചിരി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അല്ലേ? പുള്ളിക്കാരുടെ നോർമൽ ഇന്റർവ്യൂവിന്റെ അകത്ത് ഇങ്ങനെ എടുത്തു നോക്കിയപ്പം ഇതിന്റെ ഒരു കുറച്ചുകൂടെ ടോൺ ഡൗൺ വേർഷൻ ആണ്. ടോൺ ഡൗൺ വേർഷൻ ആണ് പുള്ളിക്കാരുടെ നോർമൽ സംസാരം. അപ്പൊ അത് അത് കുറച്ചുകൂടെ ഒന്ന് അതിന്റെ കയറ്റിപ്പിടിച്ച് ആവശ്യമില്ല. ആയിരിക്കാനുള്ള ഞാൻ സാധ്യതയുണ്ട്. കേട്ടിട്ടുണ്ട്. ലോകയുടെ ഇന്റർവ്യൂസ് കേട്ടിട്ടുണ്ട്. അതിനകത്ത് പക്ഷെ എനിക്ക് സാധാ മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. ഇത് അത് തന്നെ വന്നിട്ട് മതിയായിരുന്നു. കാര്യം മറ്റേ അത് തന്നെ പുള്ളി മതിയായിരുന്നു. നാച്ചുറൽ ആയിരുന്നു. മറ്റേ നമ്മുടെ എക്കോയില് മ്ലാത്തിച്ചാട്ടത്തിയുടെ മോനായിട്ട് വന്ന് ആ മലയാളി ആ മാമൻ. പുള്ളി മലയാളി മാമൻ നല്ലായിരുന്നു. പുള്ളി പെർഫെക്റ്റ് ആണ്. ഓക്കെ നൈസ്. പുള്ളിക്കാരി കാരണം ബാക്കിയുള്ള ഇതിപ്പോ പുള്ളിക്കാരി ഇത് ആക്സെന്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാം സംസാരിക്കുന്നത് സാധാ മലയാളം സാധാ സംസാരമല്ലേ. ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിൽ ഇരിക്കുന്ന വേറൊരു ചേച്ചിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളിക്കാരിയുടെ അത് വേറെ എന്തോ രീതിയിൽ പോയി. അത് പിന്നെ പോട്ടെ. അത് കുറച്ചു നേരം ഉള്ളായിരുന്നോണ്ട് അത്രയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇത് ഇച്ചിരി എനിക്കെന്തോ ഭയങ്കര awkward ആയിട്ട് തോന്നി. കേട്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു എന്തോ എന്തോ ശരിക്കും സ്പീച്ച് പാറ്റേൺ പ്രോബ്ലം ഉള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലത്തെ ഫീലിംഗ് എനിക്ക് വന്നത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ്. പക്ഷെ എനിക്ക് മനസ്സിലായി ഫ്യൂച്ചറിലെ മലയാളം ഇങ്ങനെ ഇംഗ്ലീഷ് ചേർത്തിട്ടുള്ള ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എത്തിയില്ല. അല്ലെങ്കിൽ ഒത്തില്ല എന്ന് നമ്മുടെ മുകേഷ് ചേട്ടൻ പറയുന്ന പോലെ. ജെമിനായി പറഞ്ഞത് ഇതിലെ എഐക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് ശാന്തി തീർച്ചയായും. ബാലകൃഷ്ണനാണെന്നാണ്. അതിന്റെ അത് ഒരു ഞങ്ങള് ഒരു ഈസ്റ്റർ എഗ് ഉണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെ പോയി കാണ്. എന്നിട്ട് അത് ആ എപ്പിസോഡ് കണ്ടിട്ട് തിരിച്ചു വാ. എന്ത് പറയുന്നു? അതെ അപ്പൊ അത് അത് അതിന്റെ ഒരു ദൈർഘ്യം അനുസരിച്ച് അത് യൂട്യൂബിൽ വരുമോ സ്പോട്ടിഫൈയിൽ മാത്രം ആക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണേലും അപ്പം കാസ്റ്റ് അതിന്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിലാണ് അനുഭവപ്പെട്ടത്. ഇനിയിപ്പോ പടം തന്നെ എടുക്കുവാണെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ റീകോള്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലേഡ് റണ്ണർ, എഡ്ജ് റണ്ണർ, പിന്നെ ന്യൂ റൊമാൻസർ, ഗോസ്റ്റ് ഇൻ ദ അങ്ങനത്തെ ഷെൽ. ഗോസ്റ്റ് ഇൻ ദ ഷെല്ല്, അങ്ങനത്തെ പല ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് പഴയ ഫ്യൂച്ചറിസ്റ്റിക് സൈബർ പങ്ക് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ ഈവൻ മേട്രിക്സ് എന്നുള്ള എലമെന്റുകളൊക്കെ ഉണ്ട്. ഇവരതിന്റെ ജയില് ഡിസൈൻ ചെയ്തിരിക്കുന്ന മേട്രിക്സ് അത് പക്ഷെ എനിക്ക് റെവല്യൂഷൻസിന്റെ മനസ്സിലായില്ല. അതെന്താ ഉദ്ദേശിച്ചത്? മെട്രിക്സ് ആ റെവല്യൂഷൻ അതിലതിന് ജയില് കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഗ്ലാസി ജയില്. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അത് ഞാൻ മുന്നേ ഞാനും കണ്ടത്. ഓർക്കുന്നില്ല അങ്ങനത്തെ ഒരു ഇതുണ്ടോന്ന്. അപ്പം ആ ഒരു ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് അങ്ങനത്തെ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവള് എന്നോട് പറഞ്ഞു ഷാജിമോന്റെ ഇത് മോർഫിയസിൽ നിന്ന് മോർഫിയസ്. പുള്ളിക്കൊരു ആ കണ്ണാടി ഇൻഫ്ലുവൻസ് ഉണ്ട്. മൊട്ടത്തലയും വലിയ കോട്ടും ആ, ലോങ് കോട്ടും കണ്ടപ്പം എനിക്ക് ആദ്യം അതാണ് മനസ്സിലേക്ക് വന്നത്. പിന്നെ ഈ സോജൻ നിഞ്ചനെ മറ്റേ അത്ഭുത ദ്വീപിന്റെ അകത്ത് പ്രിൻസുകളിൽ ഒരാളായിട്ട് കണ്ട പോലത്തെ ഒരു ആ, ഇത് നീ ആ. പറഞ്ഞായിരുന്നു. അതെ, അതെ. ഞാനും പുള്ളീനെ വേറെ അതെനിക്കാണെന്നാ ഏതോ എനിക്ക് ഇതിന് തോന്നുന്നത്. കണ്ടിട്ടുണ്ട്. കാരണം ആ മറ്റേ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം ആ പാട്ടിന്റെ അകത്തില് എല്ലാ പ്രിൻസസുകൾക്കും ഓരോ പെയറുകളുണ്ടല്ലോ. അതിനകത്തിൽ ഒരാളുടെ പെയറായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതാണോ അതോ പുള്ളിയുടെ ഈ പടയാളികളിൽ ആരെങ്കിലും ഒരാളാണോ ഒരാളാണോ? എന്ന് അറിയത്തില്ല. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കുന്ന ടൈപ്പ് റോളുകളിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ അതെനിക്കും പുള്ളിയെ കണ്ടപ്പോൾ തോന്നി. അപ്പം അത് ഇപ്പൊ ഈ ഷാജിയേട്ടന് വേറൊരു റെഫറൻസും കൂടെ ഉണ്ട്. മോർഫിയസ് മാത്രമല്ല, നമ്മുടെ മലയാളം റെഫറൻസ് ഉണ്ട്. ഷെക്സിയാണ് അറോട്ടമ്മനാണ്. രാത്രി കല്യാണം 10 മണി കഴിക്കാൻ കഴിഞ്ഞാൽ താല്പര്യം. തുടങ്ങിയവൻ എന്ന് പലരും കമന്റ് ചെയ്യുന്ന
ചോരയിലൊക്കെ എഴുതി കൊടുക്കരുത് അതെ, എന്നൊക്കെ അതെ, വെറുതെ അതെ. വേസ്റ്റ് ആവുന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ചിലപ്പോ അത് വർക്കൗട്ട് ആവാനും സാധ്യതയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇപ്പം നന്ദുവിന്റെ ക്യാരക്ടർ ആണെങ്കിലും ഹാരി കുമാർ ആണെങ്കിലും ശാന്തിപിള്ള അണ്ണനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് ആ. പറയുന്നത്. കാര്യം ചാനലിന്റെ പേര് ലൈറ്റ്സ് കട്ട് ക്യാമറ എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് കൊടുത്തേക്കുന്നത്. പുള്ളിയുടെ ഇതിന്റെ പേര് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നുള്ള ഇതിലാണ്. അപ്പം അങ്ങനത്തെ പക്ഷെ പുള്ളി അല്ല കാര്യം, അത് വേറെ ഇത് വേറൊരു രീതിയിലാണ് ഈ എങ്ങാരുടെ ഇത് പോയിരിക്കുന്നത്. പക്ഷെ ഈ അഴുക്കച്ചെറുക്കൻ ആ, തന്തേക്കാൾ മോശം തന്തേക്കാ മോശം. ഐക്കോണിക് ഡയലോഗ് മാമനേക്കാ മോശമാക്കിയത് ഇതിനകത്തില്. മാമനേക്കാൾ മോശമാക്കി. പിന്നെ ഈവൻ ദിലീപ് മറ്റേ കേസിന്റെ ഇതില് ജയിലിൽ പോകുന്നതിന്റെ അതിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് മറ്റേ എന്തിനാ ചേട്ടാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്, അതുപോലത്തെ ഒരു ആ, സിമിലർ സാധനം അതെ. ഇതിന്റെ കോർട്ട് സീനിന്റെ അവിടെ വരുമ്പോഴത്തേക്കും ആ, അങ്ങനെ ഇതിന്റെ കുറെ പേര് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്നാണ്. സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്നാണോ ശാന്തിപിള്ള സാറിന്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ, അങ്ങനെയാണ്. ഇത് സ്റ്റാർട്ട് ആക്ഷൻ കട്ടാണ് ഇതിനകത്തുള്ള സ്റ്റാർട്ട് ആക്ഷൻ ചാനലിന്റെ പേര്. കിട്ടാണ്. ഉം. ഓക്കെ കണ്ടോ സിമിലർ എല്ലാം ആയിട്ടുള്ള അറിയും എല്ലാം പറയും, അതാണ് എല്ലാം ടാഗ് ലൈൻ. പറയും ടാഗ് ലൈൻ. അപ്പൊ അപ്പൊ അങ്ങനെ കുറെ കൊറേ നമ്മുടെ റെഫറൻസുകളും മലയാളം പടം റെഫറൻസുകളുണ്ട് കേട്ടോ. ഇപ്പൊ കന്മദത്തിന്റെ റെഫറൻസ് കാണിക്കുന്നുണ്ടല്ലോ, മറ്റേ പുള്ളിക്കാരിയുടെ അവള് ഒരു ഫ്രിഡാസോമന്റെ ഫ്രാങ്കിൻ ഇതില്. ബൈറ്റ് റെഫറൻസ്. ആ, അതെ അതെ, ഉണ്ട് ഉണ്ട്. പിന്നെ മറ്റേ ഇതിന്റെ ഉണ്ട് കരൺ ജോഹർ ഇതിന്റെ അകത്ത് എന്തോ ആ, തരൺ ജോഹറോ അങ്ങനെ ആ, എന്തോ വേറെന്തോ പേരാണ്. തരുൺ ജോഹർന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അങ്ങനെ പല. സഞ്ജയ് ലീല ബൻസാലിയുടെ മറ്റേ പത്മാവതിന്റെ അതുപോലെ ആ ആ, പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഹിന്ദി പഠിക്കുന്നു. പിന്നെ ആ, ലാലേട്ടൻ മമ്മൂക്ക റെഫറൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടായിരുന്നോ? അതെ. സത്യേട്ടൻ എൻ നസീം, മോഹനൻ ആൻഡ് മുഹമ്മദ് ബേ മോഹൻനാഥ് ആൻഡ് മുഹമ്മദ്. മോഹനൻ മോഹൻനാഥല്ല. മോഹൻനാഥ് അല്ലേ? അല്ല, മോഹനാണോ? മോഹനൻ എന്നാണ് തോന്നുന്നത്. ഞാൻ ഉം. മോഹനൻ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഞാൻ കണ്ടതിന്റെ കുഴപ്പമാണോ എനിക്ക് അറിയത്തില്ല മോഹൻനാഥ് കേട്ടോ. എന്ന് വേറൊരു ഇതിന്റെ അത് പറയുന്നുണ്ട്, അപ്പം കണ്ടായിരുന്നോ? ചിലപ്പോ ഓക്കെ. മോഹൻനാഥ് ആയിരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ പിന്നെ ബേസിൽ ജോസഫും ടോവിനോനെയും ബേസി ആൻഡ് ടോബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടോബി എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞ അങ്ങനത്തെ റെഫറൻസസ്. പിന്നെ ആടുജീവിതത്തിന്റെ ഇത് പറയും, സാഡ് ജീവിതം എന്ന് ആ, പറഞ്ഞിട്ട് അതും പറയുന്നത്. പറയുന്നത്. പിന്നെ ഈ പിന്നെ അവിനാഷ് പാലോടിന്റെ ഒരു ഇന്റർവ്യൂ കാണിക്കുമ്പോഴത്തേനും എന്താണ്, അതെ 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 അതെ, ആ ഫഹദ് റെഫറൻസ്. ഫാസിലിന്റെ ഇത് വന്നത്, പിന്നെ ഒരു 10 ഗുണ്ടുകൾ വെറുതെ ഞാൻ അഭിനയിച്ചായിരുന്നു എന്ന് പറയുന്ന അത് റെഫറൻസ്. മലയാളത്തിന്റെ ഓപ്പൺഹൈമറിനെ ഉദ്ദേശിച്ചുള്ള റെഫറൻസ് ആയിരിക്കും. അതെ, അപ്പൊ തീർച്ചയായും. അത് അങ്ങനത്തെ അത് കാര്യങ്ങളൊക്കെ. ഒരു എന്തോ ഒരു ഇന്റർവ്യൂ ഷോയുടെ ഇതാന്നല്ലേ നീ പറഞ്ഞത്? എന്തോ ബിറ്റ്വീൻ ദ. ബിറ്റ്വീൻ ദ ടു ഫേൺസ് എന്ന് പറഞ്ഞിട്ട് ഈ സാക് ഗാലിഫിനക്സിന്റെ ഒരു ഷോ ഉണ്ട്. അതായത് നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞ ഹാങ് ഓവറിന്റെ അകത്തെ ആലൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഒരു ഷോ ഉണ്ട് ഇതുപോലെ. സെലിബ്രിറ്റീസിനൊക്കെ ഇന്റർവ്യൂവിന് കൊണ്ടിട്ട് 2 ഫേൺ ഇതുപോലെ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് അതിന്റെ നടക്കുക. അത് ലിറ്ററലി ബിറ്റ്വീൻ ദ ടു ഫേൺസിൽ ഇരുന്നിട്ടാണ് അവരിന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ അതൊരു പ്രോപ്പർ ഇന്റർവ്യൂ അല്ല. അതായത് ഇങ്ങനത്തെ ഈ നമ്മുടെ അതായത് ഈ നേരെ ചൊവ്വയിൽ ജോണി ലൂക്കോസിന്റെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചൊറിഞ്ഞു വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ താനൊരു ജോജുവിന്റെ അടുത്ത് അപ്പൊ നിങ്ങൾ ശരിക്കും പൊട്ടനായിരുന്നോ എന്നുള്ള അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ച് കോമഡി ഉണ്ടാക്കുന്ന ഒരു ഷോ ഇതാണ് ഇതിന്റെ പരിപാടിയാണ്. അകത്തുള്ള ഷോയുടെ പേര് 2 ആന്തൂറിയങ്ങൾക്കിടയിൽ. ആന്തൂര്യങ്ങൾക്കിടയിൽ എന്നാണ്. എന്നാണ്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഇതിന്റെ ഇതായിരിക്കാം ഒബിയസ്ലി ബിറ്റ്വീൻ ദ ടു ഫൺസ് ആയിരിക്കും, 2 ആന്തൂര്യങ്ങൾക്കിടയിൽ എന്നാണ് എനിക്ക്. അപ്പൊ അങ്ങനെ പിന്നെ ഈ മറ്റേ അലൻസിയറിന്റെ മറ്റേ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച സമയത്തുള്ള ഇതുണ്ട്, പുരുഷ ആ, രൂപത്തിലുള്ള പ്രതിമ പുരുഷരൂപം. എന്നാ കിട്ടുന്നത്. അതിവിടെ അല്ല അത് ഇവിടെ സ്ത്രീ രൂപത്തിലുള്ളതെന്നാണ് പറഞ്ഞത്. അല്ല ഇവിടെ പുരുഷ രൂപത്തിൽ എന്നാ പറഞ്ഞതെന്ന് തോന്നുന്നല്ലേ? അതായത് ഇതിപ്പം ഈ പ്രതിമ പുരുഷരൂപമാണ്, അത് സ്ത്രീ രൂപത്തിൽ അല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിക്കത്തില്ലെന്ന്. വാങ്ങിക്കുന്നില്ല എന്ന്. ജെൻഡർ മറ്റേതിനകത്ത് റിവേഴ്സ് നേരെ ചെയ്തു. തിരിച്ചാണ് ആ, പറഞ്ഞത്. അതെ, പുള്ളി അതെ. പറഞ്ഞത് പുരുഷ രൂപത്തിലുള്ള ഒരു പ്രതിമ വേണം എന്നുള്ള വാങ്ങിക്കത്തില്ല എന്നല്ല, അങ്ങനെ എപ്പോഴാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. വളരെ പിന്നെ മികച്ച റിംഗ് റെഫറൻസ് ഉണ്ടല്ലോ, മറ്റേ ഇയാളെ ക്ലിന്റ് മാർത്താണ്ഡനെ കുഴിച്ചിട്ടിട്ട് അതിനകത്ത് കിണറ്റിൽ നിന്ന് നിന്ന് ഇറങ്ങി കയറി വരുന്നത്. വരുന്ന നമ്മുടെ കിണറ്റിലെ പെൺകുട്ടിയുടെ ഇൻട്രോയിൽ നമ്മൾ വെക്കുന്നുണ്ട്. ഇൻട്രോയിൽ, അതെ അതെ, നമ്മുടെ KPക്ക് ഒരു റെഫറൻസ്. യെസ്. തീർച്ചയായും ഒരു റെഫറൻസ്. പിന്നെ ചന്ദ്രമുഖി റെഫറൻസ് ഒരെണ്ണം കുമാരി കണ്ടുപിടിച്ചായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? അതെ.
അപ്പം അങ്ങനെ യെസ്. അപ്പം പിന്നെ അങ്ങനെ കുറെ ഈ വേറെ പബ്ജിയുടെ റെഫറൻസ് പറയുന്നുണ്ട്. പബ്ജി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷൂട്ട് വാർ എന്ന സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പബ്ജിയുടെ അതെന്തോ കൂടെ തന്നെ പറയുന്നു. പബ്ജിയുടെ കൂടെ ഷൂട്ട് വാർ എന്ന് പറയുന്ന അത് ഒരു ഈ സാധനവും റിയൽ പറയുന്നുണ്ട്. ഷൂട്ടർ പോലെ വല്ല ഇതുമായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ ഷൂട്ട് വാർന്നോ ഓക്കെ അങ്ങനെ ഓക്കെ. എന്തെങ്കിലും പറഞ്ഞു തോന്നുന്നു. എന്താണേലും റെഡിറ്റിനെ റെഡ് ബട്ടൺ എന്ന് പറയുന്നുണ്ട്. വിക്കിപീഡിയക്ക് ഇൻഫോഗ്രാഫിയ, ഗൂഗിളിന് ഗാമ്പിള്, ഇങ്ങനത്തെ കുറെ ഡിഫറെന്റ് സാധനങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. യെസ്. യെസ്. അപ്പം അങ്ങനത്തെ കുറേ റെഫറൻസുകളൊക്കെ ഇതിൽ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റുകൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് പ്രോസസ്സിനെയാണ് അങ്ങനെ പറയുന്നത്. അതായത് റിയാലിറ്റി ഷോകളിലൊക്കെ ഇപ്പം പല ഇൻ്റർവ്യൂസിൽ നിന്നും അല്ലെങ്കിൽ ഒരാൾ പല ഇൻ്റർവ്യൂസിലോ അല്ലെ ഇപ്പം പ്രസ് മീറ്റുകളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പല ക്ലിപ്പുകൾ കട്ട് ചെയ്തെടുത്ത് അവർക്ക് വേണ്ട രീതിയിൽ ഒരു കോണ്ടെക്സ്റ്റ് തയ്യാറാക്കി അതിനെ അങ്ങനത്തെ രീതിയിൽ എഡിറ്റ് ചെയ്ത് വിടുന്നതാണ്. അതിനാണ് ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു എഡിറ്റിംഗ് പാറ്റേൺ ആണ്. അപ്പം ആ ഒരു എഡിറ്റിംഗ് പാറ്റേണിലാണ് ഈ മസ്തിഷ്ക മരണവും ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്. കാര്യം ഒരു കാര്യം കാണിക്കുമ്പോൾ അതിൻ്റെ പാസ്റ്റിൽ നടന്ന ആ സംഭവത്തിന് അതും കൂടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഒരു പാറ്റേണിലാണ്. അതുകൊണ്ട് തന്നെ ഈ പടം കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ചില സാധനങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡയറക്ടർ പറഞ്ഞു. അത് വളരെ ആക്യുറേറ്റ് ആണ് കേട്ടോ. പടം കണ്ടിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യം വിഷ്വലി നമ്മൾ അത്രയും ഒരു ഇങ്ങനെ കുറെ കട്ടുകൾ വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്തിരിക്കത്തില്ല. നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുന്ന രീതിയിൽ ഉള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് അത് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു എഫക്റ്റ്. പിന്നെ ഇങ്ങേര് ഈ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് അങ്ങനെ എന്തോ ഇതാണ് പഠിച്ചിരിക്കുന്ന പുള്ളി. അപ്പം അതിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ അതായത് പുള്ളിയുടെ പടങ്ങളിൽ നമ്മുടെ ഐറിസ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഈ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു 4.5 സംഘത്തിൻ്റെ ഇതിൻ്റെ അകത്താണോ ആവാസവ്യൂഹത്തിൻ്റെ ഇതിലാണോ എന്നറിയില്ല. ഡാർക്കായിരുന്നു. അതായത് കൂടുതൽ ഇരുട്ട് വരുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ തിയേറ്റർ ഓൾറെഡി ഒരു ഇരുട്ട് റൂമിലാണല്ലോ. അപ്പോൾ അതിൽ പടത്തിൽ ഇരുട്ട് വരുമ്പോൾ ആൾക്കാർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ നമ്മുടെ കോർണിയ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വരുമ്പോൾ ഇതിങ്ങനെ വികസിക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനായിട്ടുള്ള ലൈറ്റിങ് പുള്ളി ആ പടത്തിൽ യൂസ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ഉറങ്ങത്തില്ല. നമ്മൾ ഇത് വികസിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ലൈറ്റിങ്ങിന്റെ ടെക്നിക്കുകൾ കാര്യം പറഞ്ഞപ്പോഴാ ലൈറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം ജസ്റ്റിസ് ഫോർ എന്നായിരുന്നു ഫ്രിഡാസമൻ രജീഷ. അതെ. അതായത് ഇത് ഞാൻ നോട്ടീസ് ചെയ്തതല്ല. നമ്മുടെ ചാനലിലെ എഡിറ്റിംഗ് അറിയാവുന്ന ഇതുവരെ വന്നിട്ടില്ലാത്ത നമ്മുടെ ഇൻവിസിബിൾ മാൻ ഒരു എഡിറ്റിംഗ് ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ യൂട്യൂബ് തംനെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ട സ്ഥലം ഒരു ഏരിയ ഓഫ് മൂവി വാച്ചിങ് ആണ് എഡിറ്റിംഗ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അതായത് നോർമലി ഐറ്റം ഡാൻസിന് ലൈറ്റ് ചെയ്യുമ്പം അതായത് എല്ലാ ഷോട്ടുകൾക്കും റൂം ഓരോ പ്രത്യേക രീതിയിലായിരിക്കുമല്ലോ ലിറ്റ് ചെയ്ത് വെക്കുന്നത്. അവനവൻ്റെ ഇഷ്ടമുള്ള ലൈറ്റിങ്ങിന് വേണ്ടിയായിരിക്കും, അല്ലെ അവർ ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഷോട്ടിന് വേണ്ട രീതിയിലായിരിക്കുമല്ലോ ലൈറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിന് നോർമലി നമ്മൾ ഒരു ഐറ്റം ഡാൻസിന് ഒരു ലൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അത് വേറൊരു കാര്യം, ഞാൻ ഇതിലൊട്ടും അങ്ങനെ എനിക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായതാണ് ഞാൻ ഇവിടെ കൺവേ ചെയ്തത്. അപ്പം നോർമലി ഒരു ഐറ്റം ഡാൻസിന് നമ്മൾ ഒരു റൂം ലൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോട്ട് ലൈറ്റ് ചെയ്യുമ്പം അത് ഭയങ്കര ഒന്നാമത് ഡാർക്ക് റൂമിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അണ്ടർഗ്രൗണ്ടിലായിരിക്കും അല്ലെങ്കിലും എന്തോ അതിന്റെ ലൈറ്റിംഗ് ഇച്ചിരി ഒരു ഡിം ആയിരിക്കും. എന്നിട്ട് ഒരു വാം ലൈറ്റിംഗ് ടൈപ്പ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഈ ഐറ്റം ഡാൻസറിന്റെ ഡാൻസ് ചെയ്യുന്ന ആള് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കും. ബാക്ക്ഗ്രൗണ്ടിലെ ആൾക്കാരെല്ലാം അപ്പൊ അതിനകത്തിൽ മേർജ് ആയിപ്പോവും. അപ്പം നമുക്ക് അതിന്റെ കൂടെ ആ ഒരു വാം ലൈറ്റിംഗ് വരുമ്പം ഇച്ചിരി കൂടെ ഒരു സ്കിൻ ഇവരെ തിളങ്ങുന്ന എറിച്ച് പോലെ നിൽക്കും. തോന്നും. സ്കിൻ അത് ഈ തിളങ്ങുന്ന പോലെ. ഡാൻസിലാണെങ്കിലും ഉണ്ടല്ലോ, നോർമൽ ഡാൻസിൻ്റെ ഇതിലാണെങ്കിലും ഹീറോയുടെ കോസ്റ്റ്യൂമിങ്ങിൽ ഇതിലൊക്കെ വരുമ്പം ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനും റെഡിന്റെ കുറച്ചുകൂടെ എടുത്തറിയുന്ന രീതിയിൽ അല്ലെ വ്യത്യസ്തമായിട്ട് കാണുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആയിരിക്കും. അവരെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ എന്തുവാ അപ്പം അതായത് നമ്മുടെ സ്കിന്നിന് തന്നെ ഒരു ഗ്ലോ
ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അതായത് നമുക്ക് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളുടെ എക്സാമ്പിൾ എടുക്കണ്ട. ഋത്തിക് റോഷൻ എടുത്താൽ മതി. ഋത്തിക് റോഷൻ ഇപ്പൊ ബാങ് ബാങ്ങിനകത്ത് ഡാൻസ് കളിച്ചപ്പം പുള്ളിയുടെ ബ്രൗൺ സ്കിൻ തിളങ്ങുന്നത് കാണാൻ തന്നെ, അതായത് പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ആ ഒരു മുഖത്തിന്റെ ആ ഒരു കൈ, ചെസ്റ്റ്, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സ്കിൻ ഏരിയകൾ തിളങ്ങും. അതായത് ഒരു ഗ്ലോ ഉണ്ടാവും ആ വാം ലൈറ്റിങ്ങിൽ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് പറഞ്ഞപ്പം. എനിവേസ് ആ ഒരു സ്കിൻ ഗ്ലോ കാരണമാണ് നമുക്ക് ആ ഒരു സെക്സിനെസ് തോന്നുന്നത് ഫോർ എന്നാ ഇപ്പം ചിക്നി ചമ്മേലി ആണേലും, അല്ലെങ്കിൽ ഏതാണ്ടൊരു ഈ ദീപിക പതുക്കോണ്ട് ഏതാണ്ടൊരു ഈ മറ്റേ ഇതിനകത്തില്ലാന്ന് തോന്നുന്നു, ഹാപ്പി ന്യൂ ഇയറിനകത്തില്ല ഏതാണ്ട് ഒരു ഡാൻസ് ഇല്ലേ, എന്താ അത് ഞാൻ മറന്നു എന്നായിരുന്നു. അപ്പൊ എനിവേസ് നിനക്കറിയാവോ ഏതാന്ന് അല്ല, പാട്ടെന്ന് അതിന്റെ ഞാൻ മറന്നു. പാട്ടിന് ഞാനും മറന്നുപോയി, അതിന്റെ പേര് ഏതാ മറന്നു. പാട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ആ ഒരു ലൈറ്റിംഗ് വെച്ചിട്ടാണ് അതൊരു ലൈറ്റിംഗ് ടെക്നിക്കാണ് ഫോർ നോർമലി ഫോർ നമ്മുടെ ഐറ്റം ഡാൻസസ്. പക്ഷെ ഇതിനകത്തില് ഫ്രിഡ സോമന് കിട്ടിയ ഒരു പണി എന്ന് പറയുന്നത് 2 ടൈപ്പിലുള്ള പണിയുണ്ട്. ഫസ്റ്റ് പണി എന്ന് പറയുന്നത് നമ്മുടെ ഇൻവിസിബിൾ മാൻ പറയുന്ന എന്നാന്ന് വെച്ചാല് റൂം ഫുള്ളി ഈക്വലി ലിറ്റ് ആണ്. അതും കൊടുത്തിരിക്കുന്ന ലൈറ്റ് നല്ല ബ്രൈറ്റ് ലൈറ്റ് ആണ്. അതും ഈവൻലി പുള്ളിക്കാരിക്ക് മാത്രം വരേണ്ട ഫോക്കസ്. ഇറ്റ്സ് ലൈക്ക് ബീങ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ റൂം ആൻഡ് ഇറ്റ്സ് വെരി ബ്രൈറ്റ്. മുറി ഭയങ്കര ബ്രൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഫോക്കസ് ഇല്ല. അതായത് കളിക്കുന്ന ആ ഒരു മെയിൻ ഡാൻസറിന് ഫോക്കസ് ഇല്ല. ആൻഡ് ഹെർ സ്കിൻ ഇസ് നോട്ട് ഗ്ലോയിങ്. ഷീ ഹാസ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലോലെസ് ബ്രൗൺ സ്കിൻ. അത് പ്രോപ്പർ ആയിട്ട് ലൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ദേ വുഡ് ഹാവ് അച്ചീവ്ഡ് ആ ഒരു സ്കിൻ ഗ്ലോ, ആ കിട്ടേണ്ടിരുന്ന ഗ്ലോ കിട്ടിയേനെ. പക്ഷെ ആ ഒരു ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം, ആ ഒരു ഐറ്റം ഡാൻസ് ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എഡിറ്റിംഗ് അല്ല, ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം ആണ് എന്നിങ്ങനെ ഇൻവിസിബിൾ മാൻ പറഞ്ഞു. പിന്നെ ഇപ്പം ദിഗു പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടെയുള്ള മറ്റേ നായകനായിട്ട് അഭിനയിക്കുന്ന പേര് ഞാൻ മറന്നു, സഞ്ജു ശിവറാം. സഞ്ജു ശിവറാം. സഞ്ജുവിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊണ്ട് സഞ്ജു കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയതിന്റെ കാരണം പുള്ളിയുടെ കോസ്റ്റ്യൂമും കുറച്ചുകൂടെ ഹീസ് ഡിഫറെന്റ് വെയറിങ് എ ആയിരുന്നു. ഗ്രീൻ, വെരി വെരി ബ്രൈറ്റ് ഗ്രീൻ ആണ്. അത് പുള്ളിക്കാരിയുടെ ഡ്രസ് നല്ലതാണ് ആക്ച്വലി. ഇറ്റ് ഇസ് റെഡ്, ഇറ്റ് ഇസ് വെരി ബ്രൈറ്റ് കുങ്കുമം റെഡ് പക്ഷെ പോലത്തെ ഒരു റെഡ് ആണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുടേത് കൊടുത്തിരിക്കുന്നത്. ഗ്രീനും റെഡും ചേർന്ന ഇതാണ്. ബ്ലാക്കും റെഡും ബ്ലാക്ക് റെഡ്, സോറി. ബ്ലാക്ക് റെഡും ആണ്. അപ്പൊ അതിനകത്തിൽ എന്ത് സംഭവിക്കുന്ന, പുള്ളിക്കാരി അതിനകത്ത് ബ്ലെൻഡ് ആയി പോയി. അവൻ എറിച്ചു നിൽക്കുന്നുണ്ട്, കാരണം അവന് മാത്രമേ ഉള്ളൂ പച്ച, നായകന് മാത്രമേ ഉള്ളൂ പച്ച. ഇവൾക്കുള്ള റെഡ്, ഇവളുടെ ഡ്രസ്സിങ്ങിലുള്ള റെഡ് ആ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന്റെ ഉടുപ്പിലും ഉണ്ട്. അപ്പം എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഷീസ് നോട്ട് ഗെറ്റിംഗ് ദ അറ്റൻഷൻ ദാറ്റ് ഷീ ഷുഡ് ഗെറ്റ്. അപ്പം അങ്ങനെ ഒരു ജസ്റ്റിസ് ഫോർ ഫ്രണ്ട്സ്. അല്ല, അത് ഈ ലൈറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഈ പടത്തിലും മറ്റേതിന്റെ അകത്ത് നാലര സംഘത്തിന്റെ അകത്ത് ഈ ഒരു ഡാർക്ക് അതിൽ നിന്ന് ആൾക്കാരെ ഇത് ആകർഷിക്കാൻ വേണ്ടി വേറെ ലൈറ്റിംഗ് ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ലേ, ഇതിലും ഈ യൂഷ്വൽ സൈബർ പങ്ക് നിയോൺ കളേഴ്സ് അല്ലാണ്ടുള്ള വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ച് പ്രത്യേക ലൈറ്റിംഗ് ഒക്കെ ചെയ്തായിരുന്നു. റെഡും ബ്ലൂവും അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ആ ലൈറ്റിംഗ് ഉപയോഗിച്ചത് കൊണ്ട് അതെല്ലായിടത്തും വെക്കണമല്ലോ. അതിപ്പോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങള് പൈസ മുടക്കിയാണ് ലൈറ്റ് ചെയ്തതെന്ന് അദ്ദേഹം ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു. അപ്പൊ അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഫ്രിഡ സോമിന് എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ഒരു ടോണിന് മാച്ച് ആവാൻ വേണ്ടി, ടോണിന് മാച്ച് ആവാൻ അവന് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അതുകൂടെ ഇതിന്റെ അകത്തോട്ടൊക്കെ മിക്സ് ചെയ്തപ്പോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. അത് ശരിയാണ്. പിന്നെ പോരാത്തതിന് പുള്ളിക്കാരിക്ക് അതിപ്പം ഈ ലൈറ്റിങ്ങിന് പ്രോബ്ലം ഉണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് ആ ഒരു ഡാൻസിങ് സ്കിൽസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഓവർകം ചെയ്തേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരിക്ക് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് മൊത്തത്തിൽ പുള്ളിക്കാരി പെട്ടുപോയി. അതാണ് പ്രശ്നമായത്. പിന്നെ ഇച്ചിരി പറഞ്ഞ പോലെ ഒരു ഹൈറ്റിന്റെ ഇഷ്യൂസ് നോർമലി അത് എനിക്ക് അറിയത്തില്ല. ഐറ്റം ഡാൻസിന് അത് അത്രയും എന്താണ് അത് പ്രോബ്ലമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അത് ക്ലാസിക്കൽ ഡാൻസിന്റെ കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര ഷോർട്ടാണ്, നേരത്തെ ഇതിലായിരുന്നു തോന്നുന്നു, സോറി. ഇപ്പം ഇതിനകത്ത് ഞാൻ ഭയങ്കര ഷോർട്ടാണ്. അതായത് നോർമൽ കേരളൈറ്റ് ഹൈറ്റ് വെച്ചിട്ടാണെങ്കിൽ പോലും ഐ എം വെരി ഷോർട്ട്. അപ്പം ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ശോഭനയുടെ കൈയും കാലും നോക്കിക്കഴിഞ്ഞാൽ ഷീസ് വെരി ടോൾ. ആൻഡ് ആ ഒരു പുള്ളിക്കാരി ആസ് എ ഡാൻസർ ഷീസ് എക്സ്ട്രോർഡിനറി. പക്ഷെ അല്ലാണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആ ഒരു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ഹെർ. അതൊരു എയ്ഡ് പോലെയാണ്. ഇറ്റ് ഹെൽപ്സ് ഹെർ എ ലോട്ട്. അപ്പം കുറച്ചുകൂടെ ഒരു എന്താ പറയുന്ന പെറ്റീറ്റ് ആയിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കൈക്കും കാലിലും നീളം
കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇത് എന്താ പറയുന്നേ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അത് ഇൻ ഈ ഇൻ എ വേ. നാഗവല്ലിമാരില് അത് ആ, ആ, അതിന്റെ ആ. പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? സൗന്ദര്യക്ക് ആ ഒരു പണി കിട്ടിയത് ശ്രദ്ധിച്ചിട്ടില്ലേ? സൗന്ദര്യക്ക് ഹൈറ്റ് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരിയെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പറയത്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഷീ നോസ് ക്ലാസിക്കൽ ഡാൻസ്. ദാറ്റ് ഈസ് അനദർ തിങ്. അപ്പം പക്ഷെ എന്താണേലും ഉള്ള നാഗവല്ലിമാരില് പുള്ളിക്കാരി ബെറ്റർ ആയിരുന്നു. ആ ശോഭന അധികം ജ്യോതികയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും അയ്യോ അനുഷ്ക കാലിനും കൈക്കും നീളം ഉണ്ടായിട്ടും കാര്യമില്ലാത്ത ഒരു സാധനം. അതാണ്. അതുണ്ടായിട്ട് കാര്യമില്ല. അറിഞ്ഞിരിക്കണം. ഡാൻസ് ഞാനേ അറിഞ്ഞാലല്ലേ കളിക്കാൻ പറ്റൂ. അതിന്റെ ഒരു മീം ഞാൻ ഇന്ന് കണ്ടായിരുന്നു. അതായത് മലയാളത്തില് പുള്ളി ചെയ്യേണ്ടിയിരുന്ന, പുള്ളിക്ക് ആപ്റ്റായിട്ട് വെച്ചിരുന്ന റോള് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ തമിഴിലും തെലുങ്ക് റീമേക്കുകളില് ഉം. പുള്ളി ആ റോള് പകരം ചെയ്ത് മധുരപ്രതികാരം ബീറ്റ് ചെയ്യുന്നു. ആരാരും ആര്? അറിയോ? വിനീതാണ്. വിനീതിന്റെ. തെലുങ്കിലല്ല, ഹിന്ദിയില്. തെലുങ്കില് വേറെ ഏതാണ്ട് ഒരു മനുഷ്യനാണ്, ഒരു ഡാൻസ് മാസ്റ്റർ പോലെ ഇരിക്കുന്ന ഒരു പുള്ളിയില്ല, നീ ഓർക്കുന്നില്ല? ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഈ പുള്ളിയാണ്. ആപ്തമിത്ര മറ്റേ ആ, നാഗവല്ലിക്കകത്ത് വിനീത. ആണല്ലേ? ആ, ഓക്കെ 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 ഓക്കെ. അനുരാഗ് മറ്റേ ശരി. കുതിരയില് വലിച്ചോണ്ട് പോയി പണി അത് കൊടുക്കും. പുള്ളിയല്ലടാ. ആണോ? പുള്ളിയായിരുന്നു. വേറൊരു ചെറുക്കനല്ലായിരുന്നു മലയാളത്തിൽ നിന്നുള്ള ഒരു ആപ്തരക്ഷകയില് ചെറുക്കൻ? പുള്ളിക്ക് പണി കൊടുത്തു. ആ, നാഗവല്ലിയില് വേറൊരു ചെറുക്കന്, ആ, കുഞ്ഞു ആ, ചെറുക്കന്. എനിക്ക് ഓർമ്മ. എന്റെ ഓർമ്മയിൽ ഹിന്ദിയിലും തമിഴിലും നമ്മുടെ ചന്ദ്രമുഖിയിലും മാത്രമേ തെലുങ്കിലും ഉള്ളെന്ന് പുള്ളിയുണ്ട്. പറയുന്നത്. ആണോ? ഓക്കെ ഓക്കെ. ആപ്തരക്ഷകയില് പുള്ളിയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഉം. അപ്പം ഇതിന്റെ കോൺസെപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന മറ്റേ ഡീപ്ലി ഡിസ്റ്റർബിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ആഡിന്റെ ഇത് വരുന്നത്. അതെ അതെ അത് അതെ. ഞാൻ നമ്മളെ മറ്റേ ലെങ്തി സാധനത്തിന്റെ അകത്ത് ഞാനത് മെൻഷൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ അത് നമ്മളത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഉണ്ടാവുമല്ലോ എന്നറിയില്ല. എന്താണേലും ഇവിടെ അത് പറയാം. അതായത് ഈ റീസെൻ്റ്ലി ആണ് മറ്റേ നമ്മുടെ ബ്രെയിനിൽ ഒരു ചിപ്പ് വെക്കുന്ന പരിപാടിയെ കുറിച്ച് പറഞ്ഞത്. ഈ മറ്റേ നോട്ട് നിരോധൻ കാ ടൈമിൽ വന്ന നോട്ടിലെ ചിപ്പല്ല, ഇത് തലയിൽ വെക്കുന്ന ചിപ്പാണ്. അതായത് നമ്മളിപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ രജീഷ മറ്റേ അവളുടെ ഫ്രിദ സൈമൺ, അല്ല ഫ്രിദ സൈമൺ, ഫ്രിദ സോമൻ, സോമൻ. ഫ്രിദ സോമൻ ഹോട്ട് എന്ന് പറഞ്ഞ് സോമേട്ടന്റെ മോളെന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക്. ശാലിനി മുള്ളുമിരിക്കൽ, ശാലിനി ഉണ്ണികൃഷ്ണന്റെ അത്രയും വന്നില്ല. ഇല്ല ഇല്ല ഇല്ല, അത് പോരാ. അതിനെ ആ പാറിലേക്ക് എത്താൻ ആർക്കും പറ്റൂല. അതെ, അത് അപ്പം വണ്ണനുള്ള അമ്മയും പുള്ളിക്കാരി അമ്മൂമ്മയൊക്കെ മലയാളിയായിട്ടുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. അതെ. പക്ഷെ തീർച്ചയായും. ഞങ്ങൾ പുനർജന്മക്ക ഹിന്ദിക്കാഹേ അന്വേഷിക്കുകയുള്ളൂ. എന്താണേലും ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരി സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന അനുസരിച്ചാണ് പേജ് മാറുന്നത്. ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ ചിപ്പും നമ്മുടെ ഇതിൽ വെക്കുന്നത് പറഞ്ഞാൽ സ്മാർട്ട് ഫോണിൻ്റെ മറ്റേ ആവശ്യമില്ല. നമ്മുടെ തലയ്ക്കകത്ത് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാം, പടം കാണാം, അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ അല്ലാണ്ട് തന്നെ പടം കാണുമ്പോഴത്തേക്ക് ഈ ഈ പ്രൈമിൻ്റെ അകത്തൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിൽ മറ്റേ ആഡും കോപ്പൊക്കെ അത് ഈ കാനഡയിൽ മാത്രമായിരുന്നു ഇത് തുടങ്ങിയ സമയത്തുണ്ടായിരുന്നത്. ഞാൻ കനഡയിലുള്ളത് കൊണ്ട് മറ്റ് റീജിയനിലും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതിന് തുടങ്ങിയോന്നറിയില്ല. ഇവർ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇത് തുടങ്ങിയപ്പോൾ ഇവിടെയാണ് വന്നത്. ഈ അൺസ്കിപ്പബിൾ ആഡുകൾ വരിക, കുറച്ച് ദൈർഘ്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അൺസ്കിപ്പബിൾ ആയിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന രീതി. അത് യൂട്യൂബിലും അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നായിരുന്നു അവർ. ഇപ്പം അത് മാറ്റിയൊന്നും അറിഞ്ഞൂടാ. എന്താണേലും അത് തന്നെ നമുക്ക് എന്താ ആഡൊന്നും ഇല്ലാത്ത മറ്റേ ബ്രേവ് പോലുള്ള ബ്രൗസറൊക്കെ യൂസ് ചെയ്ത് ക്രോം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കാരണം തന്നെ ഈ ഒടുക്കത്തെ ആഡ് ശല്യം കാരണമാണ്. അപ്പം ഇത് തലയ്ക്കകത്ത് ഈ സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നമുക്കിത് ഫോണിലാണെങ്കിൽ നമുക്ക് ഫോൺ മാറ്റി വെക്കുമോ, സ്കിപ്പ് ചെയ്യുകയോ, എന്ത് കിണ്ടി വേണേലും കാണിക്കും. ഇത് തലയ്ക്കകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ പേഴ്സണലൈസ്ഡ് ആഡും ഇതൊക്കെ വരുന്നത്, ഇതൊക്കെ എന്തോ ചെയ്യും? 24 മണിക്കൂർ നമ്മളിത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് തന്നെ ഫോണും ഈ റീലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്ത് അറ്റൻഷൻ സ്പാൻ ആളുകൾക്ക് ഒരുപാട് കുറയുന്നുണ്ട്. നമ്മുടെ ചക്രവാണിയൊക്കെ അതിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്, അറ്റൻഷൻ സ്പാൻ തീരെ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. കൃഷാന്ത് തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പുള്ളി മുമ്പ് ബുക്സൊക്കെ ഒരുപാട് വായിക്കായിരുന്നു, പക്ഷെ ഇപ്പം അതിന് പറ്റുന്നില്ല. അതും ഇപ്പം ഈ ചാറ്റ് GPT അങ്ങനത്തെ ഇതിനോടൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്ക് വേണ്ട ഈ ബുക്കുകളുണ്ടല്ലോ, അതായത് പുള്ളിയുടെ ഒരു ഫിലിം ചെയ്യാൻ പോവാണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ഈ ഏരിയയിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ച് അവർ ഒരു 10 ബുക്കിൻ്റെ പേര് പറഞ്ഞ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് അങ്ങനെ എടുത്തിട്ടാണ് പുള്ളി അതിൻ്റെ സമ്മറി കിട്ടും, അത് വായിച്ചു നോക്കിയിട്ട് പിന്നെ പറ്റാവുന്ന ചിലതൊക്കെ
ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് വായിക്കും. അല്ലാത്തതിൻ്റെ സമ്മറി മാത്രം വായിക്കും. അത്രയും കുറഞ്ഞു. പുള്ളി ആവിഡ് റീഡർ ആയിരുന്ന പുള്ളിക്ക് ഉണ്ടല്ലോ. ആ, ഞാൻ എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അതായത് റീഡിംഗ് ഹാബിറ്റ് നമ്മുടെ പേരൻസിന്റെ ടൈമിൽ കുറച്ചും കൂടെ കൂടുതലായിരുന്നു ആൾക്കാർക്കെന്ന് എനിക്കെപ്പഴും തോന്നിയിട്ടുണ്ട്. അതായത് ആ ഒരു ഉം. കാലഘട്ടത്തിൽ കുറച്ചും കൂടെ അത് അത്രയും മീഡിയ വന്നിട്ടില്ലല്ലോ. അപ്പൊ അവര് കുറേയും കൂടെ ആൾക്കാര് വായിക്കുമായിരുന്നു. വേറെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ടിവിയിലുള്ള പരിപാടികൾ ന്യൂസ് അത്രേ ഉള്ളൂ. പേപ്പറുകള് ആ, 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 അങ്ങനത്തെ ഒരു റീഡിംഗ് ഇപ്പൊ നമ്മൾ ഹാബിറ്റ് കൺസ്യൂം അവർക്കുണ്ടായിരുന്നു. ചെയ്യുന്ന മീഡിയ കൂടുതലാണ്. അപ്പോ റീലും അതും. പക്ഷെ ഉണ്ടല്ലോ അത് ഏറ്റവും കുറഞ്ഞത്. അതായത് റീഡിംഗ് ഹാബിറ്റേ ഇല്ല. അതായത് വായിക്കാതിരിക്കുന്നത് കൂളാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാലഘട്ടം, അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഉം. സമയത്തേക്ക് അത് വന്നായിരുന്നു. അതായത് വായിക്കുന്നത് പുസ്തകപ്പുഴുക്കളാണ്, ഞങ്ങൾ കൂൾ ജ്യൂത്സ് ആണെന്ന് പറയുന്ന ഒരു സാധനം അതൊരു ട്രെൻഡായിരുന്നു നമ്മുടെ കാലത്ത്. പക്ഷെ അത് മാറി വരുന്നുണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട്. പിള്ളേരെയും കൊണ്ട് റീഡിങ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റിച്ച് അത് പ്രത്യേകിച്ച് ഇപ്പം ഹാർഡ് കവർ ബുക്കുകളോ അല്ലെങ്കിൽ അതായത് പ്രിന്റഡ് ബുക്സ് വായിക്കുന്നതിന് പകരം ദേ ഹാവ് കൺവേർട്ടഡ് ടു കിൻഡിൽ ആൻഡ് ഓൺലൈൻ ബുക്സ്. പക്ഷെ വായനാശീലം ഇപ്പോഴത്തെ ആൾക്കാരിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരിൽ കുറച്ചും കൂടെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പാരറ്റീവ്ലി. നമ്മുടെ നമ്മുടെ കാലഘട്ടമായിരുന്നു ആ റോട്ടൻ, വായനയ്ക്ക് റോട്ടൻ കാലഘട്ടം എന്ന് എനിക്ക് ഡിപ്പ് ഇപ്പോഴും വന്ന തോന്നിയിട്ടുണ്ട്. സമയല്ലേ? അതെ, അതെ, അതെ. ഇപ്പൊ അതൊരു തിരിച്ച് ഈ ഒരു എന്താ പറയുന്നത്, ഡീഫോറസ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഓക്സിജൻ ഇല്ലാതെ ആയിട്ട് ഇപ്പം പിന്നെ അതെന്താണ് മരം വെച്ച് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. അപ്പം ഈ ഒരു അതായത് അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം എന്താ പറയുന്നത്, നമ്മളെന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിനെ പറ്റിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയോ അല്ല നമ്മൾ ഉറക്കെ പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് ഫോണിൽ വരുന്നത് കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള ഇതാണല്ലോ. അതെ, അതെ. അത് തന്നെ നമുക്ക് ക്രീപ്പിയാണ്. അപ്പോൾ ഈ പടത്തിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇവൻ പോസ്റ്റ് ചെയ്തിരുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോയും അത് ഇതൊക്കെ വെച്ചിട്ട് മോള് വന്നിട്ട് ലോൺ ഇൻഷുറൻസിൻ്റെ ഇത് എടുക്കണം, നമ്മുടെ കുടുംബം രക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ മോള് പറയുന്നു. മറ്റവനാണ് ആൽഫയ്ക്കാണെങ്കിൽ അവൻ്റെ അമ്മൂമ്മ വന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തീരെ സ്റ്റാമിന ഇല്ല, അത് മറ്റേ പുള്ളി പറഞ്ഞ പോലെ എന്താ പറയുന്നത്, മുസ്ലിം പവർ എക്സ്ട്രാ പോലത്തെ ഒരു ഇതിൻ്റെ ആഡ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മരിച്ചുപോയ കല്യാണത്തിന്റെ ആഡും വരുന്നുണ്ട്. ആ അമ്മച്ചി തന്നെ ജയിലിൽ കിടക്കുമ്പോഴത്തേനും ആ കല്യാണത്തിന്റെ ആഡും. കല്യാണം കഴിച്ചില്ലേ, പ്രായമായില്ലേ, മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നൊക്കെ അതും പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈ മറ്റേ മുസ്ലിം പവർ സാധനത്തിന് എന്തോ നപ്ലിമെന്റ്സ് ഒന്ന് വാങ്ങുമ്പോൾ ആ, ഒന്ന് ഫ്രീ എന്നുള്ള എന്നൊക്കെ രീതിയിലാണ്. പറഞ്ഞിട്ട്. അതെ, 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 അതെ. നമ്മള് ശരിയാണ്, ശരിയാണ്. നപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞ വാക്കുണ്ടോ എന്ന് നോക്കിയായിരുന്നു കേട്ടോ. ഇല്ല, ഈ ഇല്ല. അങ്ങനെയൊന്നും കണ്ടില്ല. ഇല്ലായിരുന്നു. ഇല്ല, ഇല്ല. സപ്ലിമെന്റ്സ് കാണാൻ സാധിച്ചു. അപ്പൊ അങ്ങനത്തെ ഇത് ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ അത് പോസിബിൾ ആണ്. കാര്യം ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ ഈ ആഡുകളും മറ്റേ ഇതിലൊക്കെ അൺസ്കിപ്പബിൾ ആയിട്ടുള്ള സാധനങ്ങൾ 5 മിനിറ്റേ ഉള്ളൂ, പക്ഷെ ഒരു 5 എണ്ണം ഉണ്ട് അതെ. എന്ന് പറയുന്ന പോലെ അതൊക്കെ തന്നെ വരുമ്പോഴത്തേക്ക് ഇത് പോസിബിലിറ്റി ആണ്. ഇത് കൺസ്യൂമർ ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നത് എന്തായിരുന്നു മറ്റേ കൺസ്യൂമർ സൊസൈറ്റിയിലെ മെമ്മറി ആ, ഒരു ഇത് ഒരു സെന്റൻസ് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നുണ്ട്. ഇന്ന് കൺസ്യൂമർ സൊസൈറ്റി മെമ്മറി ഇസ് എ ബർഡൻ. ബേർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മറ്റൊരാളുടെ മെമ്മറീസ് ആക്സസ് ചെയ്ത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് പറയുന്ന സംഭവം. പിന്നെ നമ്മുടെ ട്രൊമാറ്റിക് ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എറേസ് ചെയ്ത് കളയാം. ഇപ്പോൾ ഒരു ചോദ്യം മറ്റവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഒരാളുടെ ഇപ്പം ഇവൻ്റെ വൈഫാണെന്ന് തോന്നുന്നു ആ ചോദ്യം ചോദിക്കുന്നത് അല്ലേ. മറ്റേ ഒരു മെമ്മറി എന്ന് പറയുന്നത് മറ്റൊരാളുടെ മെമ്മറി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അത് നമ്മുടെ വൈഫ്. മെമ്മറി ആയിട്ട് മാറുമല്ലേ ചെയ്യുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണല്ലോ നമ്മുടെ മെമ്മറിയാണ്. അപ്പോൾ വേറൊരാളുടേത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മെമ്മറിയാണോ അതോ അയാളുടെ മെമ്മറിയാണോ എന്നുള്ള ആ ലൈൻസൊക്കെ ബ്ലർ ചെയ്യുന്ന ഇതിനെക്കുറിച്ച് പറയുന്നതും അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഇപ്പം ഈ രജീഷയുടെ ഇത് തന്നെ ക്യാരക്ടർ തന്നെ എടുക്കുവാണെങ്കിലും വിമൻ ഒബ്ജക്ടിഫിക്കേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പുള്ളിക്കാരിയുടെ ആ പവർഫുൾ മോണോലോഗിലും പുള്ളിക്കാരി പറയുന്നതും അതാണ്. എന്താ മറ്റേ എന്താ ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടത്, നെവൽ കാണുന്നില്ലേ, അങ്ങനെയൊക്കെ ഓരോരോ അതായത് ഒബ്ജക്ടിഫിക്കേഷന്റെ ഇതിന് പാത്രമാവേണ്ട ഇതൊരു വരുന്ന
ഇതൊരു ശരീരം മാത്രമാണ്. ഐ ആം ജസ്റ്റ് എ ഷെൽ. എന്താണ് നിങ്ങളെന്നെ, അതായത് നിങ്ങളെന്നെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. എൻ്റെ അതായത് ഞാൻ ചിരിച്ചോ കരഞ്ഞോ എന്നൊക്കെ ഉള്ള അത് നല്ലതായിരുന്നു ആക്ച്വലി. കുറച്ചും കൂടെ ഒരു നാടകീയത ഒന്ന് ഒരു ഒരു പടിക്കൊന്ന് കുറച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സൈക്കോട്ടിക് ആയിട്ട് നമുക്കത് അത് ചിലപ്പോൾ അവർ കോമിക്കലായിട്ട് ചെയ്യാൻ ശ്രമിച്ചായിരിക്കും. അവിടെ പക്ഷേ ആ സീനില് പുള്ളിക്കാരിയോട് ചെയ്യാൻ പറയുന്നത് അവരെ എല്ലാവരും ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുള്ള, അപ്പൊ ഒരു പെർഫോമറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിലൂടെ പുള്ളിക്കാരിയുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സും കൂടെ വരണം. അപ്പൊ രണ്ടും കൂടെ വരുന്ന രീതിയിലാണ് അത് വരേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് ആ എന്തോ അങ്ങ് ഫീലിങ്സ് പുറപ്പെട്ടു വരുന്നതിന് പകരം എത്തിയില്ല. പെർഫോമറ്റീവ് സാധനം മാത്രമാണ് നമുക്ക് കിട്ടിയത്. മറ്റവൻ ഉം. ചോദിച്ചതുപോലെ കഥകളി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കഥകളി എന്താ മോശമാണെന്ന് പറയുന്ന ഇത് നമുക്ക് തോന്നും. പക്ഷെ അല്ല അത് ഈ പക്ഷെ പെർഫോമൻസ് ആണല്ലോ, ഒരു ഒരു ഡാൻസ് എക്സാജറേറ്റഡ് പെർഫോമൻസ് ആണല്ലോ ഇത്. അതല്ലല്ലോ ഇത്. ആ, റിയൽ ലൈഫിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മള് ഇത് ഇരുന്നിങ്ങനെ ആക്ച്വൽ കഥകളി ഉദ്ദേശിച്ചിട്ട് മറ്റേ ഫോറിനേഴ്സിന് മറ്റേ യു കെയുടെ പ്രൈം മിനിസ്റ്റർക്ക് മുമ്പിലാണോ ഒരു കഥകളി അവതരിപ്പിച്ചായിരുന്നല്ലോ, കഥകളിയാന്ന് പറഞ്ഞൊരു സാധനം. അയ്യോ, അറിയത്തില്ല. ആ എനിക്ക് ഇന്ത്യ പെട്ടെന്ന് ഓർമ്മ ഗവൺമെന്റിന്റെ വന്നത് ഇതായിട്ടെന്ന് മറ്റേ പറഞ്ഞിട്ടാ കാണിച്ചത്. പട്ടാളത്തിനകത്തിലല്ലേ മറ്റേ ഇന്നസെന്റ് വന്നിട്ട്. അത് തന്നെ, അത് തന്നെ സാധനം. ഒന്ന് ആലോചിക്കുക, ഇന്ത്യക്കാരുടെ വില കളയാൻ വേണ്ടിയിട്ട് യു കെയുടെ എന്തോ പ്രൈം മിനിസ്റ്ററോ അങ്ങനെ അറിയില്ല, എന്തോ ഞാനത് ഫോറിൻ അങ്ങനത്തെ ഒരു സാധനം ഡിഗ്നിറ്റിയുടെ കണ്ടു. മുമ്പിലാണ് കഥകളി ഇന്ത്യൻ ആർട്ട് ഉം. ഫോമായ കഥകളിയാന്ന് പറഞ്ഞിട്ടാണ് ഒരു കോപ്രായം കാണിച്ചു വെച്ചത്. ഈ ഈ ഇന്നസെന്റ് അവർക്കറിയില്ലല്ലോ. പട്ടാളത്തിൽ കാണിക്കുന്ന പോലെ, അതോ ഇന്നസെന്റ് ഒന്നുമില്ലെങ്കിലും കഥകളി ലുക്കിലാണെന്ന് പറയാം. ഓ, ഇത് ഇത് അതും അതുപോലും അല്ലേ? അല്ല, ഓക്കെ അതുപോലും ഓക്കെ, അല്ല. അറിയില്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. ആ റേഞ്ചില് പോയ പോലത്തെ ഒരു, അപ്പം അങ്ങനത്തെ. അതുണ്ടല്ലോ, ഈ വേറൊരു കാര്യമുണ്ടേ. അത് പുള്ളിക്കാരി, ഇപ്പൊ നമ്മള് പുള്ളിക്കാരി അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ ഈ ക്ലിന്റ് മാർത്താണ്ഡനെ കൊല്ലുന്നത് നിനക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയായിരുന്നു? അതായത് പുള്ളിക്കാരിയുടെ സ്റ്റണ്ട് പെർഫോമൻസ് നിനക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയായിരുന്നു? അതിപ്പോ നീ പ്രത്യേകിച്ച് ഇപ്പൊ നീ എനിക്ക് കൺവിൻസിങ് ആയാൽ പോലും നീ ഇരുന്നിട്ട് മറ്റേ ചന്ദ്രമുഖി റെഫറൻസ് ഒക്കെ എടുത്ത് പറയല്ലേ, പിന്നെ എങ്ങനെ തോന്നും? നിങ്ങൾ പോയിട്ട് മറ്റേ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചന്ദ്രമുഖി റെഫറൻസ് എന്താന്ന്. പക്ഷെ അതല്ലാതെ, കീപ്പിംഗ് ഔട്ട് യുവർ ബയസ്, വാട്ട് ഡിഡ് യു ഫീൽ അബൌട്ട് ദ സീൻ? വാട്ട് ഡിഡ് യു ഫീൽ അബൌട്ട് ദ സ്റ്റണ്ട് പെർഫോമൻസ്? അത് പറഞ്ഞ അത്ര ഒന്നും ഒരു തോന്നിയില്ല. പിന്നെ പോരാത്തതിന് അതായത് അത്രയും അവളെക്കാളും ഒരു ഏറെക്കുറെ നല്ല ഹൈറ്റ് ഉള്ള ഒരു ഒരു ബഫ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു സൈസ് ഉള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തി പുള്ളിയെ കൊല്ലാൻ ഉള്ള ശക്തിയോ അല്ലെങ്കിൽ സ്റ്റണ്ട് ബലമോ പുള്ളിക്കാരിക്കുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ സ്റ്റണ്ട് അതിപ്പോ പൊളിയായിരുന്നു എന്നുള്ള രീതി. പുള്ളിക്കാരിയുടെ സെക്സിനെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ നീ പറഞ്ഞു പുള്ളിക്കാരി കുറച്ചുകൂടെ മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ആ, ഒരു അതെ ബിൽഡാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതെ. ഉം. അപ്പൊ അവിടെ അത് വെച്ചിട്ട് ഈക്വൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഈക്വൽ ആയായിരുന്നു, അതാണ് ചോദ്യം. അത് പോട്ടെ, ഇനി നമുക്ക് ഇതൊക്കെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഇതിലായതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു അതാണ് എനിക്ക്. കഷ്ടം. ആക്ച്വലി ഇത് കോൺസെപ്റ്റ് ആൻഡ് എവറിതിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്തുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് എന്താ ഇപ്പൊ ന്യൂസ് കാണിക്കുന്ന സമയത്ത് അതിനകത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒരു 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 ന്യൂസിനകത്തിൽ ഇങ്ങനെ വെച്ച് തൃശ്ശൂർ പൂരം കലക്കി എന്നൊക്കെ ആ, പറഞ്ഞ് AI വെച്ച് തൃശ്ശൂർ പൂരം കലക്കിന്ന് പറയുന്നത് ജഗദീഷാണ്. പക്ഷെ ഇതിന്റെ അടിവശത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനകത്തില് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ എന്താ പവർ പൈറേറ്റ്സ് വന്നിട്ട് എന്താ ആ ഇലക്ട്രിക് ഇ വേസ്റ്റ് പ്ലാന്റിന്റെ ഇതിൽ നിന്ന് അവര് ഉം, എന്തായിരുന്നു 7 റിയാക്ടർ. 7 ടെറാവാട്ട് റിയാക്ടർ അടിച്ചു മാറ്റി, അത് സൗദിയില് അടിച്ചു മാറ്റി എന്ന് അടിച്ചു പറഞ്ഞുകൊണ്ടൊരു മാറ്റിയെന്ന് ന്യൂസ് പറഞ്ഞു. കാണിക്കും. പിന്നെ നീ പിന്നെ ഒരു അതുപോലെ ഇതിന്റെ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു അറബിക് സംഭവത്തിന്റെ? അറബിക്കാണോ ഉറുദു ആണെന്ന് അറിയത്തില്ല കേട്ടോ. അതിന്റെ ലിപി കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അറബിക്കാണെന്ന്. അത് അറബി ആണെന്നാ തോന്നുന്നത്. അപ്പൊ ഒരു ന്യൂസ് റീഡർ എന്തോ പറയുന്ന പുള്ളിക്കാരൻ പറയുന്നത് ഫ്രീഡ സമനെ കുറിച്ചാണ്. പക്ഷെ സൈഡിൽ ഇങ്ങനെ ദുബായിയുടെ കാര്യമൊക്കെ കാണി. അതായത് ദുബായിയുടെ മരുഭൂമികളെല്ലാം കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോ ആകെ ഒരു സാൻഡ് ഡ്യൂൺ മാത്രമേ ഉള്ളൂ ബാക്കി. അതൊരു എന്താണ് നാച്ചുറൽ റിസർവ് എന്നുള്ള രീതിയിൽ നാഷണൽ വെച്ചിരിക്കുകയാണ്. ഇതായിട്ട് നാഷണൽ പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പറയുന്നുണ്ട്. അത് ഭയങ്കര ഇങ്ങനത്തെ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഫിലിമാണ്. സോ ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് അതൊരു കുറച്ചും കൂടെ കൺവിൻസിങ് ആയിട്ട്, അത് നമ്മൾ എല്ലാത്തിലും പറയുന്നില്ല. ഇപ്പൊ നമ്മളത് ഞാൻ പുള്ളിക്കാരി അറ്റാക്ക് ചെയ്യുന്ന പോലെ. പക്ഷെ നമ്മളിപ്പം ഞാൻ പറയട്ടെ, ഇപ്പം
എന്താ അറബിക്കടലിന്റെ ചിങ്കം, എന്താണ് അതിന്റെ പേര്, ഒറിജിനൽ പേരെന്നായിരുന്നു? മരക്കാർ. മരക്കാർ, സോറി, മലൈക്കോട്ടെ വലുവല്ല, മരക്കാർ. മരക്കാർ കണ്ടപ്പോ നമ്മൾ പറഞ്ഞു പ്രണവ് മോഹൻലാൽ മതിയായിരുന്നു. മതിയായിരുന്നു. ലാലേട്ടൻ. അതെ. അത് അവൻ ഞാൻ വലുതായപ്പോഴാണ് പണി പാളിയത്. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആണെന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നവർക്കറിയാം. ഞാൻ പറഞ്ഞു പ്രണവ് മോഹൻലാൽ മതിയായിരുന്നു. അതിപ്പോ ഓജി കണ്ടപ്പോ നമ്മൾ പറഞ്ഞു, ഓജി കണ്ടിന് പവൻ കല്യാണിന്റെ നമുക്ക് പണ്ടേ വിലയില്ല, അത് വേറെ കാര്യം. പക്ഷെ അത് പവൻ ശരിയാണ്. കല്യാണിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ പറഞ്ഞില്ലേ, എന്നെ അവൻ വളർന്ന് ഇതായത് പവൻ കല്യാണിന്റെ ഓജിയില് ഒറിജിനൽ ആ കൊച്ചു പ്രായം, ഒരു ടീനേജ് പ്രായം കാണിക്കുന്ന ഒരു ചെറുക്കനുണ്ട്, അല്ലെങ്കിൽ 20s കാണിക്കുന്ന ഒരു ചെറുക്കനുണ്ട്. ആ ചെറുക്കൻ തന്നെ മതിയായിരുന്നു, ഓജി വളർന്ന് വലുതാവണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ പോലെ. അത് നമ്മൾ പല പടത്തിലും പറയുന്ന ഒരു കാര്യമാണ്. ഇഫ് ദേ കാൻ പുൾ ഇറ്റ് ഓഫ്, അത് ചെയ്യാതിരിക്കുകയായിരിക്കും ഭേദം. അത് യു ആർ ജസ്റ്റ് ഡിസ്ട്രോയിങ് ദ ഫിലിം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? അത് സ്റ്റണ്ട് അറിയാവുന്ന ആളാണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നത്തില്ല. ഈ പറഞ്ഞ പോലെ ഷിക്സിയാണ് ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമുക്ക്, ബ്യൂട്ടിഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീസ് പ്രിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് എനിക്ക് അറിയത്തില്ല. അത് ഓരോരുത്തരുടെ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച്, എനിക്ക് ഐ ഡോണ്ട് നോ. അതിപ്പോ ഓരോ എന്താ നമ്മുടെ കാഴ്ചയിലാണ് സൗന്ദര്യം ഇരിക്കുന്നതെന്ന് പറയല്ലോ, അതാ ഞാൻ ഓരോരുത്തർക്കും ഓരോ പറഞ്ഞേ, ടേസ്റ്റ് ഇപ്പൊ ഉണ്ട്. നമുക്ക് പുള്ളിക്കാരി ആ ഒരു സെക്സ് സെക്സ് സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നിയില്ല. പക്ഷെ അത് പുള്ളിക്കാരി പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നിയ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഉണ്ട്. പെർസ്പെക്റ്റീവിൽ അത് ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ. അപ്പൊ എന്താണേലും അതാണപ്പോ, എന്താണേലും നമ്മൾ പടത്തിനെ കുറിച്ച് പറയണല്ലോ, അപ്പൊ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഫെൽ ദാറ്റ് എനിക്ക് ആ ഒരു സ്റ്റണ്ടും വർക്ക് ചെയ്തില്ല ആക്ച്വലി. ആൻഡ് പുള്ളിക്കാരി പാനിക് കാണിക്കുന്നത്, അതായത് പുള്ളിക്കാരി ഈ മറ്റേ നമ്മുടെ ബിമലിന്റെ ക്യാരക്ടറിനോടല്ല, സൈമണിന്റെ ക്യാരക്ടറിനോട് ഒരു ഷാജിയേട്ടൻ പാനിക്, ഷാജിയേട്ടനോട് പാനിക് കാണിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ കുഴിച്ചിടാൻ കൊണ്ടുപോകുമ്പോ ആ കുഴിയുടെ സൈഡിൽ നിന്നിട്ട് നന്ദു വരുമ്പോഴത്തേനും GPS നന്ദുവിനോട്, ട്രേസ് ചെയ്തിട്ടുണ്ടാവോ എന്നൊക്കെ ഉള്ള ആ ചോദിക്കുന്നത് അത് ആ കാറിൽ സമയത്തുണ്ട്. വെച്ചിട്ട്, അന്നേരം കാറിൽ ഉണ്ട്. വെച്ചിട്ട് കുഴിയുടെ സൈഡിൽ നിന്നിട്ടും ഒക്കെ ആ ഒരു പാനിക് കാണിക്കുന്ന സാധനമുണ്ട്. ഒരു പെർഫോമേറ്റീവ് ആർട്ട് ഫോം നന്നായിട്ട് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. നന്നായിട്ടുണ്ടായിരുന്നു. അത് കണ്ണാടിയുടെ മുന്നിൽ വെച്ച് പുള്ളിക്കാരി ക്യാരക്ടറിലോട്ട് കേറുവാണ്. എന്താ, അയ്യോ എന്താ മെത്തേഡ് ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. മെത്തേഡ് തന്നെ, വല്ലാത്തൊരു മെത്തേഡായി പോയി. അതാണ്, എനിക്കറിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ എൻഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഇത് പറയുന്ന ഒരു തിയറി എന്താന്ന് വെച്ചാല്, ബിമല് അവള് കോർട്ടിൽ വെച്ച് ഗണ്ണെടുത്ത് ജഡ്ജിനെ വെടിവെക്കാനായിട്ട് നോക്കുന്നുണ്ടല്ലോ. അപ്പൊ വെടി ബിമലിനെയും വെച്ചില്ലയോ? വെടി വെച്ച വെടിവെച്ചു. വെച്ചു. ബിമലിനെയും അവള് വെടിവെച്ചു. അപ്പം ബിമലിന്റെ മെമ്മറി ആണ് വേറൊരുത്തൻ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് ഇവൻ ബിമലല്ല, ഇവൻ ആ മെമ്മറിയാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയില്. ചിലപ്പോ അടുത്ത പാട്ടിന്റെ പേര് റോബിൻസ് പാരഡോക്സ് എന്നാണല്ലോ. അപ്പൊ റോബിൻ ആയിരിക്കും ചിലപ്പോ കാണുന്നത്, നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇവൻ റോബിൻ ആവുന്നുള്ള രീതി. പക്ഷെ അടുത്തതിൽ അതോ വലിയ എന്തോ സ്റ്റാർ കാണുന്നവൻ, അല്ല ഇവൻ ബിമല് തന്നെ. പക്ഷെ ബിമല് ചത്തല്ലോ. അപ്പൊ ബിമല് ചത്തപ്പോ ബിമലിന്റെ എന്താ മെമ്മറി എക്സ്ട്രാക്ട് ചെയ്തിട്ട് റോബിൻ അത് ഗെയിം പോലെ കളിക്കുവാണെന്നുള്ള രീതിയില്. ഇതിന്റെ എൻഡിങ്ങിന്റെ അകത്ത് അവൻ കേൾക്കുന്ന നോക്ക് ചെയ്തിട്ട് അവര് ബിമൽ ഓപ്പൺ ദ ഡോർ എന്ന് തന്നെയല്ലേ പറയുന്നത്, കളി നിർത്ത് എന്നുള്ള രീതിയിലല്ലേ? അതെ ആണോ, അങ്ങനെയാണ് പറയുന്നത്. അറിയില്ല എന്താണെന്ന്. അതൊരു എന്താ പറയുന്നത്, നമുക്ക് ഏത് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കാര്യം, അവന്റെ പക്ഷെ ഇതിനകത്തിലെ നായകൻ ബിമലാണല്ലോ. പക്ഷെ പടത്തിന്റെ പേര് സൈമൺസ് പാരഡോക്സ്, അല്ല സൈമൺസ് ഫ്രാങ്കൻസ്റ്റൈൻ ഓഫ് സൈമൺസ് മെമ്മറി, അങ്ങനെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തിലൊരു ഇത് എല്ലാരും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇത് കേട്ടപ്പോ നീയും എന്തോ പക്ഷെ വേറെ എന്തോ റെഫറൻസ് ആണ് നീ പറഞ്ഞത്. ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഇറ്റ് വാസ്. പാട്ട് പ്ലേ ചെയ്യാൻ പുള്ളി പറയുന്നുണ്ട്. വെളിയിൽ നിന്ന് കയറി വന്നിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് കയറി വന്നിട്ട് പാട്ട്, എന്റെ മൂഡ് ശരിയല്ല. അതായത് ഭാര്യയെ കണ്ടു 6 മാസത്തിന് ശേഷം ഭാര്യയെ കണ്ടിട്ട് പുള്ളി തിരിച്ച് വീട്ടിലേക്ക് ഇടാൻ പറയുമ്പോ വരുന്ന പാട്ടുണ്ടല്ലോ, എനിക്ക് ആ പാട്ട് കേട്ടപ്പോ തന്നെ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ TS എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് ആണ്. കാരണം അതിന്റെ ലിറിക്സ് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞത് വല്ല ബാൽച്ചുള്ളിയോ അല്ലെങ്കിൽ മറ്റേ ഇങ്ങേരുണ്ടല്ലോ
വേറൊരു പുള്ളിയുണ്ട്. മുരുകൻ കാട്ടാക്കടയാണോ? അങ്ങനെന്തോ ഒരു പേരുള്ള ഒരു ആളുണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ അല്ലേ മറ്റേ ചോര വീണ മണ്ണില് അല്ലേ? അല്ല അല്ല, അത് അത് അനിൽ അത് അനിൽ പനച്ചൂരാണ്. പരശുരാൻ. മുരുകൻ ആ. കാട്ടാക്കടയായിരുന്നു. മുരുകൻ കാട്ടാക്കട ഇനിയിപ്പം മുരുകൻ കാട്ടാക്കട എന്ന് തന്നെയല്ലേ? അതോ ഇനി അത് വല്ല ഈ പറഞ്ഞ പോലെ സിനിമയിലെ വല്ല അല്ല പോയിട്ടാണ്. അല്ല പോയിട്ടല്ലേ? പോയിട്ടാണ്. പുള്ളിയുടെ കവിതകളുടെ പോലത്തെ ഒരു ഓ ടോൺ. രേണുകയുടെ പോയിട്ടാണ്. ഓക്കെ. രേണുകേ നീരാഗ രേണുകിന ആ പോയിട്രിയുടെ ആ, മുരുകൻ അങ്ങേരുടെയൊക്കെ കാട്ടാക്കട. പോലത്തെ അല്ലെങ്കിൽ ബാലച്ചുള്ളിയാണ് എനിക്ക് ആദ്യം മനസ്സിൽ വന്ന കാര്യം. പുള്ളിയുടെ മറ്റേ ചുടലപ്പറമ്പിലെ സാധനമൊക്കെ ആ, ഞാൻ പണ്ട് ആ. വായിച്ച് കിളി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ചുടലപ്പറമ്പിലെ എഴുതുന്ന വേറൊരു പോയിറ്റിനെ എനിക്കറിയാം. അതെല്ലേ. അതെ, അവരുടെ ആത്മാനുരാഗം, അതെ. ഇരുളിന്റെ സങ്കീർത്തനങ്ങൾ ആത്മാനുരാഗം എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകമുണ്ട്, പോയി. കവിതാ സമാഹാരം. ഉം. അതെങ്കിലും താല്പര്യമുള്ളവർക്ക് കൈരളി ബുക്സിൽ അവൈലബിൾ ആണ്. ചിലപ്പോൾ പോയി നമ്മുടെ വാങ്ങിക്കാം. വേണമെങ്കിൽ നമുക്ക് ചാനലിന്റെ ലിങ്ക് പേജിൽ കൊടുക്കാം. അതെ അതെ. കമന്റ് സെക്ഷനിൽ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഇടാം അല്ലേ? അതെ ആ, അതെ. കമന്റ് ഒരു സെക്ഷനിൽ പ്ലഗ് ലിങ്ക് ഇടാം. ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. നമ്മുടെ ആൾക്കാരാണ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ എഴുതിയതാണ്. ട്വിൻ റൈറ്റേഴ്സ് ചേർന്ന് എഴുതിയ സംഭവമാണ്. അപ്പോൾ വായിച്ചു നോക്കുക താല്പര്യമുള്ളവർ. അപ്പം അപ്പം അങ്ങനത്തെ ആ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ കോൺസെപ്റ്റും പരിപാടികളും ഒക്കെ നല്ലൊരു ഇതായിട്ടാണ്. കാര്യം മലയാളത്തിൽ അങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ സൈബർ പങ്ക് ഇതിന് മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ ഇതിൽ അങ്ങനെ നമുക്കറിയാം. മീൻസ് ഗഗനചാരിയ. ഗഗനചാരി അല്ലാണ്ട് റീസെന്റ് വന്ന ഇത് രണ്ടും അല്ലാതെ വേറെ വന്നിട്ടുണ്ട്. ഗഗനചാരിയുടെ ഇൻഫ്ലുവൻസ് ഇതിലുണ്ടെന്ന് എനിക്ക്. ആ AI-യുടെ ഇതൊക്കെ കേട്ടപ്പം മറ്റേ ഗൂഗിൾ സുരേഷ് ഫ്ലാറ്റിക്ക് അത് ഞാൻ ഗഗനചാരി മുഴുവൻ കണ്ട ഓർമ്മ എനിക്കില്ല. അപ്പം അതില് തുടക്കത്തിൽ അവൻ ആ ഫ്ലാറ്റിലോട്ട് കയറി ചെല്ലുമ്പം അവിടെ ഇവർക്കൊരു AI ഉണ്ടല്ലോ. ആ, ആ, ആ. അതുപോലെയാണ് എനിക്ക് ഓ ഇതിന്റെ അകത്തെ ഇതിനകത്ത് AIയുടെ. തോന്നിയത്. ഓക്കെ ഓക്കെ. പിന്നെ അല്ല ഈ പക്ഷെ സെയിം വേൾഡിലാണെന്ന് തോന്നുന്നില്ല. കാരണം അത് ഇല്ല ഒരു ഇല്ല ഇല്ല ഏലിയൻ യൂണിവേഴ്സ് ആണല്ലോ. അതിലും ഈ ഫ്ലഡ് ഒക്കെ വന്നിട്ട് ആ, ആ. ഉള്ള പരിപാടി ഉണ്ട്. അപ്പൊ ഉണ്ട് ഇതും ഉണ്ട് ഉണ്ട്. ഈ കൊച്ചിയുടെ ഇതിലാണേലും ഫ്ലഡ് വെള്ളം കയറി അങ്ങനെ ആൾക്കാർ ചിലപ്പോ തിങ്ങിക്കൂടി. ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് കുറെ നാളും കൂടെ കഴിഞ്ഞ് അത് ഏത് വർഷം നടക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. അത് ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് ഒരു മേ ബി ഒരു 40 ഇയേഴ്സ് പ്ലസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ എത്തും നമുക്ക് അറിഞ്ഞൂടാ. അത് ഇത് സെയിം കുറച്ചും യൂണിവേഴ്സ് കൂടെ ഒരു അല്ല എന്താണ് കാര്യം. അല്ല. മറ്റേത് അതിൻ്റെ അകത്ത് ഇങ്ങേരെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു കൃഷ്ണാന്ത്. അപ്പം പുള്ളി ശരിയാണ്. അരുൺ ചന്തുവിൻ്റെ സിനിമയാണ്. അപ്പം അത് തിയേറ്ററിൽ അവൈലബിൾ ആകുന്ന രീതിയിൽ അത് റെഡിയാക്കി എടുക്കുക എന്നുള്ള ഇതിലാണ്. അപ്പം പുള്ളിക്ക് അപ്പം ആ പ്രോജക്റ്റിന് പുള്ളി നിന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുവാണെങ്കിൽ ആളുകൾക്ക് അത് കൂടുതൽ നമ്മുടേതിന് വരുമ്പോൾ ഒരു അക്സെപ്റ്റൻസും കൂടെ കുറച്ചുകൂടെ വരുമല്ലോ. ഓഡിയൻസിനെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്നുള്ളൊരു ബ്രില്യൻറ്റ് പ്ലാൻ പുള്ളി. പടത്തിനകത്തല്ലേ നമ്മുടെ മുഖ്യജീനെയും ചെറുതായിട്ടൊന്ന് ഒന്ന് തോണ്ടുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? കോഡ് സീനിനകത്തില് പ്രോംപ്റ്റർ വെച്ചിട്ട് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നുണ്ട്. അത് മുഖ്യജീനെ ആയിരിക്കത്തില്ല, മറ്റേ പ്രധാൻജീനെ അല്ല ആയിരിക്കും അതെ ഉദ്ദേശിച്ചത്. പ്രധാൻജി. സോറി ഞാൻ ഇതിനകത്ത് മുഖ്യജി എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. സോറി. പ്രധാൻജി അത് തന്നെ. നമ്മുടെ പ്രധാൻജീനെ മുഖ്യമന്ത്രിയല്ല. പ്രധാൻ തീർച്ചയായും. പ്രധാൻജീനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അതെ. അപ്പൊ അതിനകത്തില് പ്രൊഡക്റ്റ് പ്ലേസ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. അവളുടെ ആ കോട്ടിലിരിക്കുമ്പോ അവളുടെ ആ ഉടുപ്പിന്റെ ബാക്കിൽ മറ്റേ ബാൻഡിന്റെ ഒക്കെ പരസ്യമൊക്കെ ഉണ്ട്. പിന്നെ എന്തോ പൂപ്പി കോളയുടെ ബാൻഡോ ഒക്കെ അങ്ങനെ പരസ്യം. എന്തോ ആ പറഞ്ഞിട്ടാണ്. അല്ല എനിക്കിത് കണ്ടപ്പോ കറക്റ്റ് മറ്റേതാ തോന്നിയത്. മറ്റേ എന്തുവാ അയ്യോ എന്തായിരുന്നു ഡെപ്പ് വേഴ്സസ് ആംബർ മറ്റേ ഡിവോഴ്സ് കേസ്. ജോണി ഡെപ്പ് വേഴ്സസ് ജോണി ഡെപ്പും പെണ്ണുമ്പിള്ളയും തമ്മിലുള്ള ആംബർ ഹേർഡ്. ഡിവോഴ്സ്. നല്ലായിരുന്നു. അത് ശരി, നന്നായിട്ടുണ്ട്. അതൊരു ടെലവൈസ്ഡ് കോർട്ട് റൂം ട്രയൽ അല്ലായിരുന്നു. അത് ഇതുപോലെ ഡ്രാമാറ്റിക് ആയിരുന്നു. കുറെ എന്താ അവള് കരയുന്നു, ഇവന് എന്താ ഇടിവെട്ട് സംഭവിക്കുന്നു, സീരിയൽ ഡ്രാമ പോലെ. നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുകയും ചെയ്ത സാധനമാണ്. അതുകൊണ്ട് ഇതൊട്ടും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം അല്ല. വെരി റിയലിസ്റ്റിക്. ഇപ്പൊ ഇതില് ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു ആദ്യം പുള്ളിയുടെ വേർഷനില് പുള്ളി ഇവള് ഓരോ പടത്തിന്റെ ഷൂട്ടിംഗ് ഇതിൽ നിന്നാണ് ഓരോ ഇതിന്റെ ട്രയൽ നടക്കുന്ന ഓരോ ദിവസം വന്നിരുന്നത്. അപ്പൊ അത് പിന്നീട് കുറച്ച് ഓവറായിട്ട് അത് തോന്നിയത് കൊണ്ടാണ് അത് ഒഴിവായത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതിങ്ങനെ ആലോചിച്ചു, പുള്ളിക്ക് നമ്മുടെ രജിഷ എന്ത് ചെയ്താല് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് ഓവറായിട്ട് തോന്നിയെങ്കിൽ അതെന്ത് ലെവലായിരിക്കും
എന്ന് ഓ ഞാനിങ്ങനെ ആലോചിച്ചു. വയ്യ. ബ്രില്യന്റ് ആയിരുന്നായിരിക്കും. പിന്നെ ദിഗു മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഇതിനകത്തുള്ള സ്വിച്ച് ബോർഡ്സ്, അതായത് ഇതിനകത്തുള്ള ആ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് കാണിക്കും. അതായത് ഈ പുള്ളി പറഞ്ഞ ഈ സൈബർ പങ്ക് കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് ടെക്നോളജി അങ്ങേയറ്റം ഡെവലപ്പ് ആയാലും നമ്മുടെ ഹ്യൂമൻ ലൈഫ് അതിനനുസരിച്ച് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നത് ആണ് സൈബർ നിങ്ങളൊന്നും പങ്ക് എന്നുള്ള രീതി. വിചാരിക്കരുത് ഞങ്ങൾ കഴിഞ്ഞ 4 മണിക്കൂർ 4.5 ഏതാ മണിക്കൂർ 5 ആ, മണിക്കൂറായിട്ട് 5 മണിക്കൂറായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. സംസാരിക്കുന്നതുകൊണ്ട് നാക്കൊക്കെ കുഴഞ്ഞു പോകുന്നതാണ്. ലലിച്ചിന്റെ വിശ്വാസംസകൾ പോലെ ചിന്തിച്ചാൽ മതി. പുള്ളി ഇതുപോലെ ഉറക്കപ്പിച്ചിരുന്നപ്പോഴായിരിക്കും വിളിച്ചത്. എനിക്ക് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നു പുള്ളി കിടക്കുകയെന്ന് എഴുന്നേറ്റ് രാത്രിയാണ്. അതിന് ഏതോ ഒരു കോളിനകത്ത് പാവം മനുഷ്യൻ പറയുകയും പറയുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. രാത്രിയില്. നമ്മുടെ അതെ. മുകേഷ് ജി തന്നെ പറഞ്ഞേനെ അന്തസ് വേണമാണ് 11 രാത്രിയിലാണ് മനുഷ്യൻ. മണിക്കാരോടാ ഒരു ആളെ വിളിക്കുന്നത്. ബുദ്ധി വേണം. അപ്പം അതിന്റെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഇത്ര ഇതായിട്ട് ചെയ്തത് കേരള സ്റ്റോറിയൊക്കെ ഇതുപോലെ കുറച്ച് അയ്യോ അത് ഭയങ്കര എക്സ്റ്റെൻസീവ് എക്സോസ്റ്റിംഗ് പ്രോസസ്. ആയിരുന്നു. അത് അത് പക്ഷേ അത് മെന്റലി നമ്മൾ ഡൗൺ ആയിരുന്നു. ഈ പണ്ടാറ് ഒരു 4-5 വട്ടം ചെയ്ത് അതെന്താന്നറിയോ, ഞങ്ങൾ ആലോചിച്ച്. ആദ്യത്തെ കാലഘട്ടമായിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം ടെക്നോളജി ആയിട്ടൊന്ന് യൂസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. പല സ്ഥലത്തിരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ നമുക്ക് എത്ര റെക്കോർഡ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. മൾട്ടിപ്പിൾ ഡേയ്സ് എടുക്കുന്നു. അപ്പൊ ഒത്തിരി ദിവസം പോയി കഴിയുമ്പം വി ടെൻഡ് ടു ഫോർഗെറ്റ് ഡീറ്റെയിൽസ്. അപ്പം ഈ പണ്ടാരം പന്നപ്പടം ഇരുന്ന് പിന്നെയും കാണും. അപ്പൊ നമ്മുടെ ബ്രെയിൻ സെൽസ് തന്നെ ഡെഡ് ആവുന്ന അവസ്ഥയിലെത്തി വയ്യാണ്ടായി. അതെ. അത് ശരിക്കും മസ്തിഷ്ക മരണം ന്ന് അതിനായിരുന്നു പേര്. അതിനായിരുന്നു പേര് വരേണ്ട. അത് ശരിക്കും വയ്യാണ്ടായി. അപ്പം ഇതിലിപ്പോ ഞാനിങ്ങനെ പറഞ്ഞോളൂടെ, ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ അതായത് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം മറ്റൊരാളുടെ മെമ്മറി എക്സ്പീരിയൻസ് അത് ഈ റെഡി പ്ലെയർ വൺ സിനിമയ്ക്കകത്തും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ പൈസ കൊടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഗെയിമിൽ വെടി കൊള്ളുമ്പോഴത്തേക്ക് നമുക്കത് ഫീൽ ചെയ്യില്ലല്ലോ. ഈവൻ തോ നമ്മൾ ആ ഒരു ഇൻ ഗെയിം എക്സ്പീരിയൻസ് ഒരു VR എക്സ്പീരിയൻസ് പോലെ ഫീൽ ചെയ്യുമെങ്കിലും നമ്മുടെ ക്യാരക്ടർ ചാവുമ്പോൾ നമ്മൾ ചാവുന്നില്ലല്ലോ. പക്ഷേ ക്യാരക്ടറിന് വെടികൊള്ളുമ്പോൾ നമുക്കും വേദന എടുക്കുന്ന രീതിയിൽ സെൻസറിങ് ഒക്കെ ഉള്ള രീതിയിൽ അത് എക്സ്ട്രാ പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവൻ അങ്ങനത്തെ ഇത് ചെയ്യുന്നതൊക്കെ ആ സിനിമയ്ക്കകത്തുണ്ട്. അതിൽ ഇതുപോലെ തന്നെ ഒരു ഗിയറൊക്കെ വെച്ചിട്ട് അത് പക്ഷെ വെള്ളത്തിലല്ല, ഈ നമ്മുടെ ഈ മറ്റേ റോബോട്ടിക് ആം പോലത്തെ സംഭവത്തിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് ഓടുക അനങ്ങുകയൊക്കെ ചെയ്യാം. അത് റിയൽ ലൈഫിൽ ഉണ്ട് ആ സാധനം. നമ്മൾ ഗെയിം കളിക്കുമ്പം അങ്ങനെ മൂവ്മെന്റ് ഒക്കെ തിയേറ്റേഴ്സിൽ ഉള്ള ഇപ്പൊ രീതി. അതിന്റെ വേറെ ഒരു വേർഷൻ ആണല്ലോ ഈ എന്താ എന്താ ഐമാക്സ് 4D 5D എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുലുക്കലും ഭൂമി കുലുക്കവും ഫോഗ് വെള്ളം വരികയും വെള്ളം ചീറ്റുകയൊക്കെ ചെയ്യുന്ന അപ്പം അതിൻ്റെ അകത്ത് അങ്ങനത്തെ എലമെന്റ് ഉണ്ട്. അപ്പം ഇതിൽ ഈ എക്യുപ്മെന്റ്സ് ഇത് വെള്ളത്തിലാണ് അവർ ടബിൽ പ്രത്യേക ഇത് നിറച്ചിട്ടാണ് അതിൻ്റെ അകത്ത് കാര്യം. അല്ലെങ്കിൽ മറ്റേ പുള്ളി മോറൽ സയൻസ് വാദ്യാർ സോഫയിലിരുന്ന് കണ്ട പോലെ സോഫ കത്തിപ്പോയി. അതും പൊങ്കാലയുടെ ഇടയിൽ കണ്ടെന്ന് പറഞ്ഞു. 500 മണിക്കൂർ പൊങ്കാല നടത്തുന്നതിന്റെ ഇടയിൽ ഇവര് വീട്ടിലാരും ചിലപ്പോ ഇല്ലായിരുന്നു. 1 മാസത്തേക്ക് പോയതായിരിക്കും പൊങ്കാല നടത്താൻ. പൊങ്കാലയായിരുന്നു ആയിരിക്കും. കാരണം ഞങ്ങള് 12 മണിക്കൂർ വെച്ച് കണക്ക് കൂട്ടി നോക്കിയിട്ടും എന്താ ഒരു എന്തോ ദിവസം 12 41 മണിക്കൂർ. ദിവസം ഏതാണ്ട് വേണം. ഒരു ആ ദിവസം 12 മണിക്കൂർ ഇരുന്ന് കണ്ടാലും. അല്ലെ ഇപ്പൊ 24 മണിക്കൂറാണെങ്കിൽ എത്ര വേണമായിരുന്നു ഓർക്കുന്നുണ്ടോ? എത്ര 24 മണിക്കൂർ ദിവസം? നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യനെ പിന്നെ കിടന്ന് ഉറങ്ങണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോ 12 ഇയാൾക്ക് മണിക്കൂർ അതൊന്നും വെച്ച് നോക്കി. വേണ്ടായിരിക്കും. വേണ്ടായിരിക്കും. അത് ശരിയാ. അപ്പം അതിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വയറിംഗ് ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ട്, അതായത് പഴയ ഈ നമ്മളിപ്പോൾ ഈ ഏതെങ്കിലും ഇലക്ട്രീഷ്യന്മാരുടെയൊക്കെ മുറി, എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഇലക്ട്രീഷ്യനാണ്. പുള്ളിയുടെ മുറിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഈ സ്വിച്ച് ബോർഡുകളും കോയിലുകളും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അത് കാണാം. അങ്ങനത്തെ ഒരു എക്സ്പോസ്ഡ് വയറിങ്ങും ഇതൊക്കെ ആയിട്ടുള്ള മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓർത്ത് വെള്ളത്തിലിരുന്നോണ്ടല്ലേ ഇത് കാണുന്നത്, ഷോക്ക് അടിക്കില്ലേ എന്ന് പറഞ്ഞപ്പം അത് കുമാരി പറഞ്ഞു ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള സ്വിച്ച് സംഭവമായിരിക്കും. ഒക്കെ ആയിരിക്കും. ചിലപ്പോ അതിന്റെ അകത്ത് ഇൻസുലേഷൻ കാണും. നമുക്ക് അറിയത്തില്ലല്ലോ എന്താണെന്ന്. കാണുമ്പോ അതായത് ഇങ്ങനെ ഉണ്ട്. ആ. ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ അതിന്റെ അതിന്റെ മെഷീനറി ഓൾഡ് സ്കൂൾ ഹാർഡ്‌വെയർ ആണെന്നുള്ള. അതെ അതിന്റെ വെളിവശം. അത് ഉം. എന്താണ് നമ്മുടെ ഡയറക്ടർ അതിനെ ഒരു വാക്കിട്ട് വിളിക്കുന്നുണ്ട്. റെട്രോ ഫ്യൂച്ചറിസം ന്ന്. അതായത് നമ്മുടെ അത് ഈ റെട്രോ സാധനങ്ങൾ റീസെന്റ് യൂസ് ചെയ്ത്. നമ്മുടെ ഫെന്റാസ്റ്റിക് ഫോർ സിനിമ മാർവലിന്റെ കണ്ടിട്ടുണ്ട്. അവരുടെ സൊസൈറ്റി അങ്ങനത്തെ, അതായത് ഹൈലി അഡ്വാൻസ്ഡ് സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഈ CRT മോണിറ്ററും അങ്ങനത്തെ നമ്മുടെ ഈ പെട്ടി പോലത്തെ TV ഒക്കെ, ഇപ്പം ഹെർബിയൊക്കെ ആണെങ്കിൽ അതിനകത്തെ റോബോട്ട് അതിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡിസ്കാണ്, ഈ പ്ലേ ചെയ്യാനായിട്ട് വെക്കുന്ന ഡിസ്ക് ഇല്ല, അതാണ് അതിന്റെ CD കണ്ണ്. CD. CD. ആ
അപ്പൊ അതാണ് അങ്ങനത്തെ സംഭവമാണ് ഈ റെട്രോ ഫ്യൂച്ചറിസം എന്ന് പറയുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, പക്ഷെ ടെക്നോളജിയും അതിന്റെ മൊത്തത്തിലുള്ള ആംബിയൻസ് എല്ലാം ഈ 70s 80s 90s അങ്ങനത്തെ ഇതിലുള്ള രീതിയിൽ. Yes, അപ്പം സ്റ്റണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഉം. അതായത് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ബാലറീന വെച്ചിട്ടാണ് കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതായത് നെറ്റ്ഫ്ലിക്സിലെ ബാലറീന എന്നാണ് പറഞ്ഞത്. അത് മറ്റേ കൊറിയൻ ബാലറീന ആ ബാലറീന ആയിരിക്കും. മറ്റേ ബാലറീന വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അത് നമ്മുടെ ജോൺ വിക്കണ്ണന്റെ എന്താണ് പരമ്പരയിലുള്ളതാണ്. അതുകൊണ്ട് അത് വെച്ച് ഞാൻ അതാണെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ പോട്ടെ, ഇത് നെറ്റ്ഫ്ലിക്സിലുള്ള ബാലറീന എന്ന് പറയുന്ന കൊറിയൻ ബാലറീനയാണ്. അത് വെച്ചിട്ടാണ് കളർ ഗ്രേഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഓർത്തു അത് വെച്ചിട്ടാണ് സ്റ്റണ്ട് ഡിസൈൻ ചെയ്തതെന്ന് പറയുവാണ്. പറഞ്ഞു വരുവാ. ഞാൻ 2 സെക്കൻഡ് എന്താ പറഞ്ഞത് എന്ന് ഞാൻ ആയിപ്പോയി. പിന്നെ പുള്ളി തന്നെ അത് കളർ ഗ്രേഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. സന്തോഷായി. Yes. എനിവേസ് അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണല്ലേ സിനിമ. നല്ല സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒറ്റ വാക്കിൽ ദിഗു എങ്ങനെ പറയും? നല്ല സിനിമയാണോ? എനിക്ക് നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ഈവൻ ദോ ഇത്രയും കുറെ കല്ലുകടിയായിട്ടുള്ള ഇങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ വാച്ചിലാണേലും രണ്ടാമത്തെ വാച്ചിലാണേലും എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചു. എന്താ പറയുന്നത്, മെയിൻ ക്യാരക്ടറിന്റെ അവന്റെ ആ ട്രോമ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ, അവനോടൊരു അയ്യോ പാവം എന്നുള്ളൊരു ഇത് തോന്നുന്ന രീതിയിൽ ഉള്ള ഇമോഷൻസും കാര്യങ്ങളും ഇതിലെ കോമഡികളൊക്കെ ആണേലും ഈ മറ്റേ ഞഞ്ഞായി എന്തായിരുന്നു നന്നായിട്ടുണ്ട്. എന്തായിരുന്നു അവള് പറഞ്ഞ സാധനം? എന്തായിരുന്നു എന്താ? ഭയങ്കര കോമഡി ആയിട്ട് മറ്റേ ഇന്റർവ്യൂവിന്റെ അത് ഇവളുടെ മറ്റേ ഹൃദാസോമന്റെ മറ്റേ സിനിമയുടെ ഇത് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞഞ്ഞാപിഞ്ഞ. ഓക്കെ, ഞാൻ ഞഞ്ഞാപിഞ്ഞ. ഞഞ്ഞാപിഞ്ഞ ഒന്നും എനിക്ക് വർക്കായില്ലെങ്കിലും അല്ലാണ്ടുള്ള പല കാര്യങ്ങളൊക്കെ വർക്കായായിരുന്നു. ഇപ്പം ഓവറോൾ എനിക്ക് ഓക്കെയാണ്. ഓൾറൈറ്റ്, കുഴപ്പമില്ല, കാണാം എന്നുള്ള രീതിയിൽ. ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ ആണെങ്കിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, പോസിബിലിറ്റി ഉള്ള സാധനങ്ങളാണല്ലോ. വേറൊരു സാധനമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, അതായത് +20 ഇയേഴ്സ് മുന്നോട്ടുള്ള കാര്യമാണല്ലോ കാണിക്കുന്നത്. അപ്പം എന്താ ജെൻഡർ ഓറിയന്റേഷൻ, അതായത് സെക്ഷൽ ഓറിയന്റേഷന്റെ നോർമലൈസിങ് കാണിക്കുന്നുണ്ട്. അത് സട്ടിലായിട്ടാണ് കാണിക്കുന്നത്, പക്ഷെ കാണിക്കുന്നുണ്ട്. അതായത് ഫ്രിഡ സോമൻ ആണെങ്കിലും എന്താണ് ഷീസ് സെക്ഷലി ഓറിയന്റഡ് ടുവേർഡ്സ് ഫീമെയിൽ എന്ന് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആ കൊലപാതക സീനിന്റെ അകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നുണ്ട്. ആ അപ്പം അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പോലീസുകാരി ഇന്ദ്രജ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പോലീസ് ഓഫീസർ, അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. പുള്ളിക്കാരി ഈ ടബിലേക്ക് കയറി ഫ്രിഡാസോമന്റെ ഇവളുടെ ഇതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്ന് ചെയ്യാവുന്ന പറയുന്നുണ്ട്. അപ്പൊ വോളണ്ടറി മറ്റേ പുള്ളി ഈ മുകേഷിന്റെ കൂടെയുള്ള വേറൊരാളുണ്ട്, ഒരു ആക്ടർ ഉണ്ട്. പുള്ളിയുടെ പേര് ജഗദീഷ്. ജഗദീഷ് അല്ല, അല്ല, കൂടെ ഉള്ള പുള്ളി. ജഗദീഷിന്റെ കൂടെ ഉള്ള ആള് ഞാൻ ആരാന്നാ പറഞ്ഞത്? മുകേഷ് എന്ന് പറഞ്ഞു. മുകേഷ് എന്നാണ് പറഞ്ഞത്. സോറി, ജഗദീഷ്. ഓക്കെ, മാലിക്. സോറി. മാലിക്കിന്റെ ക്യാരക്ടർ മാലിക്. ഏത്? ശംഭു മേനോനാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. അപ്പൊ നായിക പുള്ളി നായകൻ. പറയുന്നുണ്ട് ഇവള് ശരിയല്ല, ഇവളുടെ സെക്ഷൽ ഓറിയന്റേഷൻ മറ്റേ സൈഡിൽ, അതായത് പുള്ളിക്കാരി ലെസ്ബിയൻ ആണ്. അതുകൊണ്ട് ആ സെക്ഷൽ ഓറിയന്റേഷൻ ആയതുകൊണ്ട് പുള്ളിക്കാരി ഈ സാഹചര്യം മുതലെടുക്കുവാണ്, പുള്ളിക്കാരിയെ കേറ്റരുത് എന്ന് പറയുന്നത്. അതൊരു അവനാണേലും മോക്കറി ആയിട്ടല്ല പറയുന്നത്. പുള്ളിക്കാരൻ അതൊരു നെഗറ്റീവ്, അതായത് ഇവര് ലെസ്ബിയൻ ആയതൊരു പ്രോബ്ലം ആണെന്നല്ല പറയുന്നത്. ഇവൾ അതായതുകൊണ്ട് ഇവള് ഇതിനെ ചൂഷണം നിന്റെ ചെയ്യാൻ ചാട്ട നോക്കുകയാണ്. എങ്ങോട്ടാണെന്ന് എനിക്ക് ആ അതെ, മനസ്സിലാവുന്നുണ്ട് ആ അതെനിക്ക് ഡയലോഗ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സട്ടിലായിട്ടുള്ള 2-3 ഇടത്താണ്, പക്ഷെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ്. നല്ല രസമുണ്ടായിരുന്നു. അവനാണെങ്കിലും പറയുന്നത് അവനൊരു സീരിയൽ മോണോഗമിസ്റ്റ് മോണൊക്കെ ആണെന്നുള്ളത്. അതെന്ത് തേങ്ങയാന്ന് എനിക്ക് അറിഞ്ഞൂട. അത് ജഗദീഷിനും അറിഞ്ഞൂട. അല്ലെ, ജഗദീഷിനും അറിഞ്ഞൂട. ജഗദീശൻ ചോദിക്കുന്നുണ്ട് അതെന്ത് സാധനം, അതെന്താ സീരിയൽ കില്ലർ സീരിയൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അങ്ങനെ കുറെ Interesting. കുഞ്ഞു കുഞ്ഞു കോമഡികളൊക്കെ നമുക്ക് വർക്കായായിരുന്നു നല്ല നല്ല രീതിയിൽ. നമുക്ക് Yes. ആടില് മിസ്സായത് അതായിരുന്നു, അതെ കൊമേഡികൾ അതെ അതെ അതെ. അവരുദ്ദേശിച്ച പോലെ. പക്ഷെ ഇതില് കൊമേഡികൾ, ഈവൻ ദോ ഇതൊരു കോമഡി പടം അല്ലെങ്കിലും
അത് പക്ഷേ ഉണ്ടല്ലോ, കൊമേഡിയൻ. ഈ ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ ചെറുതായിട്ട് "എടാ ബുദ്ധിമാനെ" എന്നെനിക്ക് തോന്നിയ ഒരു സാധനം, റൈറ്റർ ആണല്ലോ അത്, ഇതിന്റെ കൃഷാന്ത് ഇതിന്റെ റൈറ്ററും കൂടെ ആണല്ലോ. അപ്പൊ എഴുതി വെക്കുമ്പോഴത്തേനും സീൻ ഡിസൈൻ ചെയ്യുമ്പം എഴുതുമ്പം കോമഡി പുള്ളി എഴുതാറില്ല. പുള്ളിക്ക് അങ്ങനെ കോമഡി അവിടെ ജോക്സ് എഴുതാറിഞ്ഞൂടാ. എന്ന് പറഞ്ഞ് എഴുതി അവിടെ വെക്കുക. അവിടെ എന്നിട്ട് കോമഡി ഇതിന് അല്ലെങ്കിൽ ജോക്ക് എന്നും പറഞ്ഞ് എഴുതി വെക്കും. എന്നിട്ട് ആക്ടറിനെയും കൊണ്ട് കോമഡി അവരെയും കൊണ്ട് ഉണ്ടാക്കിക്കും. കോമഡി ഡിസൈൻ ഈ ചെയ്യിപ്പിക്കും. ഇന്ന ഭാഗത്ത് ജോക്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു കോമഡി ഇടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ഡിസ്കസ് ചെയ്ത് അങ്ങനെ അവരുടെ കൊള്ളാം. ക്രൂവിലൊക്കെ പറഞ്ഞ് മിടുക്കനാ. കോമഡി. 10 പുള്ളിക്ക് അത് തലയാ. എഴുതാൻ തനി രാവണൻ, അതായത് പുള്ളിക്ക് കോമഡി അത് ഇത് വരാത്തത് കൊണ്ട് ആ. ഒരു മെറ്റീരിയൽ വേണമല്ലോ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അത് വേറെ ആൾക്കാർ തലകഞ്ഞ് ആലോചിച്ച് കൊണ്ടുവന്ന് പറഞ്ഞു തന്ന് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഡെവലപ്പ് ചെയ്യും. അത് നല്ലൊരു ബ്രില്യന്റ് ഐഡിയ ആണത്, കൊള്ളാം. അത് നമ്മളെ കൊണ്ട് പറ്റാത്തത് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ള ആൾക്കാരെ ഞാൻ പൈസ കൊടുത്ത് വെക്കുന്നുണ്ടല്ലോ, ആക്ടേഴ്സ്. ഉണ്ടല്ലോ, ജഗദീഷിനെയൊക്കെ പോലുള്ള ബ്രില്യന്റ് ആക്ടേഴ്സ് ഉള്ളപ്പോ ഞാൻ അവരൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നു? ടൈമിങ്ങിൽ ഇടുന്ന ആളുകളും കൂടെ ആണല്ലോ. അതെ ഇപ്പൊ ഈ അതെ. ജഗദീഷനുണ്ടല്ലോ, ഈ പുള്ളി ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ അകത്ത് ഈ കൃഷാന്തിന്റെ ഈ ഒരു വേറൊരു ഇന്റർവ്യൂവിന്റെ അകത്ത് കണ്ടപ്പോ ഇങ്ങനെ ഈ മസ്തിഷ്ക മരണം എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജഗദീഷ് അതിനൊരു നല്ലൊരു മീനിങ് പറഞ്ഞായിരുന്നു. അത് പുള്ളി ചിന്തിച്ചില്ല. പക്ഷെ ജഗദീഷ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അതായത് ഈ നമ്മൾ ഈ ഇങ്ങനെ റീലുകളും അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്ത് സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ കൺസ്യൂം ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഡെഡാണ്. ഈ ഡോപ്പമൈനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെ ഹൈറ്റിൽ കയറി നമ്മുടെ ബ്രെയിൻ ഡെഡ് ആവും. ഇമോഷൻസ് മാത്രം, ഹാർട്ട് മാത്രം വർക്കിംഗ് ആവും. അപ്പൊ മസ്തിഷ്ക മരണം അങ്ങനെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. നൈസ്. അതാണ് ഇതിലും വരുന്നതെന്നുള്ള, അതുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് പുള്ളി പറഞ്ഞു മസ്തിഷ്ക മരണം വെരി ഇവിടെ അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? കൊള്ളാം. അല്ലേ, നല്ലൊരു, ആ. അത് ജഗദീഷ് ആലോചിച്ചതാണ്. അത് ആ, കൊള്ളാം, അല്ല നല്ലൊരു. പുള്ളി ഈ പറഞ്ഞ പോലത്തെ ഒരു ബ്രില്യന്റ് മനുഷ്യനാണല്ലോ, ഈ പറഞ്ഞ പോലെ ഈ എക്സ്പീരിയൻസ് ഇതിന്റെ അകത്ത് ആണെങ്കിലും. മസ്തിഷ്ക മരണം പറയുന്നത് നമ്മുടെ ഷാജിമോഹന് സംഭവിക്കുന്ന ആ, മസ്തിഷ്ക മസ്തിഷ്ക മരണമാണ്. മരണമാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ചൈനയിൽ അവര് ICUവിൽ നിന്ന് പുള്ളിയുടെ എടുക്കുമ്പോ ഷാജിമോഹൻ എന്ന് പറഞ്ഞത് ഷൈമോൻ എന്ന് പറഞ്ഞു, പിന്നെ സൈമൺ എന്നൊക്കെ കൊറേ ഉണ്ട് അങ്ങനത്ത്. പിന്നെ അത് ഡിങ്കപ്പന്റെ ക്യാരക്ടർ ഒന്നും പറയാതിരിക്കുക വേദം പുള്ളി. പക്ഷെ അവിടെ ഒരു അതന്നെ ഡാർക്ക് പുള്ളിക്ക്. സാധനമുണ്ട്. ആ, മറ്റേ ബിറ്റ്സ് ഓ ബി വരുമ്പത്തേക്ക് തീർച്ചയായും. ചാർജ് ചെയ്തായിരുന്നല്ലോ അല്ലേ, ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ആടിന്റെ ഇത് വെച്ചിട്ട് ഒരു ഡാർക്ക് ഈ സെക്ഷൽ പെർവേർട്ടിന്റെ കയ്യിൽ എന്തിനാ ആട്? ആട് സംശയാത്മകമാണെന്ന്. എന്നുള്ള പറയുന്നതൊക്കെ. അപ്പൊ അതൊക്കെ Yes, yes. അതും ഈ സാംസങ്ങിന്റെ ആണ് മറ്റേ ബിക്സ്ബി, അതാണ് ഇനിയിപ്പോ ബിറ്റ്സ്ബി ആയത് എന്നുള്ളത്. അങ്ങനെയൊരു പക്ഷെ ആ റോബോട്ടിനോട് ചാർജ് ആയി വെക്കാൻ പറയുന്നത് എന്തിനായിരിക്കും? അതൊക്കെ ആലോചിച്ചു പുള്ളി നീ ഇച്ചിരി ഒരു നീ ഓവറായിട്ട് വിഷയമാണല്ലോ. കടന്ന് ചിന്തിക്കാതെ വൃത്തിയിട്ടവൻ. പക്ഷെ ഇവര് പറയുന്നുണ്ട് എന്നാ, എന്താ ഈ സുരേഷ് പുള്ളിയുടെ കൃഷ്ണയുടെ വക്കീല് വക്കീല്, ഓ എന്താ സൈബോർഗിനെ എന്താ സെക്ഷലി അസോൾട്ട് ചെയ്തെന്ന് അസോൾട്ട് പറയുന്നു. ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരില് പുള്ളി അകത്താന്ന് പറയും. അത് തീർച്ചയായും. പുള്ളി വേറൊരു ഹൈലൈറ്റ് ഐറ്റം പറഞ്ഞത്, അല്ലേലും എനിക്ക് വക്കീലന്മാര് വാഴാറില്ലല്ലോ, നമ്മുടെ പോലീസിനെ നീ ചാനലിലെ പറഞ്ഞ് മനസ്സിലാക്ക്. നമ്മുടെ ചാനലിലെ കൺവിൻസിങ് സ്റ്റാർ ആണ് ദിഗു. നമ്മളിത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ് എന്തുകൊണ്ടാണ്, അറിയണമെങ്കിൽ പോയി കാണാം. ദിസ് ഇസ് മീ പ്രൊമോട്ടിംഗ് ദ അതർ എപ്പിസോഡ് ത്രൂ ഔട്ട്. നമ്മള് ഈ ചാനൽ തുടങ്ങിയത് തന്നെ കൺവിൻസിങ് സ്റ്റാറിന്റെ സിനിമയിലൂടെയാണ്, ക്രിസ്ത്യൻ അതെ അതെ, ബ്രദേഴ്സ്. ക്രിസ്ത്യൻ ബ്രദേഴ്സ്. യെസ് യെസ് യെസ്, ടോട്ടലി. പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ വക്കീലുമായി വരാം, നമുക്കൊരു ഇമോഷനാണ്. മറ്റേ ഇതിന്റെ അകത്തൊക്കെ വന്ന് മീമില് വരുന്നതിന് മുന്നേ. മുന്നേ അതെ 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 അതെ. അതെ. അപ്പം അത് ഇതേ ഡയലോഗ് മറ്റേ മരണമാസിന്റെ അകത്തും പുള്ളി പറയത്തില്ലേ, ബസ്സിൽ വെച്ചിട്ട് നാട്ടുകാരെ നീ പറഞ്ഞ് ഇറങ്ങി മനസ്സിലാക്കുക, ഓടിയിട്ട്. ഞാൻ വക്കീല്, പോലീസുമായിട്ട് വരാന്ന് പറഞ്ഞു ഓടും. ആ പുള്ളിയുടെ ഒരു സാധനമായി മാറിയിട്ടുണ്ട് ഇപ്പൊ സത്യം ഐക്കോണിക് പറഞ്ഞാല്. ആയിട്ട്. പുള്ളി പക്ഷെ അതിനങ്ങ് ഏറ്റെടുത്തു. ചിലർക്ക് അത്ര ഇഷ്ടമല്ലല്ലോ, പക്ഷെ ഈ പുള്ളി അങ്ങ് രണ്ട് കൈ നീട്ടി അത് അത് സ്വീകരിച്ചു. ന്യൂ ഇയറിന് മറ്റേ വിഷ് തരുന്നത് ഒക്കെ പുള്ളി ആ ഒരു പ്രസ്താവന അങ്ങ് എടുത്തു. അത് നമ്മുടെ നല്ല റിയാസൊക്കെ ആണെങ്കിലും മറ്റേ അടിച്ചു കയറി വാ പറഞ്ഞ. പക്ഷെ റിയാസക്കയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഹായിക്കകത്ത് മറ്റേ അമ്മായി ഫ്രഷ് ഫ്രൈ. അത് ഹായിലായിരുന്നോ? അത് മറ്റേ കേരളോത്സവോ? അതങ്ങ് അതിന്റെ അങ്ങനെന്താ? അകത്തുണ്ട്, അത് അതെ, ഹായിക്കകത്തും ഇല്ലേ അതിനകത്തല്ലേ? അത്? അറിയത്തില്ല. ഹായ് ഞാൻ കണ്ടിട്ടില്ല. മറ്റേ എന്താ മറ്റേ കേരളോത്സവത്തിലുണ്ട്, ഷാപ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് പറയുന്നു, അടിച്ചേറി വാ എന്ന് പറയുന്ന സാധനം. പറയുന്നത് അമ്മായി ഫിഷ് ഫ്രൈ അതിനകത്തിലല്ലെന്നാ തോന്നുന്നു. ഹായിലല്ലേ, ശരി, ഹായില. ഹായിലായിരുന്നു. അമ്മായി ഫിഷ് ഫ്രൈ.
അപ്പം അപ്പൊ അങ്ങനെ അതാണ് അത് നമ്മുടെ ഒരു അനുരാഗ് സിംഗും അത് ആ അനുരാഗ് സിംഗം എന്നുള്ള പേര് പുള്ളി ഏറ്റെടുത്ത ആ ഒരു സാധനം ഞാൻ മറ്റേ കണ്ടായിരുന്നു. കാമ്പോജി 2 വേണമെന്ന് കാമ്പോജി പറഞ്ഞിട്ടുണ്ട്. 2 പുള്ളി അത് ഓക്കെ ആയിരുന്നു. പുള്ളി ഹാപ്പി ആയിരുന്നു ആക്ച്വലി. പക്ഷേ പാം എന്താ റിയാക്ട് ചെയ്യാൻ ജയറാമേട്ടനോട് പറഞ്ഞപ്പോ ജയറാമേട്ടൻ ഓക്കെ ആയിരുന്നു. പക്ഷെ ഉള്ളിൽ എവിടെ ഒരു സങ്കടം ഇല്ലേന്ന് ആ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് ആ തോന്നി. പക്ഷെ പുള്ളി അറിയാതെ അതോ മനഃപൂർവ്വം ഇടുന്നതാണോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇങ്ങനെ പാം മുകളിലോട്ട് പാം നോക്കി ഇങ്ങനെ ഇടുന്നുണ്ടല്ലേ. ഇടുന്നുണ്ട് പുള്ളി. അത് അറിയാതെ അതെനിക്ക് വരുന്നതാവാനുള്ള അത് ചാൻസ് പുള്ളിയുടെ ഉണ്ട്. സ്ഥായി ഭാവമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അതെ അങ്ങ് അതെ അതെ. റൊമാൻറ്റിഫിക്കേഷൻ ആവുന്നത്. അഭിമാനം സ്റ്റാർ അഭിമാനമുണ്ട്. എന്താണേലും Yeah. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അപ്പൊ ഇതില് അതൊരു ദേവ്ജിക്ക് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നു പൊളിച്ചേന്. അതിന് അടുത്ത പാർട്ട് ഉണ്ടല്ലോ. വൈ ഫിയർ. ആ ഇനി ദേവ്ജി ആണോ ആ മേജർ സ്റ്റാർ? അതെനിക്കറിഞ്ഞൂടാ. ആടെ പൊളിക്കും, ആണെങ്കിൽ വേറെ പൊളിക്കും. ലെവലായിരിക്കും. ജിങ്സ്. ദേവ്ജി വരണം അല്ല, ദേവ്ജിക്ക് പറ്റിയ പല ഇതും ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്. ഡിങ്കപ്പൻ റോളൊക്കെ ദേവ്ജി ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ മറ്റേ മോറൽ സയൻസ് ടീച്ചറായിട്ട് ഇല്ല വരികയാണെങ്കിൽ ഡിങ്കപ്പൻ പെർഫെക്റ്റ് ആണ്. ഈ സുരേഷ് പുള്ളി കൃഷ്ണയാണ്. കറക്റ്റ്. നല്ല നല്ല പെർവേർട്ടാണ്. പക്ഷെ നമ്മൾ ആലോചിക്കണം സുരേഷ് കൃഷ്ണ ആക്ച്വലി നമ്മുടെ പ്രായമാണ്. ഈ ഈ ഈ ഒരു ആ കാലഘട്ടത്തിൽ സിനിമയുടെ ഇതില് സിനിമയുടെ നടക്കുന്ന കഥ നടക്കുന്ന സമയത്ത് 2046 ആണല്ലോ. 2046 20 വർഷം കഴിയുമ്പം ഇപ്പൊ 20 വയസ്സ് അല്ലെങ്കിൽ ലേറ്റ് അപ്പൊ 20s നമ്മളൊക്കെ ഇരിക്കുന്നവർ ഫ്യൂച്ചർ ഡിങ്കപ്പന്മാരാണെന്നാണ് ഡിങ്കപ്പന്മാര്. തോന്നുന്നത്. അത് പുള്ളി പറയുന്നുണ്ട് ഞങ്ങളുടെ കാലത്ത് പിക്കപ്പ് ലൈനിൽ ഇങ്ങനെ പെണ്ണിനോട് തുണ്ട് പറയും ആ എന്നിട്ട് അതില് കൊത്തുകയാണെങ്കിൽ കൊത്തോണെങ്കില് ശരിയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണോ അല്ല, ഡിങ്കപ്പ എനിക്ക് പറയാ? എവിടേക്കോ നമ്മുടെ ഡോക്ടർ സിൻസിന്റെ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഓർമ്മ. നോട്ടി ബോയ് തീർച്ചയായും. ആയിരുന്നു പുള്ളി. ഇപ്പം അത് പക്ഷെ നോട്ടിനെസ് എനിക്കറിയില്ല. കാണിക്കുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പുള്ളി അത് നോട്ടിനെസ് ഇല്ലില്ലില്ല, പുള്ളി പറയാറ് മാത്രമേ ഉള്ളായിരുന്നു. പറയാറ് മാത്രമേ ഉള്ളൂ. പുള്ളി അങ്ങനെ ചെയ്തിയില്ല. ഇല്ല ചുമ്മാ ഇല്ല അങ്ങ് ഇല്ല. ഡയലോഗ് അടിക്കും. ഒരു ഇന്നസെൻസ് ഉണ്ട് പുള്ളിക്ക്. അതായത് സ്വഭാവം തീർച്ചയായും. ശരിക്കും ഇന്നസെന്റ് ആണ്. പക്ഷെ പുള്ളിക്ക് ഇങ്ങനെ നോട്ടി പറയണം. എന്നാലേ ഒരു ഒരു അതൊരു ഒരു ഒരു ത്രില്ലുള്ളൂ. സുഖം. അതിലൊരു ത്രില്ലുള്ളൂ. അതെ. അപ്പൊ എനിക്കറിയില്ല കേട്ടോ. ഞാനിതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വേണം ആരോടെങ്കിലും പോയിട്ട് വേണമെന്നില്ല. വേണമെന്നില്ല. ഓക്കെയാണ്. അപ്പം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മസ്തിഷ്ക മരണം. യെസ്. ഇനിയും കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മസ്തിഷ്ക മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മസ്തിഷ്കമൊക്കെ മരിച്ചു. എന്റെ നാക്കും മരണപ്പെടാനുള്ള ഒരു തൊണ്ടയൊക്കെ ഓൾമോസ്റ്റ് ചോരമയമെത്തി. അപ്പൊ യെസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് ഇല്ല തോന്നുന്നത്. എഴുതി വെച്ചിരിക്കുന്ന എന്റെ അതിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. കാരണം 5 മണിക്കൂറായിട്ടിരുന്ന് സംസാരിക്കാൻ മറ്റേതിന്റെ അകത്ത് എന്തൊക്കെ പറഞ്ഞു എന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ലേ? Yes. അപ്പൊ യെസ്. അപ്പൊ നിങ്ങള് പടം കണ്ടില്ലെങ്കിൽ പോയി കാണുക. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. എനിക്ക് ആക്ച്വലി ഗഗനചാരിനെക്കാളും ഇത് ഇഷ്ടപ്പെട്ടു. ഗഗനചാരിക്ക് ആക്ച്വലി കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും. അത് അഭിനയത്തിലാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു പ്ലാസ്റ്റിക് ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. ഇതില് എയുടെ യൂസേജും കുറവാണെന്നാ പുള്ളി പറഞ്ഞത്. തുടക്കത്തിൽ പറഞ്ഞു എന്താ യൂസ് ആദ്യത്തെ ഒരു ചെയ്തിട്ടുണ്ട്, ബാക്കി സ്റ്റോറിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ലിയോ കൊച്ചിയുടെ കഥ പറയുന്നത് എങ്ങനെയാണ് കൊച്ചി ഇങ്ങനെ ആയെന്ന് കാണിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ VFX-ലാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടെന്ന്. അതെ അതെ. അപ്പം ഇങ്ങനത്തെ ഡിഫറെന്റ് ടെക്നോളജീസ്, അതായത് സൈബർ പങ്ക് കാര്യങ്ങളൊക്കെ എന്താണ് ഇതിനകത്തിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ പടം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കണ്ടു നോക്കുക. കാരണം ഇഫ് വി എൻകറേജ് ഫിലിംസ് ലൈക്ക് ദിസ്, നമുക്ക് മലയാളം കുറച്ചും കൂടെ ഒരു ഇങ്ങനത്തെ പുതിയ ടൈപ്പ് ജോൺറേസിലേക്ക് കയറുമ്പോഴത്തേനും ഭയങ്കര നല്ലതാണല്ലോ. സോ ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്, മസ്തിഷ്ക മരണം ഡീകൺസ്ട്രക്ഷൻ ഓഫ് റോബിൻസ് പാരഡോക്സ്. സോ പിന്നെ ഗഗനചാരിയുടെ മറ്റേ സുരേഷ് ഗോപിനെ വെച്ചിട്ടുള്ള അതെനിക്കറിഞ്ഞൂടാ. അതിന്റെ കാര്യം എനിക്കറിയാൻ വയ്യ. അപ്പോ സുരേഷ് ഗോപി വന്നാലും ഇല്ലെങ്കിലും ഇതിന്റെ റോബിൻസ് പാരഡോക്സ് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതെന്തായാലും വരുമെന്നുള്ളത് മറ്റേന്റെ കാര്യം നടക്കും. ജൂണിലേക്ക് എനിക്ക് തോന്നുന്നു എന്റെ എന്തോ തുടങ്ങും എന്നല്ലേ പുള്ളി പറഞ്ഞു. പ്രീ ജൂൺ പ്രൊഡക്ഷന്റെ ജൂലൈയിലത്തെ എന്തോ പരിപാടികളൊക്കെ തുടങ്ങുന്നു. പുള്ളിക്ക് ടൊവിനോ ആയിട്ട് ഒരു പടം അടുത്ത് വരാനുണ്ട്. അപ്പം ഇതും അതിന് മുമ്പേ ജൂണിൽ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ എന്തോ തുടങ്ങുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു.
അതെ. അപ്പം നമ്മളിങ്ങനെ പുതിയ പടങ്ങൾ വരുന്നത് റിവ്യൂ ചെയ്യുന്നതാണ്, ക്ലാസിക്സ് ചെയ്യുന്നതാണ്. പിന്നെ വെറൈറ്റി പടങ്ങൾ, ബലയ ഫാൻസായ ഞങ്ങൾ ബലയ പടങ്ങൾ, പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ക്ലാസിക്സ്, അങ്ങനെ പല ജോൺറേഴ്സിലും ഞങ്ങൾ എപ്പിസോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളിത് എൻജോയ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് കൊമെന്റ്സ് ഇടുക. വിൽ റെസ്പോണ്ട് ടു ദാറ്റ് ആൻഡ് വിൽ ഡു എപ്പിസോഡ്സ് ഓൺ ദാറ്റ്. സോ until the next time we meet, this is me, UDC Kumari, signing out with Mr. Digambaran. Bye. ബൈ.